ഹലോ ഹായ് വെൽക്കം ടു ഇത് നല്ല കോമഡി. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് മിസ്റ്റർ ദിഗംബരൻ. நீங்கள் இப்போ கேட்டுட்ருக்கிறது எங்களோட மலையாளம் பாட்காஸ்ட் பிக் பாஸ் தமிழ் சீசன் 8 വീക്ക്ലി അനാലിസിസ് എപ്പിസോഡ്. അപ്പോൾ നമ്മൾ 11 ആഴ്ചകൾ പിന്നിട്ടിരിക്കുകയാണ്. ഇനിയും ഏതാണ്ട് 4-3 ആഴ്ചകൾ കൂടിയേ ബാക്കിയുള്ളൂ. അതോടെ കഴിയുമ്പോഴത്തേക്കും തമിഴ് ബിഗ് ബോസ് സീസൺ 8ൻ്റെ കൊട്ടിക്കലാശം ആവും. അപ്പോൾ ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. തുടർന്നും സപ്പോർട്ട് ചെയ്യുക. കഴിഞ്ഞ 2 വീഡിയോകൾക്ക് വ്യൂസ് കുറച്ച് കുറവാണ്. അതെന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇനിയിപ്പം ഞാൻ ആനന്ദി സാച്ചന ഫാൻസ് വല്ലതും പോയത് കൊണ്ടാണോ എന്നെനിക്കറിയാൻ പാടില്ല. പെട്ടെന്ന് അങ്ങോട്ട് ഡ്രാസ്റ്റിക്കലി ഡിഫറെൻ്റ് ആയ പോലെ. ഇനിയും മറ്റ് വീഡിയോയൊക്കെ ഏതാണ്ട് ഒരു 10-300 ആ റേഞ്ചിലൊക്കെ പോയിട്ട് ഇത് 100 കടക്കാൻ തന്നെ 2 വീഡിയോകളും ഒന്ന് കഷ്ടപ്പെടുന്നതായിട്ട് എനിക്ക് തോന്നി. എന്തോ ആൾക്കാർക്ക് മടുത്തോ? അതോ ഇനി 11 ആഴ്ച ആയില്ലേ, ഇനിയിപ്പോൾ എന്ത് തേങ്ങയാ കാണാതിരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണോ? എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. എന്താണെങ്കിലും അതൊന്നും വകവയ്ക്കാതെ, അതായത് പോൾ ഇട്ടപ്പോഴത്തേക്ക് ബിഗ് ബോസ് 90 പേരെന്തോ ആണ് അതിന് വോട്ട് ചെയ്തത് ബിഗ് ബോസ് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട്. അപ്പം ആ വോട്ട് ചെയ്ത 90 ആൾക്കാർക്കും വേണ്ടി അവർ കാണുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാര്യം അല്ലെങ്കിൽ ഈ കറക്റ്റ് ആ 90 എണ്ണം വരുന്നില്ലല്ലോ. ഒരു 100ൻ്റെ അടുത്ത് ആ 90 ആ ഒരു റേഞ്ച് വരുന്നുണ്ടെങ്കിൽ സോ അവരെന്തായാലും കണ്ടിന്യൂസ്ലി കാണുന്നുണ്ട്. അപ്പം താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. തുടർന്നും കാണുക. പിന്നെ ഈ വന്ന ആഴ്ചകളിലൊക്കെ തിങ്കളാഴ്ച ദിവസം ബിഗ് ബോസ് എപ്പിസോഡ് നിങ്ങൾക്ക് ഒരുപക്ഷെ ചൊവ്വാഴ്ച ആയിരിക്കും അപ്ലോഡ് ആവുന്നത്. ടൈം ഡിഫറൻസിൻ്റെ ഇതുകൊണ്ടാണ്. തിങ്കളാഴ്ച ദിവസം ബിഗ് ബോസ്, വെള്ളി അല്ലെങ്കിൽ വ്യാഴം ദിവസങ്ങളിൽ നോർമൽ എപ്പിസോഡ്. അതിന് പുറമെ ഇപ്പം ആഴ്ചയിൽ ഓരോ ഷോർട്സ് വെച്ചിട്ടാലോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട്. ഇടാൻ നോക്കുന്നുണ്ട് പുതിയ പുതിയ ഇത്. ഒന്നെങ്കിൽ നമ്മൾ ചെയ്തു വെച്ച എപ്പിസോഡുകളിൽ നിന്ന് എടുത്തിട്ട്, അല്ലെങ്കിൽ അല്ലാണ്ട് പുതുതായിട്ട് എന്തെങ്കിലും ഒരു ന്യൂ ഇൻഫർമേഷൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലിടുന്ന പോലെ. അപ്പം അങ്ങനെ ഒരു പാറ്റേൺ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ തമിഴ് ബിഗ് ബോസ് തീർന്നു കഴിയുമ്പോഴത്തേക്ക് ആഴ്ചയിൽ 2 എപ്പിസോഡ് എന്നുള്ള പാറ്റേൺ എന്ത് ചെയ്യുമെന്ന് നമ്മുടെ യു ഡി സി കുമാരിയാണ് നമ്മുടെ തംബ്നെയിലുകളൊക്കെ ഡിസൈൻ ചെയ്യുന്നത്. നമ്മുടെ ഈ ചാനലിലെ ഒരു മെമ്പറും കൂടിയാണ്. അപ്പോഴേ കുമാരി എന്നോട് ചോദിച്ചു. കുമാരി എന്നോട് അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അതിനിപ്പോൾ എന്താ, ഈ ബിഗ് ബോസ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇവർ സെറ്റ് വാടകയ്ക്ക് കൊടുത്തിട്ട് തമിഴ് ബിഗ് ബോസിന് പകരം മലയാളം ബിഗ് ബോസ് അവിടെ വരുമല്ലോ. അപ്പം മലയാളം ബിഗ് ബോസ് നമ്മൾ ചെയ്യും. മലയാളം ബിഗ് ബോസ് ചെയ്യുമ്പോഴത്തേക്ക് ഈ പാറ്റേൺ കണ്ടിന്യൂ ആകും എന്ന് ഞാനിങ്ങനെ പറഞ്ഞു. മലയാളം ബിഗ് ബോസ് ചെയ്യണോ എന്നുള്ളത് എനിക്കൊരു ആലോചനയാണ്. കാര്യം തമിഴ് കൂറയായാലും നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം, പക്ഷെ മലയാളം കൂറയായാലും നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ സാധിക്കില്ല. ഒന്ന് അന്യഭാഷയും മറ്റേത് സ്വന്തം ഭാഷ ആയതുകൊണ്ട് എന്താണെന്നറിഞ്ഞൂടാ. മലയാളത്തിൽ വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ അങ്ങോട്ട് കൂറയാകുമ്പോഴത്തേക്ക് ഒരുമാതിരി അങ്ങ് അന്യായ കൂറയാകുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ്. അത് നമുക്ക് കൂടുതലും മലയാളം മനസ്സിലാവുന്നത് കൊണ്ടും അതുകൊണ്ടായിരിക്കാം. എന്താണെന്നറിഞ്ഞൂടാ. എനിക്കങ്ങോട്ട് അതിൻ്റെ ഒരു ഗുട്ടൻസ് മനസ്സിലാവുന്നില്ല. മറ്റിടത്ത് അവന്മാർ പട്ടിക്കൂറ ഷോ കാണിച്ചാലും നമുക്ക് അത്ര വലിയ പ്രശ്നം അങ്ങോട്ട് തോന്നുന്നില്ല. ഈ ഒരുമാതിരി ഈ എന്താ പറയുന്നത്, മലയാളം ഡബ്ബിങ്ങും തമിഴ് ഡബ്ബിങ്ങും കാണുന്ന പോലത്തെ ഒരു അവസ്ഥയാണ്. തെലുങ്ക് പടം മലയാളം ഡബ്ബിങ് കാണുമ്പോഴത്തേക്ക് ശോകമായിരിക്കും ചിലപ്പോഴൊക്കെ. പക്ഷേ തമിഴ് ഡബ്ബിങ് ആണെങ്കിൽ അതത്ര ഊളയാണെങ്കിലും ചിലപ്പോൾ കണ്ടുകൊണ്ടിരിക്കും. അതെന്താണെന്നറിയാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട്. അപ്പം ഞാനത് വേണമെങ്കിൽ ഒരു പോളായിട്ട് വേണമെങ്കിൽ ഇടാം. മിക്കവാറും നിങ്ങൾ ചെയ്യാനായിരിക്കും പറയുന്നത്. പക്ഷേ ഈ ഒരു പാറ്റേൺ കണ്ടിന്യൂ ചെയ്യില്ല. നമ്മളുടെ ചാനലിലുള്ള 2 പ്രേക്ഷകരെയും നിരാശപ്പെടുത്താതെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ആഴ്ചയിലെ 2 എപ്പിസോഡുകൾ വെച്ച് നിങ്ങൾക്ക് വേണ്ടി ഇടുന്നത്. ഇപ്പം കഴിഞ്ഞ 2 എപ്പിസോഡുകൾ ബിഗ് ബോസിൻ്റെ ഇത്തിരി ലോ വ്യൂസിലേക്ക് പോകുന്നു. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരുപക്ഷെ ഇനിയിപ്പം സാച്ചനയും നമ്മുടെ ആനന്ദിയൊക്കെ പോയതുകൊണ്ട്, മേജർ പ്ലേയേഴ്സൊക്കെ പോയതുകൊണ്ടാണോ ഒരു ഡിപ്പ്. പക്ഷെ എന്നാലും ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ സൗന്ദര്യ, ജാക്വലിൻ, മുത്തു, മഞ്ജരി, ദീപക്, അരുൺ, ഇവരൊക്കെ ഉണ്ടല്ലോ. അപ്പം പിന്നെ എന്താ, ആൾക്കാർക്ക് ഒരുമാതിരി ഇൻട്രസ്റ്റ് കുറഞ്ഞു പോയോ? അതോ ഇനിയും 4 ആഴ്ചയും കൂടെ അല്ലേ ഉള്ളൂ, ഇനി എന്ത് തേങ്ങ കാണിക്കാനാണെന്നുള്ളൊരു ഫീലിംഗ് വല്ലതും വന്നു? എനിക്കറിയാൻ പാടില്ല. എന്താണേലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് തിരിച്ച് വീണ്ടും വരുന്ന
ഈ ബിഗ് ബോസ് എപ്പിസോഡ് കാണാൻ വരുന്ന നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് വേണ്ടി ഞാനിത് കണ്ടിന്യൂ ചെയ്ത് എന്തായാലും തുടങ്ങിയല്ലോ, അപ്പം എന്തായാലും ഇത് കണ്ടിന്യൂ ചെയ്ത് ഒരു ഒരു പോയിന്റിൽ എത്തുന്നിടം വരെ നമ്മളിത് തുടരും. ஸோ ഈ ആഴ്ചത്തെ என்ன டாஸ்க்னு பார்த்தீங்கன்னா, கன்வேயர் பெல்ட் டாஸ்க்னு முன்னாடி சீசன்ல எல்லாம் சொல்கிற மாதிரி ஒரு டாஸ்க் தான் நடந்துச்சு. இந்த வாட்டி அந்த டாஸ்கோட பேர் செங்கல்லா செங்கல்லா. முதல்ல இந்த செங்கல்லா செங்கல்லா பேரே எனக்கு ഒരു മാതിരി என்ன சொல்கிறது, ഒരു വിരോധാഭാസം, ഐറണി എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഐറണി എന്ന് പറയാൻ പറ്റൂ. എന്താണെങ്കിലും അങ്ങനത്തെ ഒരു ഒരു ടൈപ്പ് ഒരു ഫീലിംഗ് ആണ് എനിക്ക് തരുന്നത്. കാരണം என்னன்னு வச்சு കഴിഞ്ഞാൽ, இப்போ நம்ம எதை செங்கல்னு சொல்லுவோம், മലയാളത്തിൽ வந்து ഇഷ്ടിക അല്ലെങ്കിൽ ചെങ്കല്ല് എന്നൊക്കെ പറയുന്ന ഐറ്റമാണ് செங்கல் அப்படின்னு சொல்லுது. செங்கல்னா சிவப்பா இருக்கும் இல்லையா? இப்போ இந்த டாஸ்கில் நான் கொடுத்தது வந்து செங்கல் கிடையாது, அது வந்து சிமெண்ட் கல், இல்லைன்னா என்ன சொல்கிறது, அது கான்கிரீட் கல். கான்கிரீட் கல் எப்படி செங்கல் ஆகும்? அதுவும் கருப்பு கலர்ல இருந்து. சிவப்பு கலர்ல இருந்திருந்தா அட்லீஸ்ட் செங்கல்னு சொல்லியிருக்கலாம். இது வந்து கான்கிரீட் கல், இது எப்படி செங்கல் ஆகும்னு எனக்கு ടാസ്കോടെ പേര് കേട്ടപ്പോഴേ മനസ്സിലുണ്ടായിരുന്നു. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇഷ്ടികയല്ലേ ചെങ്കല്ലെന്നൊക്കെ പറയുന്നു, പിന്നെന്താണ് ഇവന്മാർ സെങ്കല്ല സെങ്കല്ല? അപ്പം തമിഴില് ടാസ്കിന് പേര് പോലും ഇടാൻ അറിയാൻ പാടില്ലാത്തവന്മാരാണോ തമിഴ് ബിഗ് ബോസ് ഇരിക്കുന്നത് എന്നൊരു നിമിഷം ഞാൻ ചിന്തിച്ചു പോയി. അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല, ബട്ട് എന്തോ ഈ ടാസ്കിന് ഞാൻ അങ്ങനെ ചിന്തിച്ചു. ഞാൻ നോർമലി അങ്ങനെ ഒന്നും നോക്കാറില്ല. അവന്മാരുടെ ടാസ്ക് അവരെന്തെങ്കിലുമൊക്കെ പേരിടുന്നു എന്നുള്ള രീതിയിൽ. പക്ഷെ ഇതിന് ഞാൻ അങ്ങനെ ചിന്തിച്ചു, അതെന്തായിരിക്കും അങ്ങനെ ഇട്ടത്? മേ ബി ഇഷ്ടികച്ചൂളയിൽ കല്ലുകളൊക്കെ അടുക്കി വെക്കുന്നത് പോലെ കോട്ടയൊക്കെ കെട്ടുന്നതുകൊണ്ടായിരിക്കാം, അങ്ങനെ ആലോചിച്ചുകൊണ്ടായിരിക്കും, ഒരു കൺസ്ട്രക്ഷൻ ടൈപ്പ് പോലെ ആയതുകൊണ്ടായിരിക്കും. ஸோ நார்மலாக இந்த கன்வேயர் பெல்ட் டாஸ்க்கை பார்த்தீங்கன்னா எப்போவுமே இன்ஜுரி நடக்கும், அடிதடி நடக்கும், சண்டைகள் நடக்கும், ரொம்ப ஹீட்டடாக போகும் இல்லையா? இந்த வாரமும் இந்த சீசன்லேயும் டாஸ்க் வந்து ரொம்ப பரபரப்பாக போச்சு. ரொம்ப ஹீட்டடான ஆர்குமெண்ட்ஸ் நடந்தது, ஃபிசிக்கல் இன்ஜுரிஸ் நடந்துச்சு. டாஸ்க் முடிஞ்சதுக்கப்புறம் நிறைய பேரோட உடம்புல காயங்கள் வந்திருக்குன்னு நான் நினைக்கிறேன். முக்கியமாக வந்து ராணவோட கையில் வந்து லிகமெண்ட் டேர் ஆயிடுச்சு அப்படின்னு பிக் பாஸே சொல்கிறாரு. அது வந்து ரொம்ப பரபரப்பாக போன ஒரு விஷயம். வெளில வந்து கொஞ்சம் கான்ட்ரவர்சி ஆயிடுச்சு. ராணவ் வந்து இல்லை நடிக்கிறான். ஏன்னா ஒரு லைவ்ல பார்த்தீங்கன்னா அவரோட இடது கையில் தான் இந்த மாதிரி லிகமெண்ட் டேராக இருக்கும். அவர் அந்த பக்கமாக படுத்துட்டு இருந்த வீடியோ லைவில் பார்த்து அதை ட்விட்டர் எக்ஸ் தளங்களில் எடுத்து போட்டு ட்ரெண்ட் பண்ணிட்டு இருந்தாங்க. பாருங்க, முக்கியமாக சௌந்தர்யாவோட பிஆர்னு சொல்கிறாங்க, அதெல்லாம் எனக்கு தெரியாது. அந்த மாதிரி இவர் நடிக்கிறாரு அப்படின்னு சொல்கிறாங்க. ஆனால் அது பார்க்கும்போது நான் என்ன நினச்சிட்டேன்னா, மேபி இன்ஜுரி வந்து 3 வாரங்கள் ரெஸ்ட் தேவைன்னு டாக்டர் சொல்லியிருக்காரு. அந்த மாதிரி தான் உள்ள சொன்னாங்க. அது வந்து மேபி பெயின் மெடிக்கேஷன்ஸ், பெயின் கில்லர்ஸ் எல்லாம் போட்டிருக்கிறதுனால நம்ம ஆக்சுவலாக வந்து படுக்கும்போது நாம் எந்த பக்கம் திரும்பி படுக்கிறோம், என்ன பண்ணுறோன்னு நமக்கே தெரியாது இல்லையா? நானே பல வாட்டி படுக்கும்போது காலையில் எந்திரிக்கும்போது முதுகுல எல்லாம் வலிக்கும். ஏன்னா பக்கத்தில் இருந்த என்னோட ஃபோனா இல்லை என்னோட ஹெட்செட் ஏதாவது ஒன்று அடியில் மாட்டிட்டு இருக்கு. எப்போ அதுக்கு மேலே போய் படுத்தேன்னெல்லாம் சுத்தமாக ஞாபகம் இருக்காது. இல்லைன்னா தலகாணி வந்து தலையில் வச்சுட்டு தான் படுத்திருப்பேன், ஆனால் எந்திரிக்கும் போது முதுகில் இருக்கும். அது எப்படின்னு எனக்கு தெரியாது. ஸோ அந்த மாதிரி நம்ம படுக்கும்போது அப்படி தானே, தூக்கத்தில் என்னென்ன பண்ணுவோன்னு நமக்கே தெரியாது, எந்த பக்கமாக சாஞ்சு படுது. இல்லைன்னா காலையில் எந்திரிக்கும் போது ஒரு சைடு மட்டும் வலிச்சுட்டு இருக்கும். ஏன்னா அந்த பக்கமாக ரொம்ப அழுத்தமாக அப்படி படுத்துட்டு இருக்கிறதுனால ஒரு சைடு வந்து அப்படி வலிச்சுட்டு இருக்கும். நம்மள நிறைய பேருக்கு அந்த மாதிரி நடந்திருக்கலாம்.
ஸோ ராணுவுக்கும் அந்த மாரி தான். அவர் தூக்கத்தில எப்படி படுத்தாருன்னா, அவருக்கே ஞாபகம் இல்லாம இருக்கலாம். காலையில எந்திரிக்கும்போது தான் அதோட பிரச்சனை வரலான்னு நான் நெனச்சேன். மேபி அந்த மாரி கூட இருக்கலாம். இல்லன்னா லிகமெண்ட் டேர் வந்து அந்த அளவுக்கு பெரிய அ பாதிப்பு ஏற்படாத ஒரு விஷயமா கூட இருக்கலாம். ஸோ அத பத்தி எல்லாம் டிபேட் பண்றேன். இப்போ பிக் பாஸ் ஹவுஸ்லயே வந்து அவங்களே அ டாக்டர் எல்லாம் வச்சு மெடிக்கல் ட்ரீட்மெண்ட் எல்லாம் பார்த்து ஒன்ஸ் சாரி. அவங்களே பார்த்துட்டு சொல்றதுனால நாம அதில சந்தேகப்பட வேண்டிய அவசியம் இல்லன்னு நான் நெனைக்கிறேன். அது ஒரு பெரிய டிபேட்டா கொண்டு போய் இப்போ அவர் அப்படி இருக்கிறதுனால அவருக்கு தான் ஒழுங்கா டாஸ்க் எல்லாம் விளையாட முடியாது. ஸோ அது ஒரு டிஸ்அட்வான்டேஜ் குடுக்குற ஒரு ஆக்ட் இல்லையா? அந்த மாரி நடிச்சாருன்னா. ஸோ அது நடிக்கிற மாரி எனக்கு தெரியல. அந்த எபிசோட் பார்க்கும்போது உண்மையாவே அவரு வலியில துடிச்ச மாரி தான் இருக்கு. ஸோ அதனால அந்த இன்ஜுரி மேல எ நான் என்னைக்கும் சந்தேகப்பட்டது கிடையாது. ஆம். இத பார்க்கும்போது எனக்கு என்ன ஞாபகம் வந்துடுச்சுன்னா, நம்ம மலையாளம் பிக் பாஸ்ல வந்து இந்த மாரி தான் 2 கண்டஸ்டன்ட்ஸ்குள்ள ஒரு சண்டை வந்து போன சீசன்ல தான். ഒരുത്തൻ്റെ മുഖം മറ്റൊരുത്തൻ ഇടിച്ച് പൊളിച്ച് അത് എന്താ പറയുന്നത് അകത്ത് പ്ലേറ്റ് വെക്കേണ്ട അവസ്ഥ വന്നു. അത് പുറത്ത് കേസായി. സിമിലർ സംഭവമാണ് അവിടെ നടന്നത്. പക്ഷേ കേസൊന്നും ആയില്ല. കാര്യം ഇത് ഒരു മറ്റേത് ടാസ്കിന്റെ ഭാഗമൊന്നുമല്ലാതെ ചുമ്മാ റാൻഡമായിട്ട് വന്ന് ഒരു ഇത് നടന്നതാണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടാസ്കിന്റെ ഭാഗമായി കളിക്കുന്നതിൻ്റെ ഇടയിൽ സംഭവിച്ചത് ആയതുകൊണ്ടും അങ്ങനെ ഒരു ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് ജെഫ്രിയുടെ മേൽ വരികയും അത് അവർ എപ്പിസോഡിൻ്റെ അകത്ത് ആ ഒരു കറക്റ്റ് ഷോട്ട് കാണിച്ചില്ല. അത് ഞാൻ അന്നേരം ഓർത്ത് കുറുമ്പടം ഇടാൻ വേണ്ടിയിട്ടായിരിക്കുമെന്ന്. പക്ഷേ കുറുമ്പടം ഇല്ലാത്തൊരു സീസൺ എന്നൊരു റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് കടുത്ത ശ്രമത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കുറുമ്പടം ഇടുന്നത് കൊണ്ട് നിങ്ങളുടെ വല്ലതും കൊഴിഞ്ഞു പോവോ? എനിക്കറിയാൻ പാടില്ലാഞ്ഞിട്ട് ചോദിക്കുകയാണ്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇനിയിപ്പോ കമൽ സാറ് കുറുമ്പടമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണോ വിജയ് സേതുപതി കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണോ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കുറുമ്പട ഇട്ടാൽ എന്താണ് പ്രശ്നം? കാര്യം ഈ ഒരു എന്തെങ്കിലും ഒരു സംഭവം നടക്കുന്നു. അത് കണ്ടസ്റ്റൻസിന്റെ വായിന്ന് തന്നെ പറയാൻ വേണ്ടിയിട്ട് അതിങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ച് 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 അവരാദ്യം കുറേ വളഞ്ഞ വഴിയിലൂടെയൊക്കെ പോയി പിന്നെ ഒരു രക്ഷയിലും നടക്കില്ല എന്ന് മനസ്സിലായി ലാസ്റ്റ് സാഷ്ടാംഗം പ്രണമിച്ച് കുറ്റങ്ങളൊക്കെ ഏറ്റു പറഞ്ഞ് എന്നിട്ടും മനസ്സിലാവത്തുമില്ല ഞാൻ അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ചെയ്തില്ല എന്ന് പറഞ്ഞ് അതിനെ ജസ്റ്റിഫൈ ചെയ്ത് ഇത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. ആ ഒരു കുറുമ്പടം ഇട്ട് കാണിച്ചു കഴിഞ്ഞാൽ അവർക്കും മനസ്സിലാവും, അകത്തുള്ള കണ്ടസ്റ്റൻസിനും മനസ്സിലാവും. അവർക്ക് ഡിഫെൻഡ് ചെയ്യാനായിട്ടൊരു ഒരു കാരണം ഇല്ലാതാവും. വെറുതെ ഇങ്ങനെ ആവശ്യമില്ലാതെ നമ്മുടെ സമയം കൂടെ മെനക്കെടുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചോദിച്ചു പോകുന്ന രീതി എനിക്കറിയില്ല. ഇത് ഇനി കുറുമ്പട ഇടാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള അവസരങ്ങളുണ്ടോ? ഇനിയിപ്പം ഫ്രീസ് ടാസ്ക് വരികയാണ്. ടിക്കറ്റ് ഫിനാലെ അങ്ങനെ അങ്ങ് പോവല്ലേ. അപ്പൊ അങ്ങനെ പോകുമ്പോഴത്തേക്കും എന്താ പറയുന്നേ, ഇനിയിപ്പോ എന്തോന്ന് കുറുമ്പട ഇട്ട് എന്ത് കാണിക്കാനായിട്ടാണ്? അല്ലെങ്കിൽ പിന്നെ അകത്ത് അതുപോലെ എന്തെങ്കിലും സംഭവം നടക്കണം. എന്നാലും അവന്മാർ ഇടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഈ ടാസ്കിൽ തന്നെ ഇഷ്ടം പോലെ എന്തിനാ ഈ ടാസ്ക് എടുക്കുന്നത്? കഴിഞ്ഞ ടാസ്കില്, അതിന് മുന്നത്തെ ടാസ്കില് എവിടെയൊക്കെ കുറുമ്പട ഇടാനുള്ള സാധ്യതകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇതില് തന്നെ അൻഷിതയ്ക്കൊക്കെ ഒരു കുറുമ്പട ഇട്ടിരുന്നെങ്കില് നിങ്ങൾ നമ്മുടെ തമ്മനയിൽ കണ്ടാ അറിയാം അൻഷിതയ്ക്ക് ഒരു ഓസ്കാർ അവാർഡും പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ആ അവാർഡ് കൊടുക്കണം. കാര്യം അമ്മാതിരി പെർഫോമൻസ് ആയിരുന്നു. അപ്പം എന്നിട്ട് മറ്റുള്ളവരെ നടികെ നടികെ എന്ന് വിളിക്കുകയാണ്. ഇപ്പം മലയാളികളുടെ വില കളയാനായിട്ട് എന്ന് പറയണമെന്നുണ്ട്. പിന്നെ അവിടെ ആരും അങ്ങനെ കൺസിഡർ ചെയ്യുന്നില്ല. ഒരു ചേച്ചി ചേച്ചി എന്നൊക്കെ വിളിക്കുമെന്നുണ്ടെങ്കിലും അവരാരും അങ്ങനെയൊന്നും പറയുന്നില്ല. അതുകൊണ്ട് പിന്നെ ഈവൻ എന്താ പറയുന്നേ, ഒരു റിവ്യൂവിലോ അല്ലെങ്കിൽ ആൾക്കാർ ഡിസ്കസ് ചെയ്യുന്നിടത്താണെങ്കിലും മനുഷ്യതനെ ഒരിക്കലും ആ ഒരു രീതിയിൽ അവരാരും കണ്ട് ഇതുവരെ പറഞ്ഞ് ഞാൻ കേട്ടില്ല. അപ്പൊ അത് ഉം, അവരൊരു ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. അങ്ങനത്തെ ഒരു ഡിസ്റ്റിങ്ഷൻ ഒന്നും ഇവന്മാരൊക്കെ ഇങ്ങനെയാണ് അങ്ങനത്തെ വർത്താനമൊന്നും ആരും പറഞ്ഞ് ഞാൻ കേട്ടില്ല. അതൊരു വലിയ ആശ്വാസം. അപ്പൊ പിന്നെ നമ്മളും അങ്ങനത്തെ രീതിയിലൊന്നും പറയേണ്ട കാര്യമില്ല എന്ന് തന്നെ ഞാനും വിചാരിക്കുന്നു. കാര്യം ഏഹ്, തമിഴന്മാർക്ക് തന്നെ അങ്ങനെ തോന്നുന്നില്ലെങ്കിൽ പിന്നെ നമ്മളെന്തിനാണ് വെറുതെ ആവശ്യമില്ലാതെ മലയാളികളുടെ വില കളയാൻ എന്നൊക്കെ പറയുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അത്തരം ഇതിലോട്ടൊന്നും കടക്കാത്തത്. അപ്പം
കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പം അൻഷിത ദീപക് അണ്ണാவோட കല്ല് വന്ന് തലയിൽ ഇടിച്ചിടിച്ച് അവർ എപ്പടി തൂക്കി പോടുമ്പോൾ അപ്പടിയെ പട്ടടിച്ച് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ പറഞ്ഞു. പക്ഷെ ആ എപ്പിസോഡ് കണ്ടവർക്കറിയാം അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല. പുള്ളിയുടെ കയ്യോ കല്ലോ അവളുടെ 100 മീറ്റർ അകലത്തിലൂടെ പോലും പോയിട്ടില്ല എന്നുള്ള രീതിയിൽ അത് ഞാൻ ഒരു അതിശയോക്തിക്ക് പറഞ്ഞു കേട്ടോ. അങ്ങനെ പോയിട്ടില്ല എന്നുള്ളത് നമുക്ക് ആ എപ്പിസോഡ് കാണുമ്പോഴത്തേക്ക് അറിയാം. പക്ഷെ അതൊരു കുറുമ്പടമായിട്ട് ഇട്ട് കാണിച്ചിരുന്നെങ്കിൽ ഒന്ന് ആലോചിക്കുക. ഈ എപ്പിസോഡൊക്കെ വെറും എന്താ പറയുന്നേ, ഫ്ലവർ അല്ല ഫയർ ആയേനെ, വൈൽഡ് ഫയർ ആയേനെ ഇവിടെ പുഷ്പൻ രാജ് അദ്ദേഹത്തിന്റെ ഇതിൽ പറയുകയാണെങ്കിൽ. അപ്പോ പുഷ്പയുടെ ഒരു എപ്പിസോഡ് നമ്മൾ സ്പോട്ടിഫൈയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് പോയി കണ്ടു നോക്കുക. അതിൻ്റെ ഇടയ്ക്കൂടെ ഒരു പ്രൊമോഷൻ ഇരിക്കട്ടെ. അപ്പം അതാ ഞാൻ പറഞ്ഞത്, എന്തുകൊണ്ടാണ് അപ്പോൾ ഈ കുറുമ്പടം ഒന്നും ഇടാത്തത്? എന്തെല്ലാം ഇപ്പം അതിൽ അതൊരെണ്ണം. പിന്നെ സൗന്ദര്യ റാണവിൻ്റെ ഈ ഒരു ഇൻസിഡൻറ്റ് കഴിഞ്ഞിട്ട് അതായത് അവൻ അഭിനയിക്കുന്നതാണ് അങ്ങനെയാണ്, ആ ഇഞ്ചുറിയിൽ അവർ പ്രകടിപ്പിച്ച സംശയങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ട് കാണിച്ചിരുന്നെങ്കിൽ ഈവൻ ഈ അൻഷിതയും വിശാലും ഒക്കെ കൂടെ ഉള്ള ആ ഒരു ഡിസ്കഷൻ, എന്താ പറയുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അരുണും അൻഷിതയും തമ്മിലുള്ള ആ ഒരു ഡിസ്കഷൻ, ഇതൊക്കെ, അല്ലെങ്കിൽ അരുണും സൗന്ദര്യമാണോ ആരായിരുന്നു ഞാൻ മറന്നുപോയി, എന്താണെങ്കിലും അവരൊക്കെ തമ്മിലുള്ള ആ ഡിസ്കഷൻസും കാര്യങ്ങളും ഒക്കെ കാണിക്കായിരുന്നു. ഈവൻ ഇതൊന്നും വേണ്ട, ഈ ഹൗസിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തമ്മിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെ എടുത്തിട്ട് ഒരു ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ പ്ലാസ്മ ടി വിയിൽ ഡിസ്പ്ലേ ചെയ്യുന്നൊന്ന് ആലോചിച്ച് നോക്കി. ഇതുവരെ ഇവരെ പരസ്പരം പുറകെ ഇരുന്നിട്ട് മറ്റുള്ളവരെ പറ്റി, ഇപ്പം സൗന്ദര്യ ജാക്വലിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു, ജാക്വലിൻ സൗന്ദര്യനെ പറ്റി സംസാരിച്ചതോ ഒക്കെ, അങ്ങനെ എല്ലാവരെ പറ്റിയും സംസാരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ എടുത്ത് അല്ലെങ്കിൽ ഓഡിയോ പ്ലേ ചെയ്യുക. അങ്ങനത്തെ കലാപരിപാടികളൊക്കെ എന്താണ് ബിഗ് ബോസ് ചെയ്യാത്തതെന്നാണ് കാര്യം. ഇവരോരോരോ ഗെയിം പ്ലാൻ കൊണ്ടുവരുന്നു, അത് തകർത്ത് തരിപ്പണമാക്കി കൊടുക്കുന്ന ഒരു പരിപാടി ബിഗ് ബോസിലുണ്ടല്ലോ. ചില സമയത്തൊക്കെ നമുക്കത് കാണുമ്പോഴത്തേക്ക് ഒരു ചെറിയ വിഷമം തോന്നും. പക്ഷെ കഷ്ടപ്പെട്ട് ഇവർ ഇങ്ങനെ ഒരു പ്ലാൻ ഹാച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് വളരെ ഈസി ആയിട്ട് ബിഗ് ബോസ് തകർത്ത് കളഞ്ഞല്ലോ എന്നുള്ളത്. പക്ഷെ അങ്ങനെ ഇവരെ കോൺസ്റ്റന്റ്ലി ഒരു പ്രഷറിലിട്ട്, അല്ലെങ്കിൽ തന്നെ ആ വീട്ടിൽ പ്രഷറാണ്, മര്യാദയ്ക്ക് ഫുഡൊന്നും കഴിക്കുന്ന പോലും ഇല്ല, അവർക്ക് പട്ടിണിയാണ് പകുതി നേരം. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഇതുകൂടെ കൊടുക്കണമെന്നുള്ളതുകൊണ്ടായിരിക്കും. രഞ്ജിത്തൊക്കെ പോയപ്പോൾ ഇരുന്ന വെയിറ്റ് എന്തുവാ, തിരിച്ചറങ്ങിയപ്പോൾ എന്തായിരുന്നു. എന്തായാലും രഞ്ജിത്താണ് ഈ ആഴ്ചത്തെ എന്താ പറയുന്നത് എവിക്ഷനിലൂടെ പുറത്ത് വന്നിരിക്കുന്നത്. അപ്പം രഞ്ജിത്തിന് വേണ്ടി വോട്ട് ചെയ്ത ആ ഒരു 50% ആളുകൾ, യു ഗൈസ് വെർ റൈറ്റ്. അപ്പോൾ കഴിഞ്ഞ പോളിൻ്റെ അകത്ത് മഞ്ചരിക്ക് 30%, മുത്തുക്കുമരൻ 53%, ജാക്വലിൻ 8%, സൗന്ദര്യക്ക് 10%. ഇത് ഞാൻ ഓരോ ഇതിൻ്റെ അകത്തും എനിക്ക് ചില സമയത്തൊക്കെ ഇങ്ങനെ ഇത് കാണുമ്പോഴത്തേക്ക്, നിങ്ങൾ പുറത്താക്കാൻ വേണ്ടിയിട്ടാണോ വോട്ട് ചെയ്തത്, അതോ നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യും ആ രീതിയിലാണോ? ഞാനത് കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്യണം തോന്നുന്നു. ഓരോ തവണ ഞാനത് മറക്കാറുണ്ട്. പക്ഷെ അങ്ങനെ മെൻഷൻ ചെയ്താൽ പോലും ചിലപ്പോഴൊക്കെ നിങ്ങളുടെ റിസൾട്ടുകൾ എന്നെ സർപ്രൈസ് ചെയ്യിക്കാറുണ്ട്. അപ്പം ആരെ പുറത്താക്കണം എന്നുള്ളതാണ് കേട്ടോ പോള്. പറഞ്ഞില്ലെന്ന് വേണ്ട. ഇനിയിപ്പോൾ ഒരു ടിക്കറ്റ് ഫിനാലെയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ടോപ്പ് 5 ആരാണ്, ആരായിരിക്കും ടൈറ്റിൽ വിന്നർ, അങ്ങനത്തെ പോളുകളൊക്കെ വരും. അപ്പം എന്താണേലും പവിത്രയ്ക്ക് 23%, അൻഷിതയ്ക്ക് 17%, റയൻ 9%, അരുൺ 57%, ദീപക്കിന് 29%, റാണവിന് 14%. അങ്ങനെയായിരുന്നു നമ്മുടെ കഴിഞ്ഞ വോട്ടിംഗ് റിസൾട്ടുകൾ. അപ്പം രഞ്ജിത്തിന് വോട്ട് ചെയ്ത എന്താ പറയുന്നത് 50% ആളുകൾ, യു ഗൈസ് വെർ റൈറ്റ് ആൻഡ് ഹീസ് ബീൻ എവിക്റ്റഡ്. നമ്മുടെ പ്രിയാരാമൻ വന്നിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോഴേ ഞാനൊരു കാര്യം ആലോചിച്ചു, അപ്പം ഇവർ പുറത്താവുന്ന കാര്യം നേരത്തെ ബിഗ് ബോസ് വീട്ടുകാരെ അറിയിക്കാറുണ്ടോ എന്നുള്ളൊരു സംഭവം. അതിനെ അതിനെ ചിലരൊക്കെ വിമർശിക്കുന്നുണ്ടായിരുന്നു. കാര്യം അത് ബിഗ് ബോസിൻ്റെ റൂൾസിന് എഗെയിൻസ്റ്റ് അല്ലേ, നേരത്തെ വോട്ടിംഗ് ഇതൊക്കെ കൊടുത്ത് വിടുന്നത്, പറഞ്ഞു വിടുന്നത് എന്നുള്ള രീതിയിൽ, പുറത്തു വിടുന്നത് എന്നുള്ള രീതിയിൽ. ബട്ട് ഇപ്പോൾ ഒരാൾ എവിക്റ്റായി പോകുന്നു, അയാളെ റിസീവ് ചെയ്യാനായിട്ട് ആളെ വരുന്നത് ബിബിയുടെ റൂൾസിന് എഗെയിൻസ്റ്റ് ആണോ? എനിക്കറിയില്ല. ആയിരിക്കാം അല്ലേ. കാര്യം ഇവർ പുറത്താക്കി കഴിഞ്ഞിട്ട് ഹോട്ടലിൽ ഇവര് വീണ്ടും കുറച്ച് നാളും കൂടെ നിന്നിട്ടല്ലേ ഇവർ പോകുന്നത്. അപ്പം
ഉം, യാഹ് സ്ട്രേഞ്ച്. ബട്ട് അതുകൊണ്ട് നമുക്ക് രഞ്ജിത്തും പ്രിയാരാമനും തമ്മിലുള്ള ഒരു ബോണ്ടിങ് നമുക്ക് കാണാൻ സാധിച്ചല്ലോ. പുള്ളി സ്റ്റേജിൽ വന്നപ്പോൾ തൊട്ട് ആ ഒരു ഉണ്ടായ ഒരു സർപ്രൈസിങ് ഫാക്ടറും. പിന്നെ ഒരു കാര്യമുണ്ട്, പ്രിയാരാമനെ ഞാൻ വിചാരിച്ചിട്ടുണ്ടെന്നത് രഞ്ജിത്തിനെ ഫാമിലി ഫ്രീസ് ടാസ്ക് വരെ അകത്ത് നിർത്തി പ്രിയാരാമനൊക്കെ അകത്ത് വന്ന് അതൊക്കെ കഴിഞ്ഞിട്ടേ പോകത്തുള്ളായിരിക്കും എന്നാണ്. പക്ഷേ അതോ നടന്നില്ല. എന്നാ പിന്നെ പുള്ളി പോവാൻ നേരത്തെങ്കിലും ഒന്ന് ഒരു എന്താ പറയുന്നത്, ജനങ്ങൾക്കെല്ലാം ഒന്ന് പ്രിയാരാമനെ കാണാം. വിജയ് സേതുപതി ആദ്യമായിട്ടാണ് പ്രിയാരാമനെ നേരിട്ട് കാണുന്നതെന്ന് അദ്ദേഹം പറയുന്നു. അപ്പം അങ്ങനത്തെ മുഹൂർത്തങ്ങൾക്കൊക്കെ സാക്ഷിയാവാൻ സാധിച്ചല്ലോ. അവർ തമ്മിലുള്ള ആ ഒരു സ്നേഹമൊക്കെ കാണാനായിട്ട് പറ്റി. ഇപ്പം രണ്ടുപേരും ആക്ടേഴ്സ് ആയതുകൊണ്ട് അതും ആക്ടിങ് ആണെന്നൊക്കെ പറയാം. എനിക്ക് അതിലൊന്നും വലിയ ഇതൊന്നും തോന്നിയില്ല. കാര്യം ചിലപ്പോൾ അവർ ആക്ച്വലി അവർ തമ്മിൽ അങ്ങനത്തെ ഒരു ബോണ്ട് ഉണ്ടാവും, ഭാര്യയും ഭർത്താവും ആണ്. അത് മാത്രമല്ല, എത്ര ദിവസമായി ഇപ്പം 75 ദിവസം ആ, കാണാതിരുന്നിട്ട് കാണുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമ്മൾ എന്താ പറയുന്നത് ഒരു 50 ദിവസം അല്ലെങ്കിൽ വർഷത്തിൽ 360 ദിവസം പോട്ടെ ഒരു 350 ദിവസം ഒരുമിച്ചുണ്ടായിട്ടും ബാക്കിയുള്ളൊരു 15 ദിവസം മാറി നിൽക്കുമ്പോഴായിരിക്കും, ആ 15 ദിവസമായിരിക്കും ചിലപ്പം ആ, ഒരുപാട് നമ്മൾ അവരെ മിസ് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു എന്താ പറയുന്നത്, ഇപ്പം ഞാൻ പണ്ട് ചെറുപ്പത്തിൽ എൻ്റെ തറവാട്ടിലോട്ട് കുറച്ച് നാൾ ഒരു ഒരു ആ, ഒരു ഒരു മാസം ഒന്ന് ആ, താമസിക്കാനായിട്ട് പോയായിരുന്നു, കുഞ്ഞായിരിക്കുന്ന സമയത്ത്. കുഞ്ഞെന്ന് പറഞ്ഞാൽ അത് അത്ര കുഞ്ഞല്ല, ഒരു ഒരു ടീനേജ് പ്രായത്തിൽ. അപ്പം അങ്ങനെ മാറി നിന്നപ്പോഴാണ് എനിക്ക് എൻ്റെ അമ്മേനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തത്. അപ്പോൾ ഡെയിലി അമ്മേനെ അവരുടെ ഞങ്ങളുടെ വീട്ടിലിങ്ങനെ ഈ തറവാട്ടിലിങ്ങനെ ഈ കറക്കുന്ന ടൈപ്പ് മറ്റേ ഇങ്ങനെ പഴയ ഫോണുണ്ടല്ലോ, ഇങ്ങനെ കറക്കി വിളിക്കുന്ന, ഡയൽ ചെയ്ത് വിളിക്കുന്ന അങ്ങനത്തെ അതിൻ്റെ പേര്, അങ്ങനത്തെ ഫോണിൻ്റെ പേരെന്താണെന്ന് ഞാൻ മറന്നുപോയി. അങ്ങനെ കറക്കി വിളിക്കുന്ന ഫോണിൽ ഞാൻ എപ്പോഴും അമ്മേനെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് വിളിക്കും. അമ്മ എന്തോ അമ്മേനെ വിളിച്ച് സംസാരിക്കുമ്പോൾ എനിക്കൊരാശ്വാസം കിട്ടുള്ളായിരുന്നു. പക്ഷെ ഒരു 10 വർഷം ചെറുപ്പത്തിൽ എൻ്റെ അമ്മ എന്നെ പഠിപ്പിക്കാനും ഒക്കെ ആയിട്ട് പുറത്തായിരുന്നു. അപ്പം ആ സമയത്തൊക്കെ ഇല്ലാത്ത ഒരു ഒരു വേർപിരിയലിൻ്റെ ഒരു എന്തോ ഒരു ഭയങ്കര ഒരു വിഷമം എനിക്ക് അന്നേരം ഉണ്ടായി. പണ്ടും ഉണ്ടായിരുന്നു. ബട്ട് അതാ ഞാൻ പറഞ്ഞത്, അതിപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല മനുഷ്യൻ്റെ വികാരങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളത്. നമുക്ക് ഇപ്പം ഞാൻ എൻ്റെ അമ്മയെ വിട്ടിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ ഇപ്പം എനിക്ക് അത്ര ഒരു ഒരു ഇതില്ല. അതാ നമുക്കറിയില്ല എപ്പോഴാ ഒരു നമുക്ക് അങ്ങനത്തെ ഇമോഷൻസ് വരിക എന്നുള്ളത്. അപ്പം അത് രഞ്ജിത്തിൻ്റെയും പ്രിയാരാമൻ്റെ അവരുടെ ആ ഒരു ബോണ്ട് കണ്ടപ്പോൾ ഒരുപാട് പുള്ളിക്കാരി മിസ് ചെയ്ത പോലെയൊക്കെ ഒരു 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 ഫീലിംഗ് നമുക്ക് തന്നു. അത് എന്താണെങ്കിലും എനിക്ക് ഇവരുടെയൊക്കെ ഫാമിലിയൊക്കെ വരുമ്പോഴത്തേക്കൊക്കെ അങ്ങനത്തെ ഒരു ആ, പ്രത്യേക ഇത് നമുക്ക് കിട്ടാറുണ്ട്. ഇപ്പം മറ്റേ നമ്മുടെ ശിവകുമാറിൻ്റെയും പുള്ളി അകത്തോട്ട് പോകുന്ന മൊമെന്റിൽ സുജാഭരണിയൊക്കെ ആയിട്ടുള്ള അവരുടെ ആ ബോണ്ട് കാണുമ്പോഴത്തേക്ക് അറിയാം അങ്ങനത്തെ ഒരു ബന്ധമുണ്ട്. അവർ എന്തോ ഒരു ഒരു പ്രത്യേകത അത് കാണുമ്പോൾ നമുക്കൊരു ഒരു സന്തോഷം. എനിവേസ് അപ്പം ആ, റാണവിൻ്റെ ആ ഒരു സംഭവത്തിൽ ഈ ഹൗസ് മേറ്റ്സിൻ്റെ പ്രതികരണം സർപ്രൈസിങ് ആണ്. മുമ്പ് നീ കണ്ടിട്ടേ ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, മലയാളം ബിഗ് ബോസിൻ്റെ അകത്ത് നടന്ന സംഭവങ്ങളും അതുപോലെയായിരുന്നു. അവൻ ഹോസ്പിറ്റലിൽ പോയി 2-3 ദിവസം അവനെ കാണാതിരുന്നിട്ട് പോലും ഇവരാരും അന്വേഷിച്ചില്ല. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരും എന്താ പറയുന്നത്, പക്ഷെ അവരാരും അഭിനയിക്കുവാണ്, ഇഞ്ചുറി ഫേക്ക് ചെയ്യുവാണെന്നുള്ള രീതിയിൽ നമ്മുടെ മലയാളം ഇതിൻ്റെ അകത്ത് ആരും പറഞ്ഞില്ല. അവർ ബോദർ അബൌട്ട് ഇറ്റ് എന്നുള്ള രീതിയിൽ അവിടെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷെ അതൊന്ന് അഭിനയിക്കുകയാണ്. കാര്യം റാണവ് വന്ന സമയത്ത് തന്നെ ഒരു ഒരു പ്രാങ്ക് നടത്തി എന്നുള്ളതിൻ്റെ പേരിൽ ഞാനന്നേരം ഓർത്തു, ഇവനിങ്ങനെ അഭിനയിക്കാൻ മാത്രം അങ്ങനെ അഭിനയ കുലപതിയായിട്ടുള്ള മൊമെന്റ്സ് ഒക്കെ എന്താണ് അവൻ കാഴ്ചവെച്ചത് ഇവരൊക്കെ ഇങ്ങനെ ചിന്തിക്കാനായിട്ടെന്ന് ഞാനിങ്ങനെ ഓർത്തായിരുന്നു. അപ്പോൾ പുള്ളിയുടെ തന്നെ വാക്കുകളിൽ പറഞ്ഞത്, പുള്ളി വന്ന സമയത്ത് ഒരു പ്രാങ്ക് നടത്തി എന്നുള്ളത് കൊണ്ടാണ്. ഒരു പ്രാങ്ക് നടത്തിയെന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഒരു പ്രത്യേകിച്ച് ഒരു ഫിസിക്കൽ ടാസ്ക് നടക്കുന്നു. ഇപ്പൊ അൻഷിത ദീപക്കണ്ണ തലയിൽ ഇടിച്ചു എന്ന് പറഞ്ഞൊരു അഭിനയ മുഹൂർത്തം കാഴ്ചവെച്ചു.
അപ്പോഴും ഇവരൊക്കെ ഓടിക്കൂടിയല്ലോ. മേ ബി റാണവിൻ്റെ ഇൻസിഡൻ്റ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കാം. അല്ലെങ്കിൽ ആ വീട്ടിൽ മറ്റാർക്കെങ്കിലും നടന്നാൽ അതുപോലത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് കിട്ടുമോ എന്നുള്ളത് സംശയമാണ്. റാണവായതുകൊണ്ട് തന്നെ ഓക്കെ അവൻ പ്രാങ്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ അവൻ സെപ്പറേറ്റ് ആയിട്ട് എന്താ പറയുന്നത്, തനിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് അവനൊരു കെയോസ് ഉണ്ടാക്കുന്നു എന്നുണ്ടെങ്കിലും, കെയോഷിഷൽ ലാഡർ എന്ന് നമ്മുടെ പീറ്റർ ബെയിലിഷ് ഗെയിം ഓഫ് ത്രോൺസിൽ പറഞ്ഞതുപോലെ അവൻ അതിൽ വിശ്വസിക്കുന്ന ആളാണ്. ലോർഡ് ബെയിലിഷിന്റെ വാക്കുകളിൽ വിശ്വസിക്കുന്ന ആളാണ്. കെയോസിഷൽ ലാഡർ, അപ്പോൾ കെയോസ് ഉണ്ടാക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോഴത്തേക്കും, എന്നാലും അവനെ അങ്ങനെ ഒരു എന്താ പറയുന്നത്, തനിച്ച് നിർത്തേണ്ട കാര്യമുണ്ടോ? നിങ്ങളുടെ ഒരു സഹ കണ്ടസ്റ്റന്റ് അല്ലേ. അപ്പം അവനെന്തെങ്കിലും ഒരു ഇഞ്ചുറി സംഭവിച്ചു കഴിഞ്ഞാൽ, മഞ്ജരി അതിനെപ്പറ്റി പറയുന്നുണ്ട്. അതായത് ഒരു ഇഞ്ചുറി അവൻ ഫേക്ക് ചെയ്യുകയോ അഭിനയിക്കുകയോ എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ എന്നാലും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അത് പോയി അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് എന്നാണ്. ബട്ട് ഈ പറഞ്ഞ മഞ്ജരി ആണെങ്കിൽ പോലും പോയി ഉടനെ പോയി അറ്റൻഡ് ചെയ്തോ എന്നുള്ളത് ഞാൻ അവിടെ കണ്ടില്ല. ഡയലോഗ് കൊള്ളാൻ പറഞ്ഞു സാറേ എന്ന് പറയുന്ന പോലെയാണ്. എന്നാലും അറ്റ്ലീസ്റ്റ് അത് പറഞ്ഞല്ലോ പുള്ളിക്കാരി. അപ്പം പുള്ളിക്കാരി എന്നും അവൻ അഭിനയിക്കുകയാണെന്നൊന്നും പറഞ്ഞില്ല. അഭിനയിക്കുകയാണെന്ന് പറഞ്ഞ് അഭിനയ കുലപതികൾ, ഒന്ന് സൗന്ദര്യ, മറ്റൊന്ന് നടികർ തിലകം, നടികൈ തിലകം നമ്മുടെ അൻഷിത ആണ്. പിന്നെ വിശാലും അങ്ങനത്തെ ഒരു, വിശാലും അരുണുമാണ് വന്ന് പുള്ളീനെ എടുത്തോണ്ട് നേരെ മെഡിക്കൽ റൂമിലോട്ട് പോയത്. അപ്പോൾ അവർക്ക് അതിന് ഒരു എന്താ പറയുന്നത്, സ്പെഷ്യൽ മെൻഷൻ. കാര്യം നമ്മൾ അരുൺ ഈ പറഞ്ഞ പോലെ കെയോഷിഷ്യൽ ലാഡറിൻ്റെ ആളാണ്. പക്ഷെ എന്നാലും പുള്ളി ആണ് ആദ്യം വന്നിട്ട് അവൻ എന്ത് പറ്റിയെന്ന് നോക്കി. അതിനൊരു പ്രത്യേക കാരണമുണ്ട്. മേ ബി അവർ തമ്മിലുള്ള ഒരു ബോണ്ടിങ്ങിൻ്റെയും കൂടെ ഒരു ഇതുകൊണ്ട് കൂടെ ആയിരിക്കാം. പക്ഷെ എന്നാലും വന്ന് നോക്കി ഒക്കെ ചെയ്ത് കൊണ്ടുപോയല്ലോ. അപ്പം അതിന് മാത്രമല്ല, അരുൺ അങ്ങനെ പറഞ്ഞില്ല അവൻ അഭിനയിക്കുകയാണെന്നോ അങ്ങനത്തെ ഇതൊന്നും പറഞ്ഞില്ല. ഈവൻ നമ്മുടെ വിശാലാണെങ്കിൽ അങ്ങനത്തെ ഒരു സംശയം ചെറുതായിട്ട് പ്രകടിപ്പിക്കുകയും ചെയ്തു. അരുണിൻ്റെ ഇനിയിപ്പോൾ മനസ്സിലുണ്ടായിരുന്നോ നമുക്കറിയാൻ പാടില്ല. മനസ്സിലുണ്ടെങ്കിൽ അത് പുറത്തോട്ട് പറഞ്ഞില്ലല്ലോ. അപ്പോൾ അത് തന്നെ കാര്യം ഒന്ന് ആലോചിക്കും. നമുക്കൊരു റാണവിൻ്റെ അവസ്ഥയൊന്ന് ആലോചിക്കുമ്പോഴത്തേക്കും കുറച്ച് കഷ്ടമാണ്. നമുക്കൊരു ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുന്നു, അപ്പം നമ്മൾ വേദനയിൽ അവിടെ തുടിച്ചുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിൽ, അല്ലെങ്കിൽ അതെല്ലാം കഴിഞ്ഞ് ഡോക്ടറെയും കണ്ട് കയ്യിലൊരു കെട്ടൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞിട്ട് നീ അഭിനയിക്കുകയായിരുന്നു എന്ന് എനിക്ക് തോന്നി എന്നൊക്കെയുള്ള രീതിയിൽ ആൾക്കാർ പറയുമ്പോഴത്തേക്ക് അത് ഭയങ്കര, അവൻ അനുഭവിച്ച വേദനയെക്കാളും കൂടുതൽ വേദന തരുന്ന ഒരു സിറ്റുവേഷനാണ്. അതും പുള്ളിയുടെ അച്ഛൻ്റെ പിറന്നാളും കൂടെ ആയിരുന്നു അന്നേരം. അപ്പം പിറന്നാൾ വിഷൊക്കെ കൊടുത്ത് അവരൊരു ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ഒരു ഒരു ദിവസം കൂടെ ആയിരുന്നു. അന്ന് തന്നെ ഇങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നു. അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന റാണവിൻ്റെ അച്ഛനമ്മമാരുടെ അവസ്ഥ എന്തായിരിക്കും? വീട്ടിലുള്ളവർ നോക്കിക്കോളും, അല്ലെങ്കിൽ ബിഗ് ബോസ് ടീം നോക്കും, വീട്ടിലുള്ളവർ നോക്കിക്കോളും എന്നുള്ള രീതിയിലായിരിക്കുമല്ലോ അവരും അവനെ അകത്ത് വിട്ടിട്ടുണ്ടാവുക. ആ ഒരു പ്രതീക്ഷയിലായിരിക്കുമല്ലോ അവരും കണ്ടുകൊണ്ടിരിക്കുക. അപ്പം അങ്ങനെ പെട്ടെന്നൊരു ഇത് നടക്കുന്നു എന്ന് കാണുമ്പോഴത്തേക്കും അത് അവരിലുണ്ടാക്കുന്ന ഒരു ടെൻഷനും കാര്യങ്ങളും, കൈയൊക്കെ അല്ലേ. അപ്പം ഇപ്പം ലെഗമെൻ്റ് എയർ 3 ആഴ്ചകൾ കൊണ്ട് ശരിയാവുമെന്നാണ് ബിഗ് ബോസ് പറഞ്ഞത്. പക്ഷെ വല്ല ഷോൾഡർ ഡിസ്ലൊക്കേഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അത് പിന്നീട് അത് ഇപ്പം എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ ഹസ്ബൻഡ്, അദ്ദേഹം മീൻപിടുത്തം തൊഴിലായിട്ട് സ്വീകരിച്ച ഒരു മനുഷ്യനായിരുന്നു. അപ്പം അവർ ഈ കരിമീനിനെയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ മുങ്ങിയിട്ടാണ്, അപ്പം കായലിൻ്റെ നടുക്ക് നിർത്തിയിട്ട് വെള്ളത്തിലോട്ട് മുങ്ങിയാണ് ഇവർ മീൻ പിടിച്ചുകൊണ്ടിരുന്നത്. വലയെറിഞ്ഞ് മീൻ പിടിക്കുന്നതിന് പുറമെ ഇങ്ങനെ മുങ്ങി മീൻ പിടിക്കുന്ന ഒരു പരിപാടിയും കൂടെ ഉണ്ട്. അപ്പം അങ്ങനത്തെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അത് ചെയ്തുകൊണ്ടിരുന്നിട്ട് വള്ളത്തിലോട്ട് ഇവർ വെള്ളത്തിൽ നിന്ന് കയറുമ്പോഴത്തേക്ക് കൈ കുത്തിയാണല്ലോ കയറുന്നത്. അപ്പം അങ്ങനെ കുത്തിയപ്പോഴത്തേക്ക് ഒരു തവണ പുള്ളിയുടെ ഒരം ഇറങ്ങിപ്പോയി. അങ്ങനെയാണ് നമ്മൾ പറയുന്നത് ഒരു ലോക്കൽ ലാംഗ്വേജിൽ. അപ്പം ഷോൾഡർ ഇറങ്ങി. ഇറങ്ങിക്കഴിഞ്ഞിട്ട് പുള്ളിക്ക് പിന്നെ ജോലിക്ക് പോകാൻ പറ്റിയില്ല. കാര്യം പിന്നെ അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഡിസ്ലൊക്കേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് വീണ്ടും പെട്ടെന്ന് ഈസിലി ഡിസ്ലൊക്കേറ്റ് ആവും. അപ്പം അങ്ങനെ ഒരു ഇത് നടന്നായിരുന്നു. അപ്പം അതുകൊണ്ട് പിന്നെ പുള്ളി ആ ജോലി അവസാനിപ്പിക്കേണ്ട വന്നു. എന്നാലും വീശാനൊക്കെ പോവും പുള്ളി കായലിൽ. വലയൊക്കെ വീശാൻ പോവും. പക്ഷെ ഈ പറഞ്ഞ പോലെ മുങ്ങിയുള്ള മീൻ പിടുത്തം പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ ആ ജോലി പുള്ളിക്ക് വിടേണ്ട വന്നു.
സോ അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനെ അതൊരു മാത്രമല്ല ഒന്ന് എന്തെങ്കിലും സീരിയസ് ആയിട്ട് പറ്റി അവനത് ലൈഫ് ലോങ് ഇഞ്ചുറി ആയിട്ട് മാറിയിരുന്നെങ്കിലോ, അപ്പം ഇങ്ങനത്തെ ഒരു വാക്കുകളും കൂടെ മനസ്സിലുണ്ടെങ്കിൽ അത് അത് ഇച്ചിരി പെയിൻഫുൾ ആണ്. ബട്ട് അതിൻ്റെ പേരിൽ നമ്മൾ സിമ്പതി വോട്ടുകൾ കൊണ്ട് പുള്ളീനെ ടൈറ്റിൽ വിന്നർ ആക്കാം എന്ന് പറയാൻ പാടില്ല. ഇവിടെ ഈ വീട്ടിലെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ബിഗ് ബോസ് ഹൗസിൽ എപ്പോഴും നടക്കുന്നൊരു സംഭവമാണ്. ഉം, ആരെങ്കിലും ഒരാളെ കോർണർ ചെയ്യുമ്പോൾ ആൾക്കാർ ഓട്ടോമാറ്റിക്കലി അവരെ കൊണ്ടുപോയി തലപ്പത്ത് വെക്കാറുണ്ട്. മേ ബി റാണവിനും ഈ ഒരു സംഭവത്തിന് ശേഷം പുള്ളി അൺഒഫീഷ്യൽ വോട്ടിങ്ങിലൊക്കെ സെക്കൻഡ് പൊസിഷനിലേക്ക് സൗന്ദര്യനെ പിന്നിലാക്കി വന്നിട്ടുണ്ടായിരുന്നു. പറയാൻ പറ്റില്ല പുള്ളീനെ ഇനിയിപ്പം ഫിനാലെ വരെ ആൾക്കാർ എടുത്തുകൊണ്ട് പോകുമോ. ഇവന്മാരൊക്കെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ പുള്ളിനെ പുള്ളിയുടെ പാട്ടിന് തന്നെ വിടുവാണെങ്കിൽ പുള്ളിയുടെ ഗെയിം ആടി പുറത്ത് വരും. പക്ഷേ ഇവന്മാരൊക്കെ കൂടെ ലാസ്റ്റ് പുള്ളീനെ ഫിനാലെ വരെ കൊണ്ടെത്തിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഇങ്ങനത്തെ ട്രീറ്റ്മെന്റ് ആണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതില് சௌந்தர்யாக்கு പറഞ്ഞ வீக்கெண்ட் எபிசோடில் அதை பற்றி கேள்வி கேட்பாருன்னு தான் நான் நினச்சேன். ஆனால் எதுவுமே நடக்கல. அது கொஞ்சம் டிசப்பாயிண்டிங் தான். அது என்னன்னு எனக்கு தெரியல. சௌந்தர்யாவை நிறைய பேர் அந்த விமர்சனத்தை வைக்கிறாங்க. ஏன் விஜய் சேதுபதி வந்து சௌந்தர்யாவை கேள்வி கேட்க மாட்டேங்கிறாரு, இல்லை கேள்வி கேட்டாலும் மற்றவங்கள கேட்குற அளவுக்கு இப்போ அருணுக்கு விஷாலுக்கு எல்லாம் நடந்த மாதிரி இல்ல அந்த அளவுக்கு ஏன் கேள்வி கேட்க மாட்டேங்கிறாரு அப்படின்னு ஒரு கேள்வி வருது. ஆனா அந்த அளவுக்கு கேள்வி கேட்டா அந்த அம்மாவால தாங்க முடியும்னு எனக்கு சுத்தமா நம்பிக்கை இல்லை. என்னன்னா ஒரு வாரம் ஏதோ ஒண்ணு இந்த மாதிரி எந்த வாரம்னு ஞாபகம் இல்லை எனக்கு. ம், தர்ஷிகா எல்லாம் இருந்த அந்த டைம்ல தான் ஏதோ ஒரு வாரம் வந்து கேள்வி கேட்ட உடனே அந்த அம்மா அப்படியே உடைஞ்சு போயிட்டாங்க. எபிசோடுக்கு அப்புறமா இருந்து அழுததெல்லாம் நம்ம பார்த்தோம். ஸோ சௌந்தர்யாவை பொறுத்த வரைக்கும் அவங்களுக்கு கிடைக்கிற அந்த கைத்தட்டல், அதில் உண்மையான கைத்தட்டலை விட கொஞ்சம் ஃபேக்கான கைத்தட்டல் அதிகமாக இருக்குன்னு நம்ம எல்லாம் பார்த்துட்டு இருக்கோம். ஏன்னா இப்போ உண்மையான கைத்தட்டல்னா நமக்கு பிடிச்ச ஒரு ஆளை பற்றி பேசும்போது, பிடிச்சவங்கள பற்றி நல்லது பேசும்போது தான் நாம் கைத்தட்டுவோம் இல்லையா? ஆனால் சௌந்தர்யாவுக்கு கைத்தட்டுறவங்க ரொம்ப டிஃப்ரெண்ட். சௌந்தர்யாவே யாராவது கழுவி கழுவி ஹோஸ்டே கழுவி கழுவி ஊற்றினாலும் இவங்க கை தட்டிட்டு இருப்பாங்க. அது என்னடா என்னடா பண்ணிட்டு இருக்கீங்கன்னு எனக்கு சுத்தமா புரியல. குடுக்குற காசுக்கு மேல கூவுறான்டா இவன் அப்படின்னு சொல்ற மாரி இருக்கு. அது ஏன் இந்த மாரி பிபி டீம் பண்றாங்கன்னு நான் நினைக்கிறேன்னா, அது வந்து இப்போ சௌந்தர்யாவுக்கு வந்து அந்த கைத்தட்டல் தான் அவங்களோட பூஸ்ட் இல்லையா? பூஸ்ட் எனர்ஜி. ஏன்னா, நெறைய கைத்தட்டல் வர்றதுனால தான் அவங்க இந்த மாரி எல்லாம் ஆட்டிட்யூடும் ரொம்ப சேஞ்ச் ஆயி, இப்போ கடந்த சில வாரங்களா அவங்கள அ புடிச்சவங்களுக்கு கூட புடிக்காம போற விதத்துல அவங்களோட நிஜ உண்மையான அந்த அந்த நேச்சர் அது வெளிய வருது. அது வெளிய வரும்போது, அவங்க இன்னும் எக்ஸ்போஸ் ஆகுறாங்க இல்லையா? ஸோ பிபி டீம் வந்து இப்போ விஜய் சேதுபதி ஆகட்டும், அப்படியே தட்டி குடுக்குறாங்கன்னு தான் நான் நெனைக்கிறேன். இன்னும் கொஞ்சம் எக்ஸ்போஸ் ஆகட்டும். அப்போ அதனால தான் அவங்கள வச்சு கிழின்னு கிழிச்சு, அவங்க கேம மாத்த விடாம, இந்த மாரி நாம என்ன செஞ்சாலும் கைத்தட்டல் வருது. அப்படியே நம்மளுக்கு டைட்டிலும் தூக்கி குடுத்துருவாங்க போல இருக்கு. அந்த மாரி அவங்கள நெனைக்க வச்சு, அவங்கள வச்சு பிபி ஒரு கேம் ஆடுறாருன்னு தான் நான் நெனைக்கிறேன். வரும் வாரங்கள்ல நெறைய எக்ஸ்போஸ் ஆவாங்க. அதுக்காக தான் இந்த மாரி. இப்போ மத்தவங்களெல்லாம் பார்த்தீங்கன்னா, கரெக்ட்டான இப்போ முத்துக்குமரனுக்கு வந்த அந்த மாரி, அவன் நல்லா பண்ணாலும் அவனுக்கு அந்த மாரி சப்போர்ட் கிடைக்காது, கிடைக்க மாட்டேங்குது. அ அப்படின்னு சொல்றாங்க இல்லையா? நான் அத எப்படி பார்க்குறேன்னா, கரெக்ட்டான அ ஒரு இப்போ அதிகமா நமக்கு கைத்தட்டலும், பாராட்டலும் வரும்போது, எப்பவுமே நாம தன்னிலைய மறந்து, கொஞ்சம் ஹெட் வெயிட் போட்டு நம்ம ஆட்டிட்யூடே சேஞ்ச் ஆவறதுக்கான வாய்ப்பு இருக்கு. அ அதனால கொஞ்சம் கொஞ்சம் மட்டம் தட்டி, அப்படியே கொஞ்சம் கீழ இறக்க வச்சு, எப்பவுமே நம்ம கீப்பிங் ஆன் யுவர் டோஸ் அப்படின்னு சொல்லுவாங்க இல்லையா? கீப் யூ ஆன் யுவர் டோஸ். அந்த மாரி. எப்பவுமே கொஞ்சம் ஜாக்கிரதையா இருக்கணும். இந்த பாராட்டு இப்ப வந்தாலும், நாளைக்கு ஒரு
ஆக்ட் பண்ணா இதெல்லாம் அப்படியே திரும்புறதுக்கு வாய்ப்பு இருக்கு. அந்த மாரி அவங்களுக்கு நினைவூட்டிட்டே இருக்காங்கன்னு நான் நெனைக்கிறேன். ஆனா சௌந்தர்யாக்கு அந்த மாரி பண்ண மாட்டாங்க பாருங்க. பண்ண மாட்டாங்க. ஏன்னா, அந்த மாரி பண்ணா அவங்க உஷாராயி கேம் മാറ്റി "அப்படியே என்ன പെരുസാ ഗെയിം മാറ്റ പോവുത്" அப்படின்னு അല്ലെങ്കിൽ എന്താ ചെയ്യുന്നേന്നുള്ളത് ഒരു വെറും റിയാക്ഷൻസ് മാത്രം ഇട്ടോണ്ടാണ് പുള്ളിക്കാരി പിടിച്ച് നിക്കുന്നതെന്നൊക്കെ പറയുന്നത്. എനിക്ക് അങ്ങനത്തെ ഒരു അഭിപ്രായം ഇല്ല. കാര്യം പുള്ളിക്കാരി ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പം മറ്റേ എന്താ പറയുന്നേ, വേഴ്സ്റ്റ് പെർഫോമറൊക്കെ ആയിട്ട് വന്ന ഒരാഴ്ച ബിഗ് ബോസ് റോസ്റ്റൊക്കെ നടന്നപ്പം തിരിച്ച് അവന്മാരെ എല്ലാം നിർത്തിയിട്ട് റോസ്റ്റ് ചെയ്തതാണ്. അങ്ങനത്തെ ചില സ്പോണ്ടേനിയസ് ആയിട്ടുള്ള കുറച്ച് പ്രത്യേകിച്ച് ഗെയിം പ്ലാനും അങ്ങനെയൊന്നുമില്ല. ഇപ്പം മുത്തുക്കുമരനൊക്കെ പോലെ എന്താ പറയുക 24 മണിക്കൂറും ഗെയിമിനെ കുറിച്ച് ചിന്തിക്കുന്നൊന്നുമല്ല. വരുന്ന വഴിക്ക് ഒരു ഫ്ലോയിൽ എന്തെങ്കിലും അടിച്ചു വിടുക എന്നുള്ളതാണ്. അപ്പം അത് ചിലപ്പോൾ ക്ലിക്കാവും, പക്ഷെ ഒരു 90% നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും. പുള്ളിക്കാരിയുടെ അത് എനിക്ക് ഇതാണ് ഇപ്പോൾ ഒരാൾ നമ്മൾ സൗണ്ടിൻ്റെ പേരിൽ ബുള്ളി ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് സൗണ്ട് തന്നെ പറയുന്നത്. അങ്ങനെ ബുള്ളി ചെയ്യപ്പെട്ടിട്ടുള്ള ഒരാൾ തന്നെ മറ്റൊരു മികച്ച ബുള്ളിയായി മാറുന്ന സിറ്റുവേഷൻസ് നമ്മൾ പലപ്പോഴായിട്ട് കാണുന്നു. അപ്പം അതൊക്കെ കാണുമ്പോഴത്തേക്ക് അവരുടെ ആ ക്യൂട്ട്നെസ്സിന് പുറമെ ഒന്നാലോചിക്കും, സൗന്ദര്യമാണേലും അൻഷിതയാണേലും അങ്ങനെ തന്നെ. അൻഷിത ഭയങ്കര സ്നേഹത്തോടെ പെരുമാറുമ്പോൾ ഭയങ്കര സൂപ്പറാണ്. ഓ, ഇത്രയും സ്നേഹമുള്ള ഒരാൾ നമുക്കും ഉണ്ടായിരുന്നെങ്കിൽ, നമ്മുടെയും ഫ്രണ്ടായിട്ട് ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് എനിക്ക് വരെ തോന്നിയിട്ടുണ്ട്. അതുപോലെ സ്നേഹം പ്രകടിപ്പിക്കുന്നു. പക്ഷേ ഈ അല്ല എന്നുള്ള ഒരു മുഖമുണ്ടല്ലോ, അത് അതിഭയാനകമായിട്ടുള്ളൊരു മുഖമാണ്. അങ്ങനെയുള്ളപ്പോൾ ദൈവമേ, ഇവളെൻ്റെ ഫ്രണ്ടെന്നല്ല, ഇവളെൻ്റെ ഏഴയലത്തുണ്ടാവില്ല എന്ന് നമുക്ക് തോന്നുന്ന രീതിയിൽ പറഞ്ഞു തന്നെ പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ട് ഭയങ്കര എന്താ പറയുന്ന ഒരു വെഞ്ചൻസ് വെച്ചുകൊണ്ടുള്ള ഒരു ഒരു പെരുമാറ്റമൊക്കെ കാണുമ്പോഴത്തേക്ക് സഹിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് ഈ സൗന്ദര്യം. സൗന്ദര്യം എനിക്കിപ്പം ഈ ഒരു കുറച്ച് ഇതായിട്ട് കാണിക്കുന്ന ഒരു ഫേസ് ഉണ്ടല്ലോ പുള്ളിക്കാരിയുടെ, അത് ഭയങ്കര അത് കാണുമ്പോഴത്തേക്ക് ഒരുമാതിരി ബുദ്ധിമുട്ടാണ് നമുക്ക്. പ്രത്യേകിച്ച് ആ മഞ്ചേരീനെയൊക്കെ മോക്ക് ചെയ്ത രീതിയാണെങ്കിലും, ഇപ്പം റാണവ് അവൻ അഭിനയിക്കുകയാണ്. ഇപ്പം ഇതിൽ കൂടുതൽ എന്ത് പ്രൂഫാണ് നിങ്ങൾക്ക് വേണ്ടത്? ഇനിയിപ്പോൾ ബിഗ് ബോസ് തന്നെ അവൻ്റെ എക്സ്റേ എടുത്ത് പ്ലാസ്മ ടി വിയിൽ ഡിസ്പ്ലേ ചെയ്യണമായിരുന്നു. അത് കണ്ടാൽ അവൻ്റെ എക്സ്റേ ആണെന്ന് സംശയിക്കുമെന്ന് തോന്നുന്നു. എന്തിനാണ് അതിന് മാത്രം സംശയിക്കുന്നത്? അവൻ അതിന് മുമ്പ് ഇഞ്ചുറി ഫേക്ക് ചെയ്തിട്ട് ഒരു തവണ അല്ല അതല്ലേ ചെയ്തിട്ടുള്ളൂ. അവനിങ്ങനെ 24 ഏത് ടാസ്ക് വന്നാലും അവൻ അങ്ങനെ ഉടനെ ഇഞ്ചുറി ആയ പോലെ അഭിനയിച്ച് ഒന്നും ചെയ്യാറില്ല. അങ്ങനെയാണെങ്കിലും അതേ കാര്യം തന്നെയല്ലേ ഈ നമ്മുടെ നടികൈ തിലകം അൻഷിതയും കാണിച്ചത്. വയറുവേദന എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് ലോക്ക് റിലീസ് ചെയ്യിപ്പിച്ച് മൂലയ്ക്ക് പോയിരുന്നിട്ട് പിന്നെ തിരിച്ചു വന്ന് അത് അൺഫെയർ ആയിട്ടുള്ള ഒരു ഒരു പരിപാടിയല്ലേ. അപ്പം നിങ്ങൾ ചോദിക്കും, ഗ്രൂപ്പായിട്ട് കളിക്കുന്നത്, ഒരു ഗ്രൂപ്പിനെതിരെ 6 പേര് ചേർന്ന്, 3 പേർക്കെതിരെ 6 പേര് ചേർന്ന് കളിക്കുന്നത് അൺഫെയർ അല്ലേ? ഫസ്റ്റ് ദിവസം വിശാലും അരുണൊക്കെയാണ് ആ ഗെയിം സ്റ്റാർട്ട് ചെയ്ത് വെച്ചത് തന്നെ. അത് അന്നേരം മഞ്ചരിയും റാണവും മാത്രമേ ഉള്ളൂ. ഓക്കെ, റാണവ് ഇത് എന്താ പറയുന്നത്, ഹൈറ്റ് ഉണ്ട്, കുറച്ച് ഇതുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ബല്ലാൽ ദേവനോ ബാഹുബലിയോ ഒന്നും അല്ലല്ലോ 50 പേരെ 100 പേരെയൊക്കെ പിടിച്ചു നിർത്താനായിട്ട്. ഇത്രയും പേര് ഇവന്മാരും തടിമാടന്മാര് തന്നെയല്ലേ, അരുണും വിശാലും ഒക്കെ. ഇത് ജെഫ്രി അങ്ങനെ മെലിഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ അവൻ എന്താ പറയാ, അവൻ അവൻ അതും ചോദിച്ചില്ല. അതും ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ്. കാര്യം അവൻ ഫിസിക്കൽ ടാസ്ക് എന്ന് വരുമ്പോഴത്തേക്ക് കുറച്ച് റഫായിട്ടാണ് അവൻ കളിക്കുന്നത്. പക്ഷെ മറ്റുള്ളവർ, ആ വീട്ടിലുള്ളവരെ നമ്മൾ എന്താ പറയുന്നത്, പ്രശംസിച്ചേ മതിയാവുള്ളൂ. കാരണം അവർ ഇവൻ ചെറിയ പയ്യനാണ്, ഇഞ്ചുറി ആവണ്ട എന്നുള്ള രീതിയിൽ അവൻ റഫായിട്ട് കളിച്ചാൽ അവൻ അതുപോലെ തിരിച്ച് റഫ് ആവാതെയാണ്. അവർ തിരിച്ച് റഫായി കഴിഞ്ഞാൽ പിന്നെ ഇവൻ ബാക്കി ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിൽ അവർ ശ്രദ്ധിച്ചാണ് അവർ കളിക്കുന്നത്. പക്ഷെ ഇവൻ ആ ഒരു ശ്രദ്ധയില്ല. കാര്യം അത് നമ്മൾ മുമ്പും കണ്ടിട്ടുണ്ട്. ഡോൾ ടാസ്കിന് വെച്ചിട്ട് റാണവൻ്റെ മൂക്കിടിച്ച് പരത്തിയതാണെങ്കിലും അവൻ്റെ കൈമുട്ട് കൊണ്ട്, എന്നിട്ട് ഞാൻ എൽബോ ചെയ്തില്ല. കണ്ട ആ സിറ്റുവേഷൻ ആണെങ്കിലും നീ എൽബോ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കുറുമ്പട ഇട്ട് അന്നേ ഞാൻ പറഞ്ഞു, അത് കുറുമ്പട ഇട്ട് കാണിക്കുമായിരുന്നെങ്കിൽ അവനും അത് കറക്റ്റായിട്ട് കണ്ടേനെ. അവൻ അതിനെ ന്യായീകരിക്കാൻ നിൽക്കില്ല. ഈ 75 നാളായിട്ട് ഇവന്മാർ എന്താണ് ഇതിൻ്റെ അകത്ത് തന്നെ കുറുമ്പട ഇടാനുള്ള എന്തോരം സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഈ ഒന്നാമത് ഇത് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ കൂട്ടമായിട്ട് കളിക്കുന്ന ഫിസിക്കൽ ടാസ്ക് വരുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷനാണ്. അതൊക്കെ വരുമ്പോഴത്തേക്ക് തന്നെ എനിക്ക് ടെൻഷനാണ്. കാര്യം ഇത് കറക്റ്റായിട്ട് നോട്ട് ചെയ്യണമല്ലോ.
എന്താ ആരാരുടെ മണ്ടയിലാ കിടക്കുന്നേ? എന്തുവാ നടക്കുന്നേ? എന്നുള്ളത് തന്നെ നമുക്കൊരു കൺഫ്യൂഷൻ വരും. പിന്നെ അതിന്ന് വീണ്ടും ഒന്നൂടെ കാണേണ്ടി വരും. അപ്പൊ അങ്ങനെ നമുക്ക് തന്നെ കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോഴത്തേക്കും അകത്തുള്ളവർക്കും എന്താ നടന്നിട്ടുണ്ടാവുമെന്ന് കൃത്യമായിട്ട് അവർക്കും പറയാൻ പറ്റില്ല. ഓരോരുത്തർക്കും ഓരോരോ വേർഷൻ കാണും. ഞാൻ കാല് അവളുടെ കഴുത്തിന്റെ മണ്ടേ വെച്ചില്ലെന്ന് പറയും. അവളുടെ മേലെ കയറി ഇരുന്നില്ല. ഞാൻ പവിത്രയുടെ മേലാ കിടന്നിരുന്നേ. പവിത്രയുടെ മേലെ. പവിത്ര ആരുടെ മണ്ടയിലാ കിടന്നിരുന്നേ? ജാക്കുലിന്റെ മണ്ടയില്. അപ്പൊ നീ ജാക്കുലിന്റെ മണ്ടയിലല്ലേ കിടക്കുന്നത്? ഏയ് ഞാൻ പവിത്രയുടെ മണ്ടയിലാ കിടന്നത്. പവിത്രയുടെ അടിയിലാരാ? ജാക്കുലിൻ. ഓ ശരി എന്താ. അതാ ഞാൻ പറഞ്ഞേ ഇതൊക്കെ ഒന്ന് അവർക്കൊന്ന് കുറുമ്പടയിട്ട് കാണിച്ചു കൊടുത്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ദീപക്കണ്ണയുടെ കല്ല് തലേ കൊണ്ടത്. അതൊക്കെ എന്ത് കോമഡി. അതൊക്കെ ഒന്നിട്ട് കാണിച്ചിരുന്നെങ്കിൽ അൻഷിതയുടെ ആ ഒരു മുഖം മൂടി അങ്ങ് വലിച്ച് കീറി ഭിത്തിയിൽ ഒട്ടിക്കായിരുന്നു. പക്ഷെ അതൊന്നും ചെയ്തില്ല. ഇനിയിപ്പോ ഞാൻ ഓർത്ത് ഇനിയിപ്പോ അൻഷിതാനം പറഞ്ഞു വിടാനുള്ള വല്ല പരിപാടിയാണ്. അതുകൊണ്ടാണ് കുറുമ്പടം കാണിക്കാഞ്ഞെന്ന് ഒരു നിമിഷം ആലോചിച്ചായിരുന്നു. പക്ഷെ അങ്ങനെ ഞാൻ ഒരു ഒരു തിയറി വെച്ചിട്ടുണ്ടായിരുന്നു. അൻഷിതയും രഞ്ജിത്തും ഒരുമിച്ചാ പോകുന്നതെങ്കിൽ ഡബിൾ എവിക്ഷൻ ആയിരുന്നുണ്ട് ഇത്രയും നാള്. പക്ഷെ അങ്ങനെ ഉണ്ടായില്ല. അപ്പം അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ വിജയ് ടി വി പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ്. വിജയ് ടി വി പ്രോഡക്റ്റ് തന്നെയല്ലേ? ആ അതെ, സീരിയലിലൊക്കെ അഭിനയിക്കുന്നുണ്ട്. ഇപ്പൊ ജാക്ലിനെ നടികൈ നടികൈ എന്ന് പറഞ്ഞിട്ട് അതും റെഡ് കാർപ്പറ്റ് പുള്ളിക്കാരിക്ക് കിട്ടിയപ്പം അതൊരു എന്താ പറയുന്നത്, ഒരു സ്പെഷ്യൽ ഓണർ ആണല്ലോ. പക്ഷെ അത് കിട്ടിയപ്പോൾ പോലും പുള്ളിക്കാരിക്ക് തന്നെ ഇപ്പോൾ ഓൾറെഡി അകത്തൊരാൾ നടികൈ നടികൈ എന്ന് വെച്ച് പറയുന്നു, ബ്രാൻഡ് ചെയ്യുന്നു. അതിനു പുറമെ ബിഗ് ബോസും കൂടെ ചേർന്ന് അതും ഫസ്റ്റ് സീസണിലെ ജൂലിയും റെഡ് കാർപ്പറ്റും തമ്മിലുള്ള ആ ഒരു ബന്ധം അങ്ങനെ പെട്ടെന്ന് അങ്ങനെ മറന്നു പോകാൻ സാധ്യതയില്ല. അപ്പൊ അത് വെച്ചിട്ട് ആണ് ജാക്വിലിൻ ആ ഒരു മൊമെന്റില് കുറച്ച് ഇതായത്. അതും ക്യാമറയുടെ മുമ്പിൽ ഇരുന്ന് കരഞ്ഞാണ് അഭിനയിച്ചതാണെന്നൊക്കെ പറയുന്ന ഒരു കൂട്ടരുണ്ട്. ആയിക്കോട്ടെ. പക്ഷെ അങ്ങനെ ഞാനത് മനസ്സിലാക്കിയത് ഇതുകൊണ്ടും കൂടെയാണ് എന്നുള്ളതാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ബിഗ് ബോസിന്റെ അകത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ട്രൂലി നമുക്ക് ഇമോഷൻസ് വന്നാൽ പോലും അതും ആൾക്കാർ സംശയിക്കാം. ജാക്വലിൻ ഇതിനു മുമ്പ് ഫേക്കായിട്ട് ചില പരിപാടികളൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയില്ല. കാര്യം ചില ഇതൊക്കെ അത് ചിലതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് അഭിനയമാണ് എന്നുള്ളത്. അതിപ്പം അവിടെ നമ്മുടെ സൗന്ദര്യമാണെങ്കിലും അങ്ങനത്തെ ചില പെർഫോമൻസ്, ചില കരച്ചിലൊക്കെ കാണുമ്പോഴത്തേക്ക് ഇത് നമുക്കറിയാം. അങ്ങനെ ഇപ്പൊ ഇവര് വീക്കെൻഡ് എപ്പിസോഡിനകത്ത് അറ്റൻഷൻ സീക്കിങ് ആരാണ് എന്ന് ചോദിച്ചപ്പോൾ പലരും ജാക്വിലിന്റെ പേരാണ് പറഞ്ഞത്. കാര്യം എന്ത് പ്രശ്നം ഉണ്ടായാലും ജാക്വിലിൻ അവിടെ ഇടപെടും എന്നുള്ളത്. റാണവിനെ തന്നെ പറഞ്ഞു. അതൊരു കണക്കിന് ശരിയാണ്. കാര്യം അറ്റൻഷൻ സീക്കിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ അതിൽ ഇടപെട്ടാൽ അറ്റൻഷൻ സീക്കിംഗ് എന്ന് പറയാൻ പറ്റില്ല. പ്രശ്നങ്ങൾ ഉണ്ടാക്കി അറ്റൻഷൻ സീക്ക് ചെയ്യുന്ന ചിലരുണ്ട്. ഇപ്പൊ അരുൺ ടാസ്കിന്റെ ഒക്കെ ഇടയിൽ ചെയ്യുന്നത് അതാണ്. അപ്പൊ അരുണിന്റെ പേര് കൃത്യമായിട്ട് പറയാം. നമ്മുടെ അൻഷിത അറ്റൻഷൻ സീക്കിങ്ങിന്റെ ആളാണ്. കാര്യം എന്തെങ്കിലും ഒരു ടാസ്ക് ഉണ്ടെങ്കിൽ അവിടെ ഒരു പെർഫോമൻസ് പുള്ളിക്കാരി കാഴ്ചവെക്കാറുണ്ട്. എന്നെ വെളിയിൽ വിട് ബിഗ് ബോസ്, എന്നെ വെളിയിൽ വിട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരഞ്ഞ് തളർന്ന് പോകുന്ന അത് അറ്റൻഷൻ സീക്കിങ് പരിപാടിയാണ്. അപ്പം അത് ഒന്നും അറിയാതെ ജാക്വിലിന്റെ പേര് പറഞ്ഞതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. ഈ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് പ്രശ്നത്തിൽ ഇടപെടാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ രഞ്ജിത്ത് സാറിനെ പോലെയുള്ള ഇതായിട്ട് മാറും. കാരണം രഞ്ജിത്തിന് പറയുന്നത് എന്താണ്, പുള്ളി ക്യാപ്റ്റൻ ആയിരുന്നപ്പോൾ പോലും ഒരു പ്രശ്നത്തിലും ഇടപെടാതെ ഇരുന്ന് പക്ഷേ രഞ്ജിത്ത് ശരിക്കും വിന്നർ ആണെന്ന് പറയേണ്ടി വരും കേട്ടോ. കാര്യം പുള്ളി ആദ്യം വന്നപ്പോൾ തൊട്ട് ഈ 75 ദിവസം ഒരാളെ കൊണ്ട് അഭിനയിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഭിനയ കുലപതിയായിട്ട് പുള്ളി മാറിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്കൊക്കെ ചെറുതായിട്ട് പുള്ളിയുടെ ഉള്ളിലെ ആ ഒരു റിയൽ ഇത് വരാൻ കാര്യം പുള്ളിക്ക് പുറത്തുള്ള ഒരു നെഗറ്റിവിറ്റി മാറ്റാൻ വേണ്ടിയാണ് പുള്ളി അകത്ത് വന്നത്. അകത്ത് വന്നിട്ട് പുള്ളി നെഗറ്റിവിറ്റി ഒന്നും നേടാതെ തന്നെ ഓക്കെ ഒരു പ്ലെയർ ആയിട്ട് കളിച്ചില്ല, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നുള്ള അല്ലാണ്ട് അതൊരു വലിയ പരാതിയൊന്നും അല്ലല്ലോ. അതല്ലാതെ പുള്ളി പ്രത്യേകിച്ച് ഒന്നും ഇതായില്ല. പക്ഷെ അൻഷിത ഇതുപോലെ തന്നെ പുറത്ത് ഒരു ചീത്തപ്പേരുണ്ടായി അകത്ത് വന്നത് മാറ്റാൻ വേണ്ടി വന്നതാണ്. പക്ഷെ അകത്ത് വന്നപ്പോൾ അതിനേക്കാളും വലിയ പുറത്തെ കാര്യങ്ങളൊക്കെ ശരിയായിരിക്കാം എന്നുള്ള രീതിയിൽ ആൾക്കാരെ ആ ഒരു നിഗമനത്തിലോട്ട് എത്തുന്ന രീതിയിലേക്കാണ് പുള്ളിക്കാരി കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ബട്ട് അതൊരു ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ആയിട്ട് ഞാൻ കാണുന്നുണ്ട് കേട്ടോ. കാര്യം ഇപ്പം ആദ്യത്തെ ആഴ്ചയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അൻഷിതയെ ഒന്നും കാണാൻ പോലും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ അൻഷിത അങ്ങനെ അല്ലല്ലോ, നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുമല്ലേ. അപ്പം
ആ രീതിയിൽ നോക്കുവാണെങ്കിൽ അവരുടെയൊക്കെ ഒരു ഗ്രാഫ് ചില ആഴ്ചകളിലൊക്കെ ഒന്ന് താന്നിരിക്കും. പക്ഷെ എന്നാലും മറ്റാഴ്ചകളിലൊക്കെ അങ്ങ് എക്സ്ട്രീം പീക്കിൽ പോകുന്ന രീതിയിലാണ്. ഇപ്പോഴത്തെ അകത്തുള്ള പ്ലേയേഴ്സൊക്കെ കൊള്ളാമെന്നേ ഞാൻ പറയുള്ളൂ. എനിക്കിപ്പോഴും മേ ബി വിശാൽ ഒഴികെ എന്ന് വേണമെങ്കിൽ പറയാം. വിശാലാണ് എൻ്റെ ഒരുപാട് എന്താ പറയുന്നത് കുറച്ച് ഇതൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ പുള്ളി അങ്ങോട്ട് പുറത്ത് വന്ന് കളിക്കുന്നില്ല. അതാണ് പുള്ളിയുടെ ഒരു പ്രശ്നം. ഇപ്പോഴും പുള്ളിയെ ഒരിതിലങ്ങ് ഇപ്പൊ ദീപക്കിനെയൊക്കെ കണ്ടു. ദീപക് ഇടയ്ക്കൊന്നും കാണാനേ ഇല്ലായിരുന്നു. ദീപകിനെ പറ്റി മെൻഷൻ പോലും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ദീപകിന്റെ ഗ്രാഫ് കണ്ടു. ഇപ്പൊ ദീപക് ടോപ്പിലോട്ടാണ് പോകുന്നത്. അപ്പം ബാക്കിയുള്ളവരൊക്കെ ആണെങ്കിലും റാണവ് വന്ന സമയം തൊട്ടേ ഇപ്പൊ വരെ എന്തെങ്കിലുമൊക്കെ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവനെ തനിച്ച് കാണാം നമുക്കല്ലേ. ഇപ്പം ഇപ്പോൾ ഉള്ള ആൾക്കാരൊക്കെ കുഴപ്പമില്ല. ഈ ആഴ്ച ആര് പോകുമെന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. ഇപ്പം മുത്തു, മഞ്ചരി, ദീപക്, ജാക്കുലിൻ ഇവർക്കുള്ളിൽ ഒരു നോമിനേഷൻ ഡിസ്കഷൻ നടന്നു എന്ന് പറയുന്നു. ഞാനത് കണ്ടില്ല. അങ്ങനെ ഇവർ പ്ലാൻ ചെയ്ത അതായത് ഇങ്ങനെ ആരെയാണ് കഴിഞ്ഞ ആഴ്ച നോമിനേറ്റ് ചെയ്തത്, ആരെയായിരിക്കാം നോമിനേറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള രീതിയിലൊരു അത് ബിഗ് ബോസിന്റെ റൂൾസ് പ്രകാരം തെറ്റാണ്. അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. അങ്ങനെ അവർ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം അത് ഞാൻ കണ്ടില്ല. ബട്ട് അത് അങ്ങനെ ചെയ്യാൻ പാടില്ല. അതൊരു മറ്റവര് അതുപോലെ ചെയ്തിട്ടുണ്ടായിരിക്കാം എന്ന് അറിഞ്ഞുകൂടാ. സ്മോക്കിംഗ് റൂമിലൊന്നും ക്യാമറയൊന്നും ഇല്ലല്ലോ. അപ്പം അറ്റ്ലീസ്റ്റ് അവരുടെ സ്മോക്കിംഗ് റൂമിലെ കോൺവെർസേഷൻസ് നമുക്ക് കേൾക്കാൻ പറ്റുന്ന രീതിയിൽ ബിഗ് ബോസ് കാണിക്കേണ്ടതാണ്. കാര്യം ഈ സ്മോക്കിംഗ് റൂം ഒരു ഇൻഫമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ സീസണ് പ്രകാരം. കാര്യം പുറത്ത് വന്ന് നമ്മുടെ ഫാറ്റ്മാൻ രവീന്ദർ പറഞ്ഞത് അതിൻ്റെ അകത്ത് പല ഡിസ്കഷൻസും നടക്കാറുണ്ട്. ബോഡി ഷെയ്മിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് നടന്നിരുന്നു. ഇവരിങ്ങനെയൊക്കെ കാര്യം അവിടെ ക്യാമറ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഹോസ്റ്റിനെ പറ്റിയിട്ടൊക്കെ തന്നെ ഉള്ള കോൺവെർസേഷൻസ് ഒക്കെ നടക്കാറുണ്ട് അതിൻ്റെ അകത്ത് എന്നൊക്കെ പറയാറുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ പൊതുജനം കൂടി അറിയേണ്ടതല്ലേ. നമ്മുടെ സാബുമോൻ്റെ ഒക്കെ സീസണിൻ്റെ അകത്ത് അതിൻ്റെ അകത്തും ക്യാമറ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇനിയിപ്പോൾ അത് കാണുന്ന ആൾക്കാരെ സ്മോക്ക് ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചാലോ എന്നുള്ളത് കൊണ്ടായിരിക്കാം അത് കാണിക്കാത്തത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ അത് കാണിക്കണ്ട. പക്ഷെ അതിൻ്റെ അകത്ത് നടക്കുന്ന കോൺവെർസേഷൻസ് നമ്മളെ കേൾപ്പിക്കുകയാണെങ്കിൽ നന്നായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. പിന്നെ അപ്പം അപ്പം അതിൻ്റെ അകത്ത് ആരൊക്കെയാണ് റാണവിനെ സംശയിച്ചതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും മുത്തുക്കുമരനും അതിൻ്റെ അകത്ത് എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. പുള്ളി പറഞ്ഞത് ആദ്യം ഒന്ന് ഞാൻ സംശയിച്ചു, പിന്നെ അത് റാണവിനോട് തന്നെ പറഞ്ഞു. പക്ഷെ ബാക്കിയുള്ളവരെയൊക്കെ വിടാം. ഈവൻ അൻഷിതയാണെങ്കിൽ പോലും നടിക്കുന്നു എന്ന് പറഞ്ഞെങ്കിലും പുള്ളിക്കാരി പിന്നീട് ഒരു മാപ്പ് അപേക്ഷിച്ചു, എന്തോ ഒരു പേരിനെങ്കിലും. പക്ഷെ സൗന്ദര്യമാണ് ലാസ്റ്റ് മൊമെന്റ് വരെ അവൻ അഭിനയിക്കുകയാണ്. അതായത് ഓരോ തവണയും റാണവനോട് പറയും, നീ ഇതിനു മുമ്പ് ഇവിടെ കാണിച്ചു വെച്ചിട്ടുള്ളതിൻ്റെയൊക്കെ പരിണിത ഫലമായിട്ടാണ്. അതിങ്ങനെ ഓരോ പ്രാവശ്യവും രജിസ്റ്റർ ചെയ്യുമ്പോഴത്തേക്കും അതൊരു എന്താ പറയുന്നേ, അത് ഇച്ചിരി കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇനി ഇതിൽ കൂടുതൽ അവൻ എന്തുവാ കാണിക്കണ്ട? അവൻ എക്സ്റേ എടുത്ത് കാണിക്കണം, അതോ അവൻ ഡോക്ടറെ വിളിച്ചോണ്ട് വരണോ എന്നുള്ള രീതിയിൽ അങ്ങനെ അധികം അത് ഈ വക പ്രവർത്തികളൊക്കെയാണ് സൗന്ദര്യക്ക്. ഇനിയിപ്പം PR ഉണ്ട്, ബേക്കറി മുഴുവൻ പണയം വെച്ചിട്ട് PR കൊടു സൗന്ദര്യം ഇതിനും മാത്രം കോടീശ്വരിയാണെന്നാണോ ഞാൻ വിചാരിക്കുന്നത്. കാര്യം ഇത്രയും വലിയ എന്തോ PR ടീമുണ്ട്, അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ടെന്നൊക്കെ പറയുന്നു. അതിനും മാത്രം കോടീശ്വരിയാണോ? ബേക്കറി എന്ന് പറയുമ്പോൾ ഞാൻ ഓർത്ത ഏതെങ്കിലും ഒരു ചെറിയ ബേക്കറി വല്ലതുമായിരിക്കുന്നു. ഇതിപ്പോ ഒരു ബേക്കറി ഫ്രാഞ്ചൈസി തന്നെ ഉള്ള പോലെയാണ്. ഫ്രാഞ്ചൈസ് തന്നെ ഉള്ള പോലെയാണ് പറയുന്നത്. അതെനിക്ക് അറിഞ്ഞുകൂടാ. എന്തോ ഇന്ത്യയിലും ഏഷ്യയിലെ ഏറ്റവും വലിയ ബേക്കറി ശൃംഖല വല്ലതും ഉണ്ടോ പുള്ളിക്കാരിക്ക്? എനിക്കറിയാൻ പാടില്ല. 24 മണിക്കൂറും ബേക്കറിനെ കുറിച്ച് പറയാനേ പുള്ളിക്കാരിക്കും സമയമുള്ളൂ. അതിൻ്റെ അകത്ത് ഇടയ്ക്കിടയ്ക്ക് പ്രൊമോഷൻ വേറെ ഏതോ ബേക്കറിയുടെ ഇതൊക്കെ എടുത്തിട്ട് ഇതേതോ ഈ ബേക്കറി ഇവർ ഞങ്ങൾക്ക് കോമ്പറ്റീഷനായിട്ട് വരുമോ എന്നൊക്കെ. അതൊക്കെ ഐ ഡോണ്ട് നോ. എനിക്കറിയില്ല. നിങ്ങൾ എന്താണ് സൗന്ദര്യയുടെ ഗെയിമിങ്ങിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം? ഞാൻ പലരും എന്താ പറയുന്നത്, പുള്ളിക്കാരി ഒരു റിയാക്ഷൻ മാത്രമേ ഇടുന്നുള്ളൂ, വെറും റിയാക്ഷൻസ് മാത്രം കൊടുത്തിട്ട് എങ്ങനെയാണ് ഇവളൊക്കെ അകത്ത് നിൽക്കുന്നതെന്ന് പറയാറുണ്ട്. ഈവൻ എൻ്റെ ഫ്രണ്ടായിട്ടുള്ള ജെയിംസ് ബോണ്ട് വരെ ആ കാര്യം എന്നോട് ചോദിക്കാറുണ്ട്.
ഇപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യം പുള്ളിക്കാരി എന്നാലും ചില ഇതൊക്കെ ഉണ്ട് പുള്ളിക്കാരിക്ക്. സ്പോണ്ടേനിയസ് ആയിട്ട് ചില സംഭവങ്ങളൊക്കെ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് ഇപ്പം വിശാലൻ ഈ ജാക്വലിനും സൗന്ദര്യയും തമ്മിൽ ഇപ്പോൾ ഒരു കോൾഡ് വാർ നടക്കുന്നുണ്ട്. കോൾഡ് വാർ അല്ല, അതിപ്പോൾ ഓപ്പൺ വാറിലോട്ട് തന്നെ പോകാൻ പോവാണ്. ആൻഡ് ഇത്രയും നാൾ ജാക്വലിൻ്റെ കൂടെ നിന്നു, ജാക്വലിൻ്റെ ഫ്രണ്ടായിട്ട് നിൽക്കുന്നു. ജാക്വലിൻ്റെ അപ്പനെ പറ്റി പറയുമ്പം എനിക്ക് തോന്നുന്നു ആ ഒരു, പക്ഷെ അത് തന്നെ ഒരുമാതിരി എന്താ പറയുന്നേ, എനിക്കറിയില്ല അങ്ങനെ ചെയ്യാൻ. ഇപ്പം ഫ്രണ്ട്ഷിപ്പിൻ്റെ മൊറാലിറ്റിയിൽ നിന്ന് ആലോചിക്കുകയാണെങ്കിൽ അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. കാര്യം നമ്മൾ ഇത്രയും നാൾ കൂടെ നിന്നിട്ട് ഓരോ സിറ്റുവേഷനിലും നമ്മുടെയും കൂടെ നിന്ന ഒരാളെ ഒരുമാതിരി ബിട്രേ ചെയ്യുന്ന പോലെ ആരെങ്കിലും എന്തെങ്കിലും നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി പറഞ്ഞു എന്നുള്ളതിൻ്റെ പേരിൽ ഉടനെ ആ ഇത് ബന്ധം തന്നെ വേണ്ടെന്ന്, ബന്ധം വേണ്ടെന്നൊക്കെ മാറി നടക്കുകയൊക്കെ ഓക്കെ. പക്ഷെ ഇത് അവരെ പറ്റി പോയിട്ട് അവരുടെ ശത്രുവിൻ്റെ അടുത്ത് പോയിട്ട് വിശാലിൻ്റെ അടുത്ത് പോയിരുന്നിട്ട് പറയാണ് അവൾ അഭിനയിക്കുന്നതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഭയങ്കര ഫേക്ക് ആയിട്ട് കാര്യങ്ങളൊക്കെ പറയുന്ന കേട്ടതൊന്നും സൗന്ദര്യം ഇതൊന്നും ചെയ്തിട്ടില്ലെന്നുള്ളത്. എനിക്ക് ഇങ്ങനത്തെ ഓരോരോ കോമഡികളൊക്കെ കാണുമ്പോൾ നല്ല ചിരി വരാറുണ്ട്. ആരാ പറയുന്നത് എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നും. അപ്പൊ അങ്ങനെ അല്ല, ഈ വീട്ടിൽ ആരെങ്കിലും ഒരാൾ 100% ജെന്യുവിൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. 100% ജെന്യുവിൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം അവര് ഓരോരോ സിറ്റുവേഷൻസിൽ ചില എന്താ പറയുന്നത്, ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യേണ്ടി വരും. അത് ഹൗസിന്റെ ഒരു ഒരു രീതി അങ്ങനെയാണ്. പക്ഷെ അതിന് പുറമെ എക്സ്ട്രാ ആയിട്ട് അഭിനയ മുഹൂർത്തങ്ങൾ കാഴ്ചവെക്കുന്ന ചില ആളുകളുണ്ടല്ലോ. അപ്പൊ ആ ഒരു ഗണത്തിൽ പെടുത്താവുന്ന ഒരാളാണ് നമ്മുടെ സൗന്ദര്യം. ആ സൗന്ദര്യ അതേ ഗണത്തിൽ തന്നെ നമുക്ക് പലപ്പോഴും പെടുത്താവുന്ന ഒരാളാണ് ജാക്വലിൻ. ആ ജാക്വലിനെ പറ്റിയിട്ട് പോയി പറയുന്നു എന്നുള്ളത് നോക്കുമ്പോ അത് ആരാണ് പറയുന്നത്? അഭിനയ കുലപതിയായിട്ടുള്ള വിശാലിന്റെ അടുത്ത്. ഉയ്യോ! നല്ല കോമഡിയായിരുന്നു. അപ്പം ഞാൻ അന്നേരം അതാ പറഞ്ഞത്, ഇങ്ങനെ ചില സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി ചെയ്യാറുണ്ട്. അപ്പം അത് ഈ പുറത്ത് ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു PR ടീമിനെ സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ അകത്ത് നല്ല ഗെയിമും കൂടെ കാഴ്ചവെച്ചിരുന്നെങ്കിൽ സൗന്ദര്യം ഇപ്പം എവിടെ എത്തിയേനെ. അൺഒഫീഷ്യൽ വോട്ടിങ്ങിന് എപ്പോഴും ടോപ്പ് 2-ൽ വരാറുണ്ടായിരുന്നതാണ്. ബട്ട് ഇപ്പം സൗന്ദര്യയുടെ ആൾക്കാർക്കിടയിൽ, മക്കൾക്കിടയിൽ പുള്ളിക്കാരിയുടെ വില കുറച്ച് ഇടിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അത് പുള്ളിക്കാരുടെ കയ്യിലിരിപ്പ് തന്നെ കൊണ്ട് തന്നെയാണ്. ഇപ്പോഴാണ് കൂടുതൽ ആൾക്കാർക്ക് കൂടുതൽ എക്സ്പോസ് ആയി പുള്ളിക്കാരി പുറത്തേക്ക് വരുന്നത്. இன்னும் நிறைய எக்ஸ்போஸ் ஆக வேண்டிய ஒரு ஆள் ஜெஃப்ரின்னு வேணால் சொல்லலாம். அவனோட கேம் வந்து முன்னாடி வாரங்கள்ல எல்லாம் நான் சொல்லிட்டு இருப்பேன், அவன் ஏதோ ஒரு விதத்துல என்ன என்டர்டெயின் பண்றான், ஏதோ ஒன்று பண்ணிட்டே இருக்கான்னு. ஆனா இப்ப பாருங்க, எனக்கு சுத்தமா ஒரு அபிப்பிராயமே இல்லை அவன் மேல. ஏன்னா ஆஹ், நிறைய இடத்துல காட்டுற அந்த ஆட்டிடியூட் வந்து எனக்கு பிடிக்கல. இப்போ போன கேம்ல ஆனாலும் நீ ரஃபா விளையாடிட்டு மற்றவங்கள ட்ரிகர் பண்ற மாதிரி ஆக்ட் பண்றது, அதில் அது அது ஒரு ஒரு நேர்மை இல்லைங்க. அது எனக்கு பிடிக்கல. ஏன்னு எனக்கு தெரியல. ஏன்னா இப்போ மஞ்சரி வந்து அந்த கேள்வி கேட்கும்போது, நீங்க விஷால் கூட சேர்ந்து ஆடலையா அப்படின்ற கேள்வி கேட்கும்போது உங்ககிட்ட பதிலே இல்லை, பதிலே இல்லைன்னு எதை எதையோ திருப்பி மாத்தி மாத்தி பேசிட்டு இருக்கா. ஒரு ஒரு லாஜிக் இல்லை. அது அவங்களுக்கும் புரிஞ்சுது, அதனால அவங்களும் விட்டுட்டாங்க. அதுக்கப்புறமா உங்ககிட்ட பதில் இல்ல. அந்த மாரி ஆட்டிட்யூட் எல்லாம் பார்க்கும்போது, இപ്പം அருணும் விஷாலாகட்டும், அருணுக்கு மஞ்சரியை பிடிக்கவே பிடிக்காது. ஆனா நீங்க பார்த்தீங்கன்னா, எப்ப மஞ்சரியை அட்ரஸ் பண்ணாலும் மேம் அப்படின்னு தான் அவன் சொல்லுவான். மனசுல அந்த மரியாதை இருக்கோ இல்லையோன்னு நமக்கு தெரியாது. இருக்கும்னு நான் நினைக்கிறேன். ஏன்னா, இல்லன்னா நாம அந்த மாரி நம்ம வார்த்தைகள்லயோ ஒரு ஹீட்டட் கான்வர்சேஷன்ல வரும்போது கூட அவன் அந்த மாரி தவறா அவங்கள பேசினது கிடையாது. ஆனா இ இ ஜெஃப்ரி வந்து என்னைக்குமே யாருக்குமே அந்த மரியாதை குடுத்து நான் பார்த்ததில்ல. ரஞ்சித் சாருக்கு வேணா குடுத்துருக்கலாம். ஆனா அவர் கூட அந்த மாரி ஹீட்டட் ஆர்குமெண்ட் எல்லாம் வந்த மாரி தெரியல. ஆனா மத்தவங்கள வச்சு பார்க்கும்போது, இப்ப மஞ்சரி ஆகட்டும், அ முத்து வந்து 20 26 ஏதோ தான். என்ன விட சின்ன பையன் தான். என்ன விட சின்ன பையன்னா உடனே நான் வந்து பெருசுன்னெல்லாம் நினைக்காதீங்க. எனக்கு வந்து 27, அவன் 26. அப்போ அ ஆனாலும் என்ன ஏதோ
இந்த மாரி ஜெஃப்ரியோட சில ஆட்டிட்யூட்ஸ் வந்து எனக்கு அந்த மாரி புடிக்கல. நெறைய பேர் அங்க அ அவனுக்கும் அந்த பிபி ஹவுஸ்க்குள்ள இருக்கிற பொண்ணுங்க கூட அவனுக்கு இருக்கிற அந்த ரிலேஷன்ஷிப் பத்தி எல்லாம் பேசுனாங்க. அவன் சரியா நடந்துக்கல, தப்பா நடந்துக்கிறான். அந்த மாரிலாம் அதுக்குள்ள எல்லாம் நான் போக விரும்பல. அங்க உள்ளார யாருக்காவது ஏதாவது கன்சர்ன் இருந்தா ஆ அட்ரஸ் பண்ணலாமே தவிர, நாம வெளில இருந்து அத பத்தி பேசுறதுல பெரிய பிரயோஜனம் எதுவும் கிடையாது. அவனோட கேம் ஒரு கேமர் அப்படின்ற நிலையில பார்க்கும்போது, இந்த மாரி சில ஆட்டிட்யூட் எனக்கு ரொம்ப புடிக்கல. யாராவது அவன கொஸ்டின் கேட்டா, திருப்பி கேள்வி கேட்டா உடனே அ ஒரு முகம் வெளில வருது பாருங்க. அந்த அந்த முகத்த எனக்கு புடிக்கல. எ நம்ம தம்ப்நெயில்ல நீங்க பார்த்தீங்கன்னா, "நம் ராஜதந்திரங்கள் அனைத்தும் வீணாகி விட்டதே" அப்படின்னு முத்துக்குமரன 23ஆம் புலிகேசி இதோட எடிட் பண்ணி வச்சிருப்பேன். நம்ம அது ஏன்னா, இந்த வாரம் போன வாரத்திலேயே அவரோட நெறைய ஸ்ட்ராட்டஜிஸ் வந்து ஃபெயில் ஆவுறத பார்க்க முடிஞ்சது. இந்த வாரம் வந்து பவித்ராக்காக விட்டு குடுத்தது. அது 100% அவரு விட்டு குடுத்ததா தான் நான் பார்க்குறேன். டிஸ்ட்ராக்ட் ஆன மாரிலாம் எனக்கு தெரியல. ஆனாலும் அவரு வீக்கெண்ட்ல வந்து நடிக்கிறாரு. அத அத மறைக்கிறாரு. நடிக்கிறார்ன்ற வார்த்தைய விட, அவர் அத மறைக்கிறாரு. இப்ப பாருங்க, அது வெளில நாம செஞ்சுட்டோம்னா, அது ஒரு ஒரு நல்ல விஷயம் தான் இல்லையா? இன்னொருத்தருக்காக அவருக்கு ஒரு வாய்ப்பு கிடைக்கணுமேன்றதுக்காக, நமக்கு கிடைச்ச அந்த வாய்ப்ப நாம தவற விடும்போது, அது ஒண்ணும் பெரிய குற்றம் எல்லாம் கிடையாது. ஒரு நல்ல விஷயம் தான். ஆனாலும் பிபிக்குள்ள வரும்போது, அது ஒரு பெரிய குற்றமா மாறுது பாருங்க. இதுல அ இது நம்ம சமூகத்தோட பிரதிபலிப்பு அப்படின்ற பேச்சு வேற. சமூகத்தோட பிரதிபலிப்புன்னு 100% சொல்ல முடியாது. ஏன்னா, செயற்கையா உருவாக்குன சில சிச்சுவேஷன்ஸ் இல்லையா? சமூகத்துல இப்ப நாம ரியல் லைஃப்ல அந்த மாரி பண்ணா, அது ஒண்ணும் எந்த நோக்கத்துல ஒரு விஷயத்த பண்றோம், அதுவும் இருக்கு. இருந்தாலும், அது ஒண்ணும் பெரிய குற்றம் எல்லாம் கிடையாது. ஆனா பிபிக்குள்ள வரும்போது அந்த மாரி விட்டு குடுத்து விளையாட வேண்டிய அவசியம் இல்ல. முத்து பண்ணது நல்லதா இருந்தாலும், அவர் அந்த மாரி பண்ணியிருக்க வேண்டான்னு எனக்கு தோணுச்சு. அது மட்டும் இல்ல, அ எந்த நோக்கத்தோட பண்ணாரோ, அத ஒத்துக்கிட்டு போயிட்டுருக்கலாம். சரிதான். நான் அத விட்டு குடுத்துட்டேன். ஏன்னா, அ 4 வாரமா அவங்க வந்து கேப்டன்சி டாஸ்க்ல வராங்க. அ அவங்களுக்கு ஒரு வாய்ப்பு கிடைக்குமேன்றதுக்காக நான் விட்டு குடுத்துட்டேன். அது வந்து பவித்ராவோட கேம் ஸ்பிரிட் அவங்களே கேம் ஆடி ஜெயிச்சிருக்கலாமேன்னு சொல்லலாம். ஆனாலும் ஜெயிச்சிருக்க வாய்ப்பு கம்மிதான். அப்படின்னு நான் நெனைக்கிறேன். அது பவித்ராவ குறைச்சு மதிப்பிடுறேன் அந்த மாரி சொல்லக்கூடாது. ஏன்னா அவங்களுக்கு இது தொடர்ச்சியா ஒரு நடந்த ஒரு விஷயம். ஸோ அது தப்புதான். முத்து அந்த அர்த்தத்துல பார்க்கும்போது, முத்து பண்ணது அது பண்ணியிருக்க வேணாம். ஆ ஆனா, இதே தான் தீபக் வந்து ரஞ்சித்த கேப்டன் ஆகறதுக்கு பண்ணாரு. நெறைய பேர் இந்த மாரி உள்ள விட்டு குடுத்துட்டு இருக்காங்க. விட்டு குடுத்துருக்காங்க. ஸோ, அத அப்போ எல்லாம் கேள்வி கேட்காத பிபி வந்து, பிக் பாஸ் வந்து அவரே வந்து கோவப்பட்டு, அ இதுல பெரிய காமெடி என்னன்னா, பவித்ரா கிட்ட அவர் கேட்கிறாரு, "நீங்க கன்வின்ஸா பவித்ரா?" அப்படின்னு கேட்கும்போது, அவங்க ஆமான்னு இல்ல பிக் பாஸ்ன்னு சொன்னாங்க. அதுக்கப்புறமா முத்து வந்து அத டிஃபெண்ட் பண்ணி, நான் வந்து அப்ப ஏன் நீங்க 4 வாரன்ற வார்த்தை விட்டதுன்னு பத்தி கேட்கும்போது, அது வந்து நான் என்னைய ஆறுதல் படுத்துறதுக்காக அப்படி சொன்னேன். அப்படின்ற போது அவங்களுக்கு உடனே அது ஹர்ட் ஆச்சு. ஏன்னா, அப்போ நீ என்ன குறைச்சு மதிப்பிடுற? போயும் போய் இவங்க கூட தோத்துட்டு அந்த அர்த்தத்துல அவரு முத்து அத பார்த்தாரு. அந்த மாரி நெனைக்கிறீங்க. அதுக்கு நீங்க ஏன் வருத்தப்படணுங்க? உங்க டேலண்ட்ட எக்ஸிபிட் பண்ண முடியலன்னு அந்த மாரி பவித்ரா வருத்தப்படுறாரா? ஆனா நீங்களே சொன்னீங்க, நீங்க கன்வின்ஸ் இல்ல. அ அவரு உங்களுக்காக விட்டு குடுத்தாங்க அப்படின்னு. உங்க டேலண்ட் மேல உங்களுக்கு அந்த அளவுக்கு நம்பிக்கை இருந்துச்சுன்னா, நீங்க ஏன் அப்படி நெனைக்கணும்? இல்ல நான் கேம் ஆடி தான் ஜெயிச்சேன். அ அவர் இந்த வார்த்தை சொன்னதுனால அப்படி இருக்குன்னு சொல்லிட்டு போயிட வேண்டியதானே! பிக் பாஸ் கேட்கும்போது நீங்களே கன்வின்ஸ் ஆகல. அப்ப அதுக்கப்புறமா நீங்க வந்து இந்த மாரி பேசுறீங்க. ஸோ, அந்த மாரி சில விஷயங்கள் எல்லாம் பார்க்க முடிஞ்சது. ம். பவித்ராவ பொறுத்தவரைக்கும் இந்த பிங்க் டீம்ல இருக்கும்போது அவங்க வந்து கேமுக்குள்ளார ஆனா இந்த கேம்ல நாம
பாராட்டப்பட வேண்டிய சில பேர் வந்து ஒண்ணு முத்து, மஞ்சரி, ஜாக்குலின், தீபக். இவங்க 4 பேருமே வந்து அதுவும் விஷால கூட பாராட்டணும். ஏன்னா, அவர் தான் இந்த டாஸ்க்குக்குள்ள இந்த மாரி ஃபிசிக்கல் இது வருது. அதனால நீங்க இந்த இந்த ரூல்ஸ் அப்ளை பண்ணிக்கோங்க. சேஃபா விளையாடுங்கன்னு சொல்லி, அந்த ரூல்ஸ வடிவமைச்சாரு இல்லையா? ஸோ, அதுக்கு அவர பாராட்ட வேண்டியிருக்கு. இவங்களும் அத கடைசி வரைக்கும் கடைப்புடிச்சாங்க. எவ்ளோ ஹீட்டடான ஆர்குமென்ட் வந்தாலும், அவங்க அத கண்ட்ரோல் பண்ணி அந்த அ இப்போ பிங்க் டீம்ல வந்து ஜெஃப்ரி ஒரு மாரி விளையாடுறான். பவித்ராவும் அவங்கள கடிச்சிருக்காங்க. ஹீட் ஆஃப் த மொமெண்ட்ல பண்ணாங்க அப்படின்னு சொல்றாங்க. இவங்களுக்கும் அதே ஹீட் ஆஃப் த மொமெண்ட்ல தான் இருந்தாங்க. ஆனாலும் இவங்க யாருமே அந்த மாரி வேலைகள் எல்லாம் பண்ணல. ஸோ, அதுக்கு வந்து ஒரு மிகப்பெரிய பாராட்ட அவங்களுக்கு தெரிவிக்க வேண்டியிருக்கு. அது நம்மளோட கடமையும் கூட. அ அன்ஷிதாவும் வந்து கொஞ்சம் என்ன சொல்றது? அது ஃபேர் பிளேன்னுலாம் சொல்ல முடியாது. எனக்கு பிரச்சனை என்னன்னா, நீங்க ஸ்ட்ராட்டஜி போடலாம். ஓகே, இப்போ வயிறு வலிக்குதுன்னு சொல்லிட்டு அங்க போய் ரெஸ்ட் எடுத்துட்டு அப்புறம் வந்தது. அது உங்களோட ஸ்ட்ராட்டஜி. கேமுக்குள்ள அந்த மாரி பண்றதுல தப்பில்ல. ஆனா, அந்த மாரி பண்ணிட்டு நீங்க மத்தவங்கலாம் வந்து நடிகை, நடிக்கிறா, பிபி ஹிஸ்டரியில பெரிய நடிகை, அந்த மாரி வார்த்தைகள் விடும்போது தான் அது தவறா மாறுது. அந்த ஸ்ட்ராட்டஜி பண்றதுல தப்பில்ல. ஓகே, கேமுக்குள்ளார அந்த ஸ்ட்ராட்டஜி நீங்க அப்ளை பண்ணீங்களா? ஓகே. ஆனா, அது கண்டுபிடிக்கப்படும். அவங்களும் அதுக்கு கவுண்டரா ஏதோ ஒண்ணு பண்ணிட்டு போவாங்க. ஸோ, அது வந்து பேலன்ஸ்ட் ஆயிடும். ஆனா, இந்த மாரி விஷயங்கள் தான். இந்த வார்த்தைகள் விடுறது தான் தவறா இருக்கு. நீங்களே அப்படி பண்ணிட்டு, மத்தவங்கலாம் அப்படி பண்றாங்கன்னு, நீங்க பண்றதெல்லாம் மத்தவங்க பண்றாங்கன்னு சொல்றது, அது அதுல எனக்கு உடன்பாடு இல்ல. ஈவன் அருண கூட பார்த்தாலும் அப்படிதான். அவரும் வந்து முதல்ல வந்து இந்த டாஸ்க்க ரொம்ப ஆக்ரோஷமா, அக்ரெசிவா விளையாடுனது வந்து அருணும், விஷாலும் எல்லாம் தான். அப்படியே போய் மஞ்சரி அவங்க இதுல இருந்து கட்டை உருவுறது, அந்த மாரி எல்லாம் பண்ணிட்டு ஹார்ஷா விளையாடிட்டு அப்புறம் அவங்களே வந்து ராணுவ வந்து அத அ நீங்க எங்ககிட்ட இருந்து கட்டைகள் எடுத்துட்டு போறீங்களா? அந்த கட்டைகள நான் மீட்டுட்டு வரேன்னு தான் அவர் அங்க போனாரு. அப்ப என்ன சொன்னாங்க? அவன் என்ன அடிக்க வர்றான்னு. ஏன்யா அந்த ஏய் பச்சை பொய் பேசுற? ஏன்டா இப்படி பச்சை பொய் பேசுறேன்னு. அப்படிதான் எனக்கும் தோணுச்சு. அவன் அடிக்க வரானா? நீங்க போம்போது மட்டும் அது அடிக்க போலையா? என்னய்யா இப்படியெல்லாம் சொல்றீங்க? எனக்கு ஒண்ணுமே புரியலையா? அப்படின்ற மாரி இருந்துச்சு. ஸோ, அருண் அருணும், அன்ஷிதாவும் வாசுவும், சரவணனும் ஒண்ணா படிச்சவங்க அந்த மாரி சொல்ற மாரி அருணும், அன்ஷிதாவும் வெவ்வேறு இல்லடா. ஒண்ணுதான். ஒண்ணு ஃபீமேல் வெர்ஷன், மற்றொன்னு மேல் வெர்ஷன் அந்த மாரி. அ எ அப் அந்த அளவுக்கு எல்லாம் எஸ் அதான் நான் சொல்றேன். இப்போ உங்களோட ஸ்ட்ராட்டஜி எல்லாமே ஓகே தான். ஆனா, நீங்க பண்றத மத்தவங்க பண்ற மாரி சொல்ற அந்த டேலண்ட் இருக்கு இல்லையா? அத வந்து கண்டிப்பா அப்ரிஷியேட் பண்ணணும். ஏதோ அவரு சொன்னாரு. அப்புறமா பிசிக்கல் அந்த மாரி போக வேணாம். ஆனாலும் நமக்கு தெரியாம போன ஒரு விஷயத்த விஜய் சேதுபதி வீக்கெண்ட்ல வரும்போது போட்டு உடைச்சாரு பாருங்க. அவரு வந்தப்போ சொன்னாரு. அது என்னன்னா, அருணுக்கு வந்து முட்டியில அடிபட்டதா சொல்லி டாக்டர பார்க்க உள்ள போனாரு இல்லையா? அவர் அந்த மாரி அது வந்து எ நான் நினைக்கிறேன் இந்த அன்ஷிதா, தீபக்கோட கல்லு தலையில பட்டு அந்த மொமெண்ட்ல ஏதோ தான் நடந்துருச்சுன்னு நினைக்கிறேன். அந்த மொமெண்ட்லயே இல்ல மஞ்சரி, அன்ஷிதா கூட பிரச்சனை போயிட்டு இருக்கும்போது நடந்தது. அந்த அந்த மாரி ஏதோ மத்தவங்க கான்சன்ட்ரேஷன் பூரா ஒரு சைடுல இருக்கும்போது தான் அருண் இந்த மாரி ஏதோ முட்டியில அடிபட்ட மாரி விழுறத பார்த்தேன் நானு. அது பார்க்கும்போதே நான் நெனச்சேன். இதுல ஏதோ சரியில்லையே! ஒருவேள நம்ம மைண்ட் தான் தப்பா யோசிக்கிறாரோ! அ உண்மையிலே அவருக்கு அடிபட்டாரோ! அப்டின்ற ஒரு 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 குழப்பம் என் மனசுக்குள்ள இருந்துச்சு. ஆனா நான் கெஸ் பண்றது கரெக்ட் தான்னு விஜய் சேதுபதி வந்து சொல்றாரு. அதுக்கு முன்னாடி வந்து ரஞ்சித் கல்லு தூக்கி போடும்போது அ அருணோட கையில பட்டுச்சுன்னு சொன்னாரு. அது உண்மையா நடந்த மாரி தான் இருந்துச்சு. ஏன்னா, அவரோட கை வந்து செவந்து இருந்துச்சு. ஸோ, அது உண்மையா நடந்திருக்கும். ஆனா, இந்த முட்டி விஷயத்துல வந்து, அ அப்படி விழும்போதே நான் நெனச்சேன்.
இவன் ஏதோ பண்றான்ப்பா. ஏதோ நடிக்கிற மாரி இருக்கு. ஆனா முன்னாடி அவருக்கு அடிபட்டார் இல்லையா? அடிபட்டுச்சு இல்லையா? ஸோ அந்த விஷயத்தோட கனெக்ட் பண்ணி பார்த்தப்போ நான் நெனச்சேன், ஒருவேளை இருக்கலாமோ? ஆனாலும் என் மைண்ட்ல அந்த சந்தேகம் இருந்துச்சு. விஜய் சேதுபதி வந்து என்ன சொல்றாருன்னா, அருண் வந்து டாக்டர பார்க்க போகும்போது நார்மலா தான் நடந்து போனாரு. ஆனா அ அத பார்த்துட்டு திரும்பி வரும்போது நொண்டி நொண்டி நடந்தாருன்னு சொன்னாரு. ഡോക്ടറെ കാണാൻ പോകുമ്പോ അവന്റെ കാലിന് കുഴപ്പമില്ല. തിരിച്ചിറങ്ങി വന്നപ്പോഴത്തേക്ക് അവൻ ഞൊണ്ടി ഞൊണ്ടി നടന്നുകൊണ്ട് വന്നു. അപ്പൊ അമ്മാതിരി പെർഫോമൻസ് ഒക്കെ അകത്ത് കാഴ്ചവെച്ച് നടികർ തിലകം, നടികൈ തിലകം ഒക്കെ ഉണ്ടായിട്ട് നടികർ തിലകത്തിന്റെ പേരൻ തന്നെ പുറത്തുപോയി ശിവകുമാർ. പക്ഷെ ഇവിടെ ഇപ്പോഴും കുറെ അവന്മാര് ഈ ശിവാജീനെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇവനൊക്കെയാണ് വരുന്നത് പറയുന്നത് റാണവിൻ്റെത് ഫേക്ക് ആയിട്ടുള്ള ഇതാണ് അവൻ അഭിനയിച്ചതാണെന്ന്. ഇതെങ്ങനെ ഇതാ ഞാൻ പറഞ്ഞേ. ഉം. എന്താ പറയണ്ടേ ഇതിനൊക്കെ? ഇപ്പൊ വിശാലിന് എന്താണേലും വീക്കെൻഡിൽ ശരിക്കും കിട്ടി. അസിന് ഫേവറബിൾ ആയിട്ട് നടന്നു. അതുള്ള കാര്യമാണ്. കാര്യം ഇതിന്റെ അകത്താണെങ്കിലും ജാക്വലിന് ആദ്യം പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അങ്ങനെ ഇത് ചെയ്തില്ല. പക്ഷെ പിന്നീട് നടന്നപ്പോഴത്തേക്കാണെങ്കിലും പവിത്രയുടെ അടുത്തൊക്കെ ആണെങ്കിലും പവിത്ര എന്നൊക്കെ പറഞ്ഞ് ചൂടായി. എന്നിട്ട് അൻഷിത എന്നിട്ട് അവൻ പറഞ്ഞ അന്നേരവും പറഞ്ഞവൻ അവൻ അൻഷിത അൻഷിത എന്ന് കാർ ചെയ്ത് നിങ്ങളാരും കേട്ടില്ലേ എന്ന് ചോദിച്ചപ്പോ മുത്തുകുമരൻ പറഞ്ഞു കേട്ടില്ല എന്ന്. മുത്തുകുമരൻ മാത്രമല്ല കണ്ടോണ്ടിരുന്ന ഞാനും കേട്ടില്ല. ഇവൻ എപ്പോഴും ഇതിന്റെ ഇടയിൽ അൻഷിത അൻഷിത എന്ന് കാർ ചെയ്ത് ഇപ്പൊ ചെവിയുടെ അടുത്ത് പോയിട്ട് അൻഷിത അൻഷിത അങ്ങനെയാണോ കാർ അശാൻ അശാൻ എന്ന് പറയുന്ന പോലെ അതാണോ നടന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ ആഴ്ച അതാ ഞാൻ പറഞ്ഞു ഇതൊക്കെ ഒരു കുറുമ്പടയിട്ട് കാണിച്ചിരുന്നെങ്കിൽ ഇപ്പൊ അവൻ അത് ഡിനയൽ മോഡിലോട്ട് പോയി. പിന്നെ അരുണിന് കഴിഞ്ഞ ആഴ്ച അരുൺ ഇങ്ങനെ എന്താ പറയുന്നത് ഡിനയൽ മോഡിലോട്ട് പോയപ്പം ഉപദേശിച്ച ആളാണ് വിശാൽ. ഈ ആഴ്ച വിശാൽ തന്നെ ഡിനയൽ മോഡിലോട്ട് പോയി അരുൺ അവനെ ഉപദേശിക്കുന്നു. ഇങ്ങനത്തെ കോമഡികളൊക്കെ നമുക്ക് റിയൽ ലൈഫിലും ബിഗ് ബോസിലും ഒരുപോലെ കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പം വിശാൽ അൻഷിതേനെയൊക്കെയാണ് എടുത്തിട്ട് പൊരിച്ചത്. പക്ഷെ സൺഡേ എപ്പിസോഡ് അങ്ങനെ ഒരു എന്താ പറയുന്നത് മുത്തുക്കുമരന്റെ ആ വിഷയം തന്നെ എടുത്തോണ്ട് വന്ന ഒരു ലൈറ്റ് ആയിട്ടുള്ള ഇങ്ങനെ ലൈറ്റ് ആയിട്ട് ഡീൽ ചെയ്യാനാണെങ്കിൽ പിന്നെ എന്ത് തേങ്ങയ്ക്കാണ് ഈ ഇത്രയും വലിയൊരു സീൻ ഉണ്ടാക്കി. അതും ഞാൻ വെള്ളിയാഴ്ചത്തെ എപ്പിസോഡ് കാണാൻ വിട്ടുപോയായിരുന്നു. അപ്പം എൻ്റെ അന്ന് വിടുതലേ കാണാൻ പോയി പകരം. എപ്പിസോഡ് കണ്ടില്ല. അപ്പം ജെയിംസ് ബോണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ എടാ മുത്തുക്കുമരൻ ഇങ്ങനെ എന്താണ്ട് ടാസ്കിന് ഏതാണ്ട് വിട്ടുകൊടുത്തെന്നും അതിന്റെ പേരിൽ ക്യാപ്റ്റൻസി ഇത് റദ്ദാക്കി. പിന്നെ റയന്റെ നോമിനേഷൻ ഫ്രീ പാസും കൂടെ എടുത്ത് കളഞ്ഞു. അപ്പൊ ഞാൻ ഓർത്തു റയന്റെ ക്യാപ്റ്റൻസി ടാസ്കിന് അവൻ പവിത്രയ്ക്ക് വേണ്ടിയിട്ട് വിട്ടുകൊടുത്തു. ഓക്കെ അതിന് ക്യാപ്റ്റൻസി ടാസ്ക് റദ്ദാക്കി ക്യാപ്റ്റൻ ഇല്ലെന്ന് പറഞ്ഞു. ഓക്കെ അണ്ടർസ്റ്റാൻഡബിൾ. ഇത് ഒരു കുറ്റവും ചെയ്യാത്ത റയൻ എന്ത് കഴിച്ച് നേരിടുന്നത്. അപ്പൊ ഞാൻ ഓർത്ത് ഇനിയിപ്പോ റയനെയാണ് ഉമ്മാര് ചവിട്ടി പുറത്താക്കാൻ നോക്കുന്നത് എന്നുള്ള രീതിയിൽ ബിഗ് ബോസ് ഒരു ഷോക്ക് കൊടുത്താണ്. എന്താ ഷോക്കായോ എന്ന് നമ്മുടെ ദേവ്ജി ചോദിക്കുന്നത് പോലെ ഷോക്കാക്കിയതാണ്, അല്ലാണ്ട് വേറൊന്നുമില്ല. അവനാണ് അവസാനത്തെ. അപ്പൊ ആ അടുത്ത ആഴ്ച എന്തായാലും റയൻ നോമിനേഷനിലില്ല. റയനാണ് ഈ ബിഗ് ബോസ് സീസണിൽ തന്നെ അവസാനത്തെ നോമിനേഷൻ ഫ്രീ പാസ് കിട്ടിയത്. 70 ദിവസം 50 ദിവസമൊക്കെ പിന്നിട്ടപ്പോൾ തന്നെ നോമിനേഷൻ ഫ്രീ പാസ് ഒക്കെ എടുത്ത് കളയേണ്ടതാണ്. കാര്യം അതിനിയും വെച്ചുകൊണ്ടിരുന്ന് കുറേ പേരൊക്കെ ആ രീതിയിൽ രക്ഷപ്പെടും. ഈ രഞ്ജിത്തൊക്കെ പലപ്പോഴും രക്ഷപ്പെട്ടത് നോമിനേഷൻ ഫ്രീ പാസ് കൊടുത്തിട്ടാണ്. ജെഫ്രി അങ്ങനെ സേവ് ആയിട്ടുണ്ട്. അപ്പം എന്താ പറയുന്നേ, ആക്ച്വലി ജെഫ്രിയൊക്കെ അകത്ത് വേണം കേട്ടോ. ഇനി ജെഫ്രിയും അവൻ എന്തൊക്കെയോ പ്ലേ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ജാക്വലിനെ പറ്റിയിട്ടുള്ള ഒരു പെരിയ അപവാദം എന്ന് പറയുന്നത് പുള്ളിക്കാരി ആർക്ക് കയ്യടി കിട്ടുന്നോ അവരുടെ കൂടെയാണ് എന്നുള്ള രീതിയിലാണ്. അങ്ങനെ ഒരു സ്ട്രാറ്റജിയാണ് ജാക്വലിൻ ഫോളോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സൗന്ദര്യാണെങ്കിൽ ഇവിടെ ഒരു 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 ഗ്രൂപ്പ് വെച്ചിട്ട് മറ്റൊരാളുടെ സപ്പോർട്ടോടു കൂടി തന്നെയല്ലേ സൗന്ദര്യം നിൽക്കുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ആദ്യമൊക്കെ ജെഫ്രി ആയിരുന്നു പുള്ളിക്കാരിയുടെ കമ്പനി ഗേൾസിൻ്റെ ഇതിൻ്റെ അകത്തുണ്ടായിരുന്നെങ്കിൽ. പിന്നെ ജാക്വലിൻ്റെ കൂടെയാണ് നടന്നുകൊണ്ടിരുന്നത് കുറേ നാൾ. റയനും കൂടെ വന്നപ്പോൾ റയനെയും കൂട്ടുപിടിച്ച് നടന്നു. ഇപ്പം അവരൊന്നും ഇല്ലാണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് വിശാലിൻ്റെയും അരുണിൻ്റെയൊക്കെ കൂടെ പോകുന്നു. പക്ഷെ സൗന്ദര്യം ആരുടെ കൂടെ ഉണ്ടോ ഒരു എന്താ പറയുന്നേ, இருக்கிற இடத்துல எல்லாம் கண்ணி வெடி வச்சிருக்காங்க. அந்த அந்த மாதிரி ஒரு ஒரு பர்சனாலிட்டி தான் அவங்க. ஏன்னா இப்ப பாருங்க
விஷாலோட, அருணோடையும் கூட தான் இருந்தாங்க. அ அவங்க கூட டைம் ஸ்பெண்ட் பண்ணி, இந்த மாரி ஜாக்லின பத்தி, மத்தவங்கள பத்தி எல்லாம் பேசிட்டு இருந்தாங்க. ஆனா, வீக்கெண்ட் எபிசோடுன்னு வந்த உடனே அவங்கள 2 பேரையும் போட்டு குடுத்தாங்க பாருங்க. டாஸ்க்ல வந்து நான் தனியா கோட்ட காத்துட்டு நின்னேன். அ எதுவுமே பண்ண முடியல. ஏன் போய் பண்ண வேண்டியது தானே! இப்ப மஞ்சரியும், ராணவும் மட்டும் இருந்தபோதும் அவங்களும் கேம் விளையாடலையா? அது விஜய் சேதுபதி வேற வந்துட்டு, அந்த பொண்ணு தனியா நின்னுட்டு இருந்தத பார்க்கும்போது கஷ்டமா இருந்துச்சுன்னு. ஏ ஏன் ராணவும், மஞ்சரியும் மட்டும் இருந்தபோது, இவங்க எல்லாம் வரும்போது அது கஷ்டமா இல்லையா? இவங்க மட்டும் தனியா இருக்கும்போது கஷ்டமா இருந்துச்சா? அப்படி பார்த்தா ரஞ்சித்தும் தான் அவரோட கோட்டைய காத்துட்டு தனியா இருந்தாரு. அவரு பெருசா எங்கேயுமே போய் அந்த மாரிலாம் போய் பண்ணத பார்க்க முடியல. ஸோ, அதெல்லாம் ஒரு எக்ஸ்கியூஸா? டாஸ்க்லயும் ஒழுங்கா விளையாடாம, நான் மட்டும் தனியா இருந்தேன்னு சொல்லிட்டு இருந்தா என்னது? எனக்கு புரியல. ஸோ, அ எனிவேஸ் அந்த மாரி விஷாலோட, அருணோடையும் டீம்ல இருந்துட்டு, அவங்க என்ன தனியா விட்டுட்டு போயிட்டாங்க. அவங்க பிங்க் டீம அட்டாக் பண்றதுக்கு பதிலா, ப்ளூ டீம அங்க போய் அட்டாக் பண்ண பார்த்தாங்க. எல்லோ டீம் கூட அட்டாக் பண்ண பார்த்தாங்கன்னு. ஆனா, அங்கேயே விஜய் சேதுபதி ஒண்ணு சொன்னாரு. அதாவது முத்துவும், ஜாக்லின் டீமோட தான் விளையாடி இருக்கணும். அந்த மாரி அவங்களுக்கு தோணுச்சு. அந்த மாரி சொன்னாங்க. அப்போது வந்து அவரு சொன்னாரு, "உங்களுக்கு அவங்க மேல வன்மம் இருக்கிறதுன்றதுக்காக அவங்க அந்த மாரி பண்ண வேண்டிய அவசியம் இல்லையே!" அந்த மாரி ஒரு வார்த்தைய சொன்னாரு. ஆக்சுவலா பார்த்தா நானும் என்னோட புரிதல் எப்படி இருந்துச்சுன்னா, இவங்க வந்து ஒரு ஒரு டீமா ஃபார்ம் ஆயிருக்காங்க. ஒரு அலைன்ஸ் வச்சுட்டு, அவங்கள காலி பண்ணிட்டு அப்புறமா கடைசியில நாம 2 பேரும் விளையாடலாம். அந்த மாரி தான் அவங்களும் பேசிட்டு இருந்தாரு. முத்துவோட ஸ்ட்ராட்டஜிஸ்ல வந்து இந்த அலையன்ஸோட ஸ்ட்ராட்டஜி. இப்போ கேப்டன்சி டாஸ்க்ல வந்து அந்த வெயிட்டு அ டாஸ்க் வந்து வெயிட்டான டாஸ்க்ல வந்து அவர் ஒரு பிளான் போடுறாரு. அ முதல்ல அவர் பக்கம் யாருமே போய் நிக்கல. மஞ்சரி, ராணுவம் மட்டும் தான் போய் நின்னாங்க. ஆனா அவங்கள 2 பேரையும் வந்து இப்ப 2 பேரையும் வேணாம். ராணுவம் மட்டும் போய் அங்க சேர்த்திருந்தா, அ கேம் ஆட்டத்தை அப்படியே மாத்தியிருக்க முடியும். ஒரு கேம் சேஞ்சரா இருந்திருக்க முடியும். ஆனா அங்க ராணுவ் தான் கடைசியில கேம் சேஞ்சரா இருந்தாரு. அவர் போய் விஷால் பக்கம் போய் நின்னதுனால, விஷால் ஜெயிச்சிட்டாரு. அதுல ஜாக்குலின் வந்து அவங்க போட்ட ஒப்பந்தப்படி அ விளையாடல. முதல்ல அதாவது முத்துவும் ஜாக்குலினுக்குள்ள என்ன உடன்படின்னா, இப்ப முதல்ல விஷால் கொண்டு போய் ஆள சேர்த்தா, உன்னால ஸ்பீடா கொண்டு போய் ஆள சேர்க்க முடிஞ்சதுன்னா, ஓகே. இல்லன்னா நான் உன்னோட ஆட்கள எனக்கு குடுத்துரு. நான் வந்து சேர்த்துடுறேன். அந்த மாரி தான் ஒரு ஒப்பந்தம் இருந்தது. ஆனா ஜாக்லின் வந்து அ கன்டினியூஸா ஆள சேர்க்க முயற்சி பண்ணிட்டு இருந்தாரு. அதுல விஷால் ரஞ்சித்த கொண்டு போய் உருட்டி விட்டாரு. அது பார்க்கும்போது அ ஏதோ இந்த இந்த சாக்கு மூட்டையில எல்லாம் வேஸ்ட்ட கொண்டு போய் தட்டுற மாரி அப்படியே கொண்டு போய் ரஞ்சித்துக்கு இந்த உண்மைய சொன்னா கொஞ்சம் சிரிச்சுட்டேங்க. ஒரு ஆளுக்கு அடிபடும்போது சிரிக்கக்கூடாது. ஆனாலும் நான் ஒரு சேடிஸ்ட். அதனால உள்ள சிரிச்சுட்டேன் நானு. அப்போ அங்க வந்து முத்து அ அ அங்க வந்து அ ஓகே. இப்போ ஜாக்லின் கூட ஒரு ஒப்பந்தம் இருக்கு இல்லையா? கூட்டணி தர்மம்னு அவரு அடிக்கடி சொல்றாரு இல்லையா? ஸோ அவரு ராணவ கொண்டு போய் சேர்த்திருந்தா, மஞ்சரி, ஜாக்லின் கூட ஆனா மஞ்சரியும் வந்து விஷால் பக்கம் போறதா இருந்துச்சு. ஆனா போல. இருந்தாலும் அப்படி இருந்திருந்தா ஜாக்லின் கேப்டனா இருப்பாங்க. ஆ ஆனா அங்க அது நடக்கல. ஸோ அங்கேயே வந்து ரயன் அந்த ஸ்ட்ராட்டஜிய பத்தி கொஸ்டின் பண்றாரு. அதனால முத்து அவரோட ஸ்ட்ராட்டஜிய டிஃபெண்ட் பண்ணி என்ன சொல்றாருன்னா, "நான் அப்படி பண்ணியிருந்தா அவங்க 2 பேரும் கேம் முடிஞ்சு போயிருக்கும்." அவங்க கேம் முடிஞ்சு போயிருக்கும். அது என்னமோ உண்மதான். ஆனாலும் நீங்க நெனச்சிருந்தா ஜாக்லின கேப்டன் ஆக்கியிருக்க முடியும் இல்லையா? அவங்களும் இந்த மாரி கேப்டன் இதுவரைக்கும் ஆனது கிடையாது இல்லையா? ஸோ, அ பவித்ராக்கு இப்போ விட்டு குடுத்த மாரி, அன்னைக்கு விட்டு குடுக்க கூட வேணாம். ஏன்னா, உங்களுக்கு இருக்கிற 2டே ஆப்ஷன் அது மட்டும் தான். அவங்க 2 பேர் தான் இருக்கீங்க. நீங்க எப்படி பார்த்தாலும் அந்த டாஸ்க்ல தோக்க போறீங்க. ஸோ, அந்த டைம்ல நீங்க வந்து யோசிச்சு ராணாவ கொண்டு போய் சேர்த்திருந்தா, விஷால் பக்கம் ஒரு ஆள் குறைஞ்சிருக்கும். அ ஆட்டோமேட்டிக்கா ஜாக்லின் வந்து ஜெயிச்சிருப்பாங்க. ஆனா, அத நீங்க பண்ணாம விட்டீங்க. ஸோ, அந்த ஸ்ட்ராட்டஜி வந்து ஃபெயில் ஆயிருக்கு. அவரு அதை என்ன டிஃபெண்ட் பண்ணி சொன்னாலும்.
அந்த ஸ்ட்ராட்டஜி. அதுக்கப்புறமா இங்க வந்து அ கூட்டணி தர்மப்படி ஸ்ட்ராட்டஜி பண்ணி ஜாக்குலின் டீமோட கைகோர்த்தீங்க. ஆனா, அவங்களுக்குள்ள ரயான் வந்து அவங்க டீமுக்காக தான் அவர் ஆடுனாரு. அதிகமா முயல் வச்ச டீம் ஜெயிக்கிற மாரி அவங்க அந்த டாஸ்க்க வின் பண்ணிட்டாங்க. ஆனா, உங்களுக்குள்ள டீல் பேசி நீங்க அங்கேயும் முத்துக்குமரன் போட்ட அந்த ஸ்ட்ராட்டஜி ஃபெயில் ஆயிடுச்சு. இப்போ முயல வந்து ஈக்குவலா ஷேர் பண்ணியிருந்தா, அது ஒரு முயல் ஒரு அவங்க கடைசி நேரத்தில கேட்டு அப்புறமா ஜாக்குலின் சொல்லி தான் ரயன் அந்த முயல குடுத்தாங்க. ஸோ ஜாக்குலின் அ பார்த்தீங்கன்னா, கூட்டணி தர்மப்படி தான் நடந்தாங்க. ஃபேரா நடந்துக்க ட்ரை பண்ணாங்க. ஆனாலும் இவங்க டீம் தோத்து போயிடுச்சு. முத்துவோட டீம். ஸோ அவரோட ஸ்ட்ராட்டஜிகள் அனைத்தும் வீணா போகுது. அது மட்டும் இல்லாம பவித்ராக்காக விட்டு குடுத்து ஒண்ணு பண்ணி, அதையும் ஃபெயில் ஆயி போயி, ஸோ ஸ்ட்ராட்டஜி போடுறாரு. ஆனா ஃபெயில் ஆகுறாரு. ஆனாலும் ஏதோ பண்றாரு இல்லையா? ஸோ பார்க்கலாம். அடுத்த வாரங்கள்ல அவர் என்ன ஸ்ட்ராட்டஜி போடுறாரு, அதை எப்படி எக்ஸிக்யூட் பண்றாரு, அது ஃபெயிலா, சக்சஸா, நம் ராஜதந்திரங்கள் அனைத்தும் வீணாகி போகுதே, வீணாகி விட்டதே, இன்னும் பயிற்சி வேண்டுமோ அப்படின்னு அப்படின்னு தான் கன்டின்யூ ஆக போகுதான்னு பார்ப்போம். ஸோ அப்புறம் என்ன நாமினேஷன் ஃப்ரீ பாஸ் வந்து ரஞ்சித் வந்து ஜாக்குலினுக்கு கிடைக்கக்கூடாது. அந்த மொமெண்ட்ல அவருக்கு உள்ள இருக்கிற அந்த உண்மையான ரஞ்சித் வெளில வந்தார். ஜாக்லின் வந்து உங்களுக்கு பிரசன்ஸ் ஆஃப் மைண்ட் இல்லைன்னு சொன்னது அவருக்கு ஏன் அப்படி சொல்ல முடியும்? அப்படி எப்படி சொல்ல முடியும்? அது ஜாக்லின் சொன்னது ஏதோ உண்மைதான். ஏன்னா, அ அவர் வந்து கோட்டைய பாதுகாத்து நின்னத தவிர, எந்த ஸ்ட்ராட்டஜியும் போட்டு இந்த டீம்ல இப்படி அட்டாக் பண்ணலாம். நான் போறேன், நீ போற அந்த மாரி எதுவுமே அவரு சொல்லல. மத்தவங்க சொன்னபடி கேட்டு நடந்துட்டாரு தவிர, அவரா சுயமா யோசிச்சு எதுவுமே பண்ணல. அந்த ஒரு சிச்சுவேஷன் போகுது. பிரசன்ஸ் ஆஃப் மைண்ட்ன்னு நாம என்ன சொல்லுவோம்? அந்த ஒரு சிச்சுவேஷன் போகுது. அந்த சிச்சுவேஷனுக்கு நீங்க எப்படி அடாப்ட் பண்றீங்க? அந்த மாரி தானே அதானே ஒரு பிரசன்ஸ் ஆஃப் மைண்ட்ன்னு சொல்லுவோம். அந்த விதத்துல பார்க்கும்போது அவங்க சொன்னது சரிதான். இப்ப அங்க வந்து ரயன் மட்டும் தான் இருக்காரு. ரஞ்சித் ஆகக்கூடாது. ரஞ்சித் வந்து நாமினேஷன் ஏன்னா அவரு அ ஒரு கண்டஸ்டன்ட் அப்படின்னு பார்க்கும்போது, பெருசா கேம் ஆடல அவரு. ஸோ இன்னும் அவருக்கு அந்த வாய்ப்பு குடுத்து அந்த வீட்ல தக்க வைக்க வேண்டிய ஒரு கேப்டன்சி ஒரு கேப்டனா இருந்து சுத்தமா எதுவுமே பண்ணாம சிம்ப்ளி வேஸ்ட், நோ கமெண்ட்ஸ் அந்த மாரி இருந்த ஒரு கேப்டன் வந்து இந்த பேபி சீசன் 8ல ஹிஸ்டரி பொறுத்தவரைக்கும் நம்ம ரஞ்சித் ரஞ்சித் சார் தான் இருக்காரு. ஸோ அந்த மாரி ஒரு ஆள வந்து நாமினேஷன் ஃப்ரீ பாஸும் குடுத்து அங்க நிறுத்தணும்னு ஜாக்குலின் யோசிக்க வேண்டிய தேவை இல்ல. அப்புறமா பார்த்தா, என்னோட பெயர் தவிர்த்து இன்னொருத்தர் பேர் சொல்லணும்னு சொல்லும்போது, அங்க ரயானும், ரஞ்சித்தும் மட்டும் தான் இருக்காங்க. ஸோ ரயான் தான் ஆப்வியஸா அவங்க சாய்ஸ் போவாங்க. ஃப்ரெண்ட்ஷிப் பவுண்ட் எது வேணாலும் சொல்லலாம். அத பத்தி அருண் எல்லாம் பேசிட்டு இருக்காரு. இதே வந்து விஷால் இருந்திருந்தா, விஷாலுக்கு குடுக்காம இருந்திருப்பாரா? இல்லல்ல. அப்ப உங்களுக்கு வரும்போது மட்டும் அது எப்படி? உங்களுக்கு வந்தா ரத்தம், எங்களுக்கு வந்தா தக்காளி சட்னி அந்த வரியில. மத்தவங்களுக்கு வந்தா தக்காளி சட்னி, உங்களுக்கு வந்தா ரத்தம். அந்த மாரி அ அது ஏன் அந்த ஒரு இது சொல்றாங்கன்னு தான் யோசிக்கிறேன் நானு. ஸோ அதெல்லாம் தான் இந்த வாரம் நடந்துருச்சு இல்லையா? அப்புறமா ஏதாவது மிஸ் பண்ணிட்டேனா? ம். இல்ல. இப்ப இந்த டாஸ்க்ல வந்து நல்லா விளையாடுனது யாருன்னு நான் ஏற்கனவே சொல்லிட்டேன். அ ஆனா இனிமே என்னோட அ இப்போ அந்த வீட்ல யாரு யாருக்கு உண்மையா இருக்காங்கன்னு கேட்டீங்கன்னா, யாருமே யாருக்குமே உண்மையா இல்லன்னு தான் நான் சொல்லுவேன். இப்ப ஜாக்குலின் வந்து சௌந்தர்யாக்கு உண்மையா இருந்தாங்க அப்படின்னு சொன்னா, இப்ப வந்து அவங்க எனிமீஸ். அப்போது அவங்களுக்கு கிடைக்கிற கைத்தட்டலும் சரி, அந்த கைத்தட்டல் பத்தி ஒரு டிஸ்கஷன் போகுது. ஏன்னா போன வாரம் வந்து ஜா இப்போ 11 வாரம் ஆச்சு ஜாக்குலினுக்கு அ இல்ல இதுக்கு முன்னாடி ஒரு தடவ கிடைச்சிருக்கு. ஆனா, அ அவங்களுக்கு பெருசா எந்த டைம்லயும் வந்து அப்ரிசியேஷன் கிடைக்கிறது இல்ல. அவங்க நல்லா பண்ணாலும் கூட அப்ரிசியேஷன் கிடைக்கிறது இல்ல. ஸோ ஜாக்லின் வந்து அது வயித்தெரிச்சல்னு சொன்னாலும் அதில கொஞ்சம் உண்மையும் இருக்கு. இல்லையா? இப்போ நாம என்ன பண்ணாலும் இப்போ அவங்க பாயிண்ட் ஆஃப் வியூல இருந்து யோசிச்சு பாருங்க.
நாம என்ன பண்ணாலுமே நமக்கு கைத்தட்டலும் வரல, யாரும் அப்ரிஷியேட்டும் பண்றதில்ல. ஆனா சௌந்தர்யா சும்மா ரியாக்ஷன் குடுத்தாலே ഇത് பேச വരുമ്പോഴേ ഇவ்ளോ കൈത്തട്ടൽ கிடைக்குது. അത് ഈ ബിഗ് ബോസ് ടീമിനെ വേണം പറയാനായിട്ട്. കാര്യം ഇങ്ങനത്തെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള അവസ്ഥയില് മറ്റുള്ളവരെയും കൂടെ അവര് നിർത്തുകയാണ്. സൗന്ദര്യക്ക് എന്തുകൊണ്ടാണ് ഇത്രയും ഈ ആഴ്ച നോക്ക്, ഈ ആഴ്ച എന്തെങ്കിലും വലിയ ഭയങ്കര ഗെയിം ചേഞ്ചിങ് ആയിട്ട് എന്തെങ്കിലും പുള്ളിക്കാരി ചെയ്തോ? ഇല്ല. പിന്നെ അരുണിനെയൊക്കെ പറ്റിയിട്ട് കൂടെ അവരുടെ കൂടെ നടന്നിട്ട് ലാസ്റ്റ് അവരെ തന്നെ ബാക്ക് സ്റ്റാബ് ചെയ്തു എന്ന് പറയുന്ന രീതിയിലൊരു ഇത് കാഴ്ചവെച്ചു എന്നുള്ള അല്ലാണ്ട് കൂടെ നിൽക്കുന്നവന്റെ കുതികാല് വെട്ടാൻ പറ്റുമോ സക്കീർ ബൈക്ക് എന്ന് പറയുന്ന പോലെ നമ്മുടെ ബലരാമൻ കൊണാർക്കിന്റെ ഐഡിയോളജി ഫോളോ ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. കൂടെ നിൽക്കുന്നവന്റെ കുതികാല് വെട്ടാൻ പറ്റുന്ന പരിപാടി അത് ചെയ്തു എന്നുള്ള അല്ലാണ്ട് ടാസ്കിലും വലിയതായിട്ടൊന്നും ഒന്നും ചെയ്തൊന്നുമില്ല. പക്ഷെ എന്നിട്ട് പോലും സൗന്ദര്യം എഴുന്നേറ്റ് നിന്നപ്പോഴത്തേക്ക് അത്രയും വലിയ ആവേശവും ആവേശത്തിമിർപ്പും ഒക്കെ വരുന്നു. പക്ഷെ ഇവരൊക്കെ നോട്ട് ചെയ്യാൻ മറക്കുന്ന ഒരു സംഭവമുണ്ട്. ഇവരെല്ലാം നോക്കുന്നത് പുള്ളിക്കാരിയുടെ പേര് പറയുമ്പോൾ അല്ലെങ്കിൽ പുള്ളിക്കാരി ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഇത് വരുന്നു എന്നുള്ളത് മാത്രമേ അവർ കാണാറുള്ളൂ. പുള്ളിക്കാരിനെ റോസ്റ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ കണ്ടസ്റ്റൻസ് തന്നെ എടുത്ത് റോസ്റ്റ് ചെയ്യുമ്പോഴോ ഈ അകത്ത് ഇങ്ങനത്തെ ഒരു റിയാക്ഷൻ വരുന്നുണ്ട് എന്നുള്ള കാര്യം അവർ ശ്രദ്ധിക്കുന്നില്ല. എന്ത് പറഞ്ഞാലും അടിക്കും. ഇതെന്ത് അടിമാലി ഫാമിലിയോ എന്ന് പറയുന്ന പോലെയാണ് സൗന്ദര്യ ആരാധകർ. അതിന്റെ ബിബി ഹൗസിന്റെ അകത്ത് വരുന്ന സൗന്ദര്യ ആരാധകർ. സൗന്ദര്യനെ പറ്റി എടുത്തിട്ട് എന്താ പറയുന്നത് ഊശിയാക്കിയാലും അതിനും കയ്യടി. ഈ സൗന്ദര്യനെ പറ്റി നല്ലത് പറഞ്ഞാലും കയ്യടി. സൗന്ദര്യ എന്ന വാക്ക് കേട്ട ഉടനെ അവർക്ക് കയ്യടിക്കാൻ ട്രിഗർ ആവുമെന്ന് തോന്നുന്നു. ഇനിയിപ്പോ സീറ്റിൽ വല്ല ഇലക്ട്രിക് ഷോക്കും കൊടുക്കുന്നുണ്ടോ കയ്യടിക്കണമെന്നും പറഞ്ഞുകൊണ്ട് എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും ജാക്വലിൻ ചിന്തിക്കുക. ഞാനല്ല കേട്ടോ, ജാക്വലിൻ ചിന്തിക്കുന്നത്. അപ്പം അതിലും കുറച്ച് കാര്യമുണ്ട്. ഇപ്പത്തെ കുറെ നാളുകൾക്ക് ശേഷം ജാക്വലിൻ ഫാൻസ് എല്ലാം കൂടെ കൂട്ടമായിട്ട് പോയിട്ട് അതിൻ്റെ അകത്ത് കയറിയിരുന്നു എന്ന് എക്സ് വലൈത്തടങ്ങളിലെ ആൾക്കാർ പറഞ്ഞതുകൊണ്ട് അതുകൊണ്ട് കയ്യടി കിട്ടിയില്ല. അപ്പോൾ ഒരു മോട്ടിവേഷനൊക്കെ കിട്ടിയില്ലേ. അപ്പം അതിനെ പറ്റിയിട്ട് അവർ അകത്ത് ചർച്ച ചെയ്തു. മുത്തുവിനെ ഫസ്റ്റ് ഹാഫിൽ ജാക്വലിൻ ഫാൻസും സെക്കൻഡ് ഹാഫിൽ മുത്തു ഫാൻസുമാണ് വന്നത്. ഓരോ വീക്കെൻഡിൽ അവർ ഓഡിയൻസിനെ മാറ്റുമല്ലോ. അപ്പം അങ്ങനെ അത് വീക്കെൻഡ് ഷൂട്ടിംഗ് ഒരേ ദിവസമാണല്ലോ നടക്കുന്നത്, സാറ്റർഡേ സൺഡേ. അപ്പം സാറ്റർഡേ എപ്പിസോഡിന് വേണ്ടി ഒരു സെറ്റ് ഓഫ് ഓഡിയൻസും സൺഡേ എപ്പിസോഡിന് വേണ്ടി മറ്റൊരു സെറ്റ് ഓഫ് ഓഡിയൻസും കയറും. അപ്പം അങ്ങനെ കയറിയിരുന്നു എന്നതിനെ പറ്റി മഞ്ജരി പറഞ്ഞു. അപ്പം അതാണ് ഇങ്ങനത്തെ ഒരു ഡിസ്കഷൻ വന്നത്. ഇപ്പോൾ സൗന്ദര്യയുടെ പി ആറിനെ പറ്റിയിട്ട് പറയുമ്പോഴത്തേക്കും അത് ഈ പറഞ്ഞ പോലെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന പി ആറിനേക്കാളും കൂടുതൽ വോട്ടിങ്ങിൽ തിരിമറി കാണിക്കുന്ന എന്താണ് എന്തോ കോൾ സെൻറ്റർ വോട്ടുകൾ ഒക്കെ പറയുന്നുണ്ട്. അതായത് മറ്റേ ഫോൺ ചെയ്യുന്ന വോട്ടായിരിക്കും. കോൾ സെൻറ്ററിലുള്ള ഒരു കോൾ സെൻറ്ററിനുള്ള മൊത്തമായിട്ട് കൊട്ടേഷൻ കൊടുത്ത് അങ്ങനെ അവരെ കൊണ്ട് ടെലഫോൺ വോട്ടുകൾ ഇടുന്നു എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ. അപ്പം എനിക്കറിയില്ല, അങ്ങനത്തെ പ്രാക്ടീസസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ശരിയായിട്ടുള്ള നടപടിയല്ല എന്ന് ഞാൻ പറയും. ആരുടെ പി ആർ ആണെങ്കിൽ പി ആർ വെക്കുന്നതിലൊന്നും തെറ്റൊന്നുമില്ല. കാര്യം നമ്മുടെ ഇപ്പം ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയ പേജസ് നമ്മൾ പോകുമ്പോഴത്തേക്ക് പലരും ഒരു അഡ്മിനെ ഏൽപ്പിച്ചിട്ടായിരിക്കും പോവാറ്. ബിഗ് ബോസിലുള്ള നമ്മുടെ മൊമെൻറ്റുകളൊക്കെ എടുത്തിട്ട് അവർ സ്ക്രീൻഷോട്ട് എടുക്കുകയും അല്ലെങ്കിൽ ആ വീഡിയോ ഒക്കെ എടുത്ത് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഷെയർ ചെയ്ത് നമ്മളെ പ്രൊമോട്ട് ചെയ്യുകയും അതൊക്കെ ചെയ്യാം. പക്ഷേ ഈ വോട്ടിങ്ങിൻ്റെ അകത്ത് അവർ ഇടപെടുമ്പോഴത്തേക്കാണ് അതിൻ്റെ ഒരു പ്രശ്നം വരുന്നത്. കാര്യം അത് മറ്റുള്ളവർക്കും അൺഫെയർ ആയിട്ടുള്ളൊരു പരിപാടിയാണ്. ഇപ്പം ആനന്ദിയൊക്കെ പുറത്ത് വന്നിട്ട് ആ ഒരു ഇങ്ങനത്തെ പി ആറിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് സംസാരിക്കുകയുണ്ടായി. സൗന്ദര്യനെ പറ്റി പറയാനേ താല്പര്യമില്ല എന്നുള്ളൊരു രീതിയിലാണ് പറഞ്ഞത്. അപ്പം എനിക്ക് അതാണ് ഞാൻ എന്നാലും ഇങ്ങനെയൊക്കെ ഓരോന്നും കേൾക്കുമ്പോഴത്തേക്ക് ഞാൻ ആലോചിക്കുന്നത് ഈ പുള്ളിക്കാരിക്ക് ഇതിന് മാത്രം സ്വത്തുണ്ടോ? ബേക്കറി ഫ്രാഞ്ചൈസി തന്നെയാണോ നടത്തുന്നത്? എനിക്കറിയാൻ പാടില്ല. ഇത് ഇപ്പം 16 ലക്ഷം രൂപ പോയെന്നൊക്കെ പറഞ്ഞത് അത് കൊടുത്തത് ഈ പി ആറിന് വല്ലതും ആണോ? ഇത്രയും പ്രൊമോട്ട് ചെയ്യുന്നു. ഇപ്പം റാണവ് അതിൻ്റെ അകത്ത് ഓപ്പണായിട്ട് ഈ പി ആറിനെ പറ്റി ഇപ്പം ഈ എപ്പിസോഡിൽ ഞാൻ പറയാനും കാരണം അതിൻ്റെ അകത്ത് പി ആറിനെ പറ്റി ഒരു ഡിസ്കഷൻ നടക്കുകയും ജാക്വലിൻ റാണവിനോടൊക്കെ ലൈവിൽ ഉണ്ടായിരുന്നു. അപ്പം ചോദിക്കുകയൊക്കെ ചെയ്തു, പി ആറിൻ്റെ ടൈറ്റിൽ വിന്നറാക്കാനായിട്ടുള്ള പരിപാടിയാണോ എന്നൊക്കെ, ആരെ ഏൽപ്പിച്ചതെന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു.
അപ്പം സൗന്ദര്യയുടെ PR എന്ന് പറയുന്ന ആ നേരത്തത്തെ എക്സ് കണ്ടസ്റ്റന്റ് ആയിട്ട് പോയ വിഷ്ണു എന്നുള്ളതാണ്. ജാക്വലിനും സൗന്ദര്യയും പോയി ട്രെയിനിങ് എടുത്തിരുന്നു എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. ഐ ഡോണ്ട് നോ. ഇതിലൊക്കെ ഏത് വിശ്വസിക്കാം, ഏത് വിശ്വസിക്കാതിരിക്കുക, അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമില്ല. അകത്ത് അവർ ഗെയിം എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഈ വോട്ടിങ്ങിന്റെ കാര്യത്തിൽ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ പ്രശ്നം എന്താണെന്നറിയോ? ഇവരിങ്ങനത്തെ വോട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പം മഞ്ജരിക്കൊന്നും അകത്ത് വോട്ടില്ല. കാര്യം അൺഒഫീഷ്യൽ ഇതിൻ്റെ അകത്തൊക്കെ പുള്ളിക്കാരി ലാസ്റ്റ് ഇതിലാണ് വരുന്നത്. പക്ഷെ പുള്ളിക്കാരി നല്ലൊരു, എന്താ പറയുന്നത്, നല്ലൊരു ഗെയിം പ്ലെയർ അല്ലേ? അപ്പം നോക്കുമ്പോഴത്തേക്കൊക്കെ ഇപ്പം അരുണൊക്കെ ഇപ്പം മുത്തുക്കുമരനെ പറ്റിയിട്ട് എന്താ പറയുന്നത്, വായ്ത്താളം മാത്രമേ അടിക്കുന്നുള്ളൂ എന്നൊക്കെ ഉള്ള പറയുന്നത്. ആ പരാമർശങ്ങളോടൊന്നും എനിക്ക് തീരെ യോജിപ്പില്ല. അകത്ത് വായ്ത്താളം അടിച്ചാലല്ലേ പറ്റുള്ളൂ. ബിഗ് ബോസ് ഹൗസ് അങ്ങനെയാണല്ലോ. അല്ലാണ്ട് നീയൊക്കെ എന്തോ എന്തോ അവിടെ വല്ല കഥകളി ആടുന്നുണ്ടോ? കൊണ്ട് തന്നെയല്ലേ നിങ്ങൾ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നേ. അപ്പം അവര് എന്താ പറയുന്നത്, പട്ടിമന്ത്രം പേച്ചാളറാണ് എന്നും പറഞ്ഞുകൊണ്ട് സംസാരിക്കാൻ കഴിവുണ്ട്, അങ്ങനെയാണ്. അതെങ്ങനെ ഒരു നെഗറ്റീവായിട്ട് മാറുന്നത്? അത് അവരുടെ സ്കില്ലല്ലേ? അവർ വർഷങ്ങളായിട്ട് പ്രാക്ടീസ് ചെയ്തെടുത്ത് വാക്കുകൾ മനോഹരമായി കോർത്തിണക്കി സംസാരിക്കാൻ പറ്റുക എന്നുള്ളത് ഒരു സ്കില്ലാണ്. അത്തരം സ്കില്ലുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അതൊരു അൺഫെയർ ഇതാണെന്ന് നമുക്കെങ്ങനെ പറയാൻ പറ്റും? നമുക്ക് ആ സ്കില്ലില്ലാത്തത് നമ്മുടെ കുഴപ്പമാണ്. അല്ലെങ്കിൽ നമ്മളത് ഡെവലപ്പ് ചെയ്യണം. അത് അവർക്ക് ആ രീതിയിലൊരു അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിലൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. നമുക്കൊരു ഡ്രാമ കളിക്കാനായിട്ട്, ഒരു ആക്ടിങ് പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ടുള്ള അഡ്വാൻറ്റേജ് ഉണ്ട്. അവർക്ക് ആ അഡ്വാൻറ്റേജ് ഇല്ല. അവർക്കങ്ങനെ പെർഫോം ചെയ്യാൻ അറിയില്ല. അപ്പൊ അത് നിങ്ങൾക്കൊരു അഡ്വാൻറ്റേജ് അല്ലേ? ആ രീതിയിലൊക്കെ ചിന്തിക്കണ്ടേ? അപ്പൊ എനിവേയ്സ് അപ്പം മഞ്ജരിക്കൊന്നും അങ്ങനെ വോട്ടില്ല. ഇനിയിപ്പോ നിങ്ങള് ശ്രദ്ധിക്കുകയാണെങ്കില് എത്ര ഹീറ്റഡ് ആർഗ്യുമെന്റ് വന്നാലും മഞ്ജരി ഒരിക്കലും ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുകയോ അല്ലെ പോയിട്ട് ഒരാളെ തല്ലാൻ പോവുകയോ അങ്ങനെയൊന്നും ഇല്ല. അത് എനിക്ക് ഭയങ്കര വലിയൊരു ക്വാളിറ്റി ആയിട്ട് പുള്ളിക്കാരിയിൽ തോന്നുന്നുണ്ട്. ഇപ്പൊ ഈവൻ മുത്തുക്കുമരനാണെങ്കിൽ പോലും എന്താ പറയുന്നത്, ചില സിറ്റുവേഷൻസിലൊക്കെ എന്താ പറയുന്നേ, ആ ഒരു പുള്ളിയുടെ ലൂസിങ് സ്കൂൾ എന്ന് പറയുന്ന പോലത്തെ രീതിയിൽ കുറച്ച് പോയിട്ടുണ്ട്. വാടാ പോടാ എന്നൊക്കെ പറയുന്നു. പക്ഷെ മഞ്ജരി അങ്ങനെ അങ്ങനെ പറയാറില്ല. അങ്ങനത്തെ ഒരു മോശം രീതിയിലുള്ളൊരു പരാമർശം വരുവോ അടിക്കാൻ പോവോ അങ്ങനൊന്നും ചെയ്യത്തില്ല. പുള്ളിക്കാരി എപ്പോഴും പുള്ളിക്കാരിയുടെ ഒരു ഉറക്കെ സംസാരിക്കും. അത് ലൗഡായിട്ടാണ് സംസാരിക്കുന്നതെന്നുള്ളതല്ലെങ്കിൽ, പക്ഷെ ആ ഒരു ഇത് വിട്ട് പോയിട്ടില്ല. അതൊരു ഭയങ്കര അപ്രിഷിയേറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. മറ്റുള്ള ആ വീട്ടിൽ വേറെ ആരും അങ്ങനെ ചെയ്തതായിട്ട് അത്രയും ഹീറ്റ് ഓഫ് ദ മൊമെന്റിൽ അങ്ങനെ ഒരു, ഇപ്പം ജാക്കലിൻ തന്നെ കൺവെയർ ഈ മറ്റേ സംഗല്ലയുടെ ഇടയ്ക്ക് അൻഷിത വാടി വാ 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 കയറി വാ വന്നടിക്ക് അടിച്ചു കയറി വാ എന്നൊക്കെ പറഞ്ഞപ്പം അടിച്ചു കയറി ചെന്നു, അടിക്ക് അടിച്ചു കയറി ചെന്നു. പക്ഷെ മഞ്ജരി അത്രയും ഇത് ഉണ്ടായിട്ടും അങ്ങനത്തെ ഒരു ഇത് നടന്നിട്ട് പോലും അങ്ങനത്തെ ആ രീതിയിലൊന്നും ചെയ്തില്ല. അപ്പൊ അതൊരു ഭയങ്കര അപ്രിഷിയേറ്റബിൾ ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ്. പക്ഷെ എന്തുകൊണ്ട് ആൾക്കാർക്ക് പുള്ളിക്കാരിനെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല എന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ. ഇപ്പം മറ്റേ എഗ് ടാസ്ക് അങ്ങനത്തെ ഇപ്പം മഞ്ജരിക്ക് തെറ്റുകുറ്റങ്ങളില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. ആ വീട്ടിലിപ്പോൾ തെറ്റുകുറ്റങ്ങളില്ലാത്ത ആൾക്കാരൊന്നും ഇല്ലല്ലോ. പക്ഷെ എന്നാലും ഇങ്ങനെ നല്ലൊരു കണ്ടസ്റ്റന്റിനെ ഈ വോട്ട് കുറവ് ചെയ്ത് പുറത്ത് വിടുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഞാൻ ഫ്ലവർ അല്ല വൈൽഡ് ഫയർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് പവിത്ര ഈ ആഴ്ച ടാസ്കിന് അവര് പിങ്ക് ടീമിനാണെങ്കിലും ടാസ്കിന്റെ കാര്യത്തിൽ പറയണം കേട്ടോ. കാര്യം അവരെല്ലാവരും ടാസ്കിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്തു. ഇപ്പൊ ഇത്രയും പേര് വന്നിട്ട് പോലും അവര് പല തിരിമറികൾ അതിൻ്റെ ഇടയിൽ കാണിച്ചു. ക്യാപ്റ്റൻ അവർക്ക് വേണ്ടി ഫേവറബിൾ ആയിട്ടൊക്കെ ഇടയ്ക്ക് നിന്നു എന്നൊക്കെ പറഞ്ഞാലും അവർ പിടിച്ചു നിന്നു കട്ടയ്ക്ക്. അപ്പൊ അതിന് അൻഷിതേനെയും പവിത്രേനെയും ജെഫ്രീനെ ആണെങ്കിലും അത് നമ്മൾ പ്രശംസിച്ചേ മതിയാവുള്ളൂ. അപ്പം എന്തുവാ പിടിച്ചു നിന്നത്, അതിന്റെ മണ്ടയിൽ കവന്ന് കിടന്നാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനാണേലും ചെയ്തല്ലോ. എനിക്ക് ഈ ഷർട്ടിന്റെ അകത്ത് ഈ ഇതുപോലത്തെ ടാസ്ക് വരുമ്പോൾ ബൊമ്മ ടാസ്കിനാണേലും ഈ മുയലിന്റെ ഇതാണേലും എടുത്ത് ബനിയന്റെ അകത്ത് വെക്കുന്ന പരിപാടി എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ അതിന്റെ മണ്ടയിൽ കമന്ന് കിടക്കുവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഓക്കെ. ഇപ്പം തുണിക്കകത്തൊക്കെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അതെങ്ങനെയാ മറ്റുള്ളവർ പോയി എടുക്കുന്നത്? അതൊരു ഡേർട്ടി ടാക്ടിക്സ് ആണ്. അത് ആര് ചെയ്താലും എനിക്ക് അതിനോട് യോജിപ്പില്ല, അങ്ങനത്തെ പരിപാടി ചെയ്യുന്നതിനോട്. അത് പാടില്ലെന്ന് ബിഗ് ബോസ് പറയണം. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഗെയിമിൽ നിന്ന് പുറത്താക്കപ്പെടുമെന്ന് പറയണം. എന്നാലേ, പക്ഷെ ബിഗ് ബോസ് അങ്ങനെ പറയത്തില്ലല്ലോ. അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു കാര്യമില്ലാതെ ഒരു പ്രഹസനം, അവന് മറ്റേ മുത്തുക്കുമരൻ വിട്ടുകൊടുത്തു എന്നും പറഞ്ഞുകൊണ്ട്
എന്നിട്ട് അവനാണെങ്കി 2, 3 ദിവസം ഇരുന്ന് കരഞ്ഞ് കാല് പിടിച്ച് എന്ത് കാര്യത്തിന് ഇതൊക്കെ? ഒന്നെങ്കി നിങ്ങളങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ട് അത് ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ അത് ചെയ്യാൻ പോകരുത്. വീക്കെൻഡിൽ വന്നിട്ട് ചുമ്മാ അങ്ങനെ അങ്ങ് പറഞ്ഞങ്ങ് പോവുകയും ചെയ്തു. എന്തോ കാര്യം? അല്ലെങ്കിൽ എല്ലാവർക്കും അതേപോലെ കാണിക്കുക. എന്താണെങ്കിലും അതൊക്കെ വെറും പ്രഹസനമായിട്ടാണ് എനിക്ക് തോന്നിയത്. മുത്തുവാണെങ്കിൽ ആ ഒരു ഇത് ആക്ട് ചെയ്തു വന്ന പിന്നെ അങ്ങ് സമ്മതിച്ചു കൊടുക്കായിരുന്നു. അതാണ് ഇനിയിപ്പം അത് വേറെ രീതിയിൽ ട്വിസ്റ്റ് ചെയ്ത് എന്ത് കാര്യത്തിന് വെറുതെ മനുഷ്യന് സമയം കളയാൻ വേണ്ടിയിട്ട് മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടിയിട്ടെന്ന് പറയുന്ന പോലെ ഒരു കാര്യമില്ലാതെ സിംപ്ലി വേസ്റ്റ് നോ കമൻസ് എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ അത്തരം മൊമെന്റിനെയൊക്കെ. അപ്പം ഇനിയിപ്പോൾ ടിക്കറ്റ് ഫിനാലൊക്കെ വരുമ്പം കടുമയായിരിക്കും കൊടുമയായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എന്ത് കൊടുമയായിരിക്കും എന്ന് എനിക്കറിയാൻ പാടില്ല. ഫ്രീസ് ടാസ്ക് ഇപ്പൊ കഴിഞ്ഞ തവണ മറ്റേ ഞാൻ കണ്ട മറ്റേ സീസൺ 4ൻ്റെ അതുപോലെ സിംഗപ്പെണ്ണി അങ്ങനത്തെ വല്ല ടാസ്കും ആയിരിക്കും. അതായിരിക്കും ഇനിയിപ്പോൾ കടുമയായിരിക്കും എന്നൊക്കെ പറഞ്ഞത്. അങ്ങനെയൊക്കെയാണെങ്കിൽ കൊള്ളാം. എന്നാലും ഒരു കുറുമ്പടമെങ്കിലും എൻ്റെ ഇടൻ്റെ വിജയ് സേതുപതി എണ്ണ പ്ലീസ് ഒന്ന് കാണാനുള്ള കൊതി കൊണ്ട് കുറുമ്പടം കണ്ട കാലം മറന്നു. മലയാളം ബിഗ് ബോസിൻ്റെ അതുണ്ടായിരുന്നു എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പകുതി വരെ ഏതാണ്ടേ കണ്ടുള്ളായിരുന്നു. ഒരു 4 ആഴ്ച ഏതാണ്ടേ കണ്ടുള്ളൂ. അത് കഴിഞ്ഞ് ബാക്കി കണ്ടില്ല. കുമാരിയുടെ കൂടെ ഇരുന്ന് ചെയ്തുകൊണ്ട് അത് കവർ ചെയ്യാൻ പറ്റിയില്ല പ്രോപ്പറായിട്ട്. ഇപ്പം ഐ ഡോണ്ട് നോ. ഞാനൊരു ഭയങ്കര കുറുമ്പടം ഫാനാണ് കേട്ടോ. കാരണം കുറുമ്പടം വരുന്ന ആ ഒരു മൊമെന്റ് ഭയങ്കര അതിലെന്നും അങ്ങനെ ആലോചിക്കും. കുറുമ്പടമൊക്കെ വരുവാണെങ്കിൽ ആ എപ്പിസോഡുകളൊക്കെ എന്തുമാത്രം എക്സൈറ്റിംഗ് ആയിരിക്കും എന്നൊന്ന് ആലോചിക്കുക. പറയുന്ന ആഴ്ചയിൽ ഓരോ ഇപ്പം എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴത്തേക്ക് അന്നേരം കുറുമ്പടം എടുത്തുകൊണ്ട് വന്ന് നീ ഇങ്ങനെ ചെയ്തിട്ട് എന്ന് ആധികാരികമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വളച്ച് ചുറ്റി വരിക, അതിങ്ങനെ ഇതാക്കുക, അതിൻ്റെ ആവശ്യമില്ലല്ലോ. നിങ്ങളുടെ കയ്യിൽ ഫുട്ടേജ് അങ്ങ് കിടക്കുമല്ലേ, അതങ്ങ് പ്ലേ ചെയ്ത് കാണിച്ചു കൊടുത്തു. എൻ്റെ അതൊന്ന് ആലോചിക്കുക. അത് നല്ല ഈ വിജയ് സേതുപതിയുടെ റോസ്റ്റിങ്ങിൻ്റെ ലെവല് തന്നെ വേറെ ലെവലിൽ പോയേനെ. പക്ഷെ അവരങ്ങനെ ആഴ്ചയിലൊന്നും ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ ഇതുപോലത്തെ ഇത്രയും സംസാരിക്കാൻ ഇത്രയും വിഷയങ്ങളുള്ളപ്പം ഒരു കുറുമ്പടം കാണിച്ച് ക്വിക്കായിട്ട് നിങ്ങൾക്ക് ഫിനിഷും ചെയ്യാം, മറ്റു കാര്യങ്ങളിലേക്ക് ഫോക്കസും ചെയ്യാം. എന്താണേലും ഈ ആഴ്ച വിശാലിനാണ് കിട്ടിയത്. വിശാലിനും അൻഷിതയ്ക്കും. അൻഷിതയുടെയൊക്കെ ആ ഒരു നടികൈ തിലകം മൊമെൻ്റൊക്കെ ഒന്ന് കാണിച്ചിരുന്നെങ്കിൽ എൻ്റെ ദൈവമേ അത് വേറെ ലെവലായിനെ. ഇനിയിപ്പം ബിഗ് ബോസിൻ്റെ അങ്ങനത്തെ ചില അട്ടിമറി പരിപാടികളൊക്കെ ചെയ്യണം എന്നാണ്. അതായത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച കാര്യങ്ങളൊക്കെ പ്ലേ ചെയ്യുക. പ്ലാസ്മ ടി വിയിൽ നോമിനേഷൻ അകത്ത് പോയി ക്ലോസ് നോമിനേഷൻ ചെയ്യുന്നത് പ്ലാസ്മ ടി വിയിൽ കാണിക്കുക. അങ്ങനത്തെ കലാപരിപാടികളൊക്കെ ഇനി എന്ന് കൊണ്ടുവരും ബിഗ് ബോസ്? അതൊക്കെ വേണ്ടേ? എന്നാലല്ലേ നമുക്കൊരു എൻ്റർടൈൻമെൻ്റ് ഉള്ളൂ. അപ്പം അകത്ത് ക്ലോസ് നോമിനേഷനാണ് നടന്നതെന്ന് തോന്നുന്നു ഇപ്രാവശ്യം. ഞാനത് എപ്പിസോഡ് കണ്ടില്ല. അപ്പം ഈ ആഴ്ച നോമിനേറ്റ് ആയിരിക്കുന്നവർ ജെഫ്രി, അൻഷിത, പവിത്ര, റാണവ്, ജാക്വലിൻ. ജാക്വലിൻ ഇതിപ്പോൾ തുടർച്ചയായിട്ട് 11 ആഴ്ചകൾ എന്തോ ജാക്വലിൻ തുടർച്ചയായിട്ട് നോമിനേറ്റ് ആവുന്നുണ്ട് കേട്ടോ. എല്ലാ ആഴ്ചയിലും നോമിനേറ്റ് ആവുന്നുണ്ട്. ഏതോ ഒരു തവണ മാത്രം ആ നോമിനേഷൻ ഫ്രീ പാസ് കൊടുത്ത് നോമിനേഷനിൽ നിന്ന് രക്ഷപ്പെട്ടു. അതല്ലാതെ ബാക്കി തുടർച്ചയായിട്ട് പുള്ളിക്കാരി 11 തവണ ഏതാണ്ട് നോമിനേറ്റ് ആയിട്ടുണ്ട്. 10 തവണയോ 11 തവണയോ ഏതാണ്ട്. അപ്പോൾ അതൊരു ഭയങ്കര റെക്കോർഡ് തന്നെയാണ് കേട്ടോ, സമ്മതിച്ചു കൊടുക്കണം. എന്നിട്ട് ഇവന്മാർ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത്രയും നാൾ നോമിനേറ്റ് ചെയ്തിട്ടും പുള്ളിക്കാരി പോകുന്നില്ല. പിന്നെ എന്തിനാണ് ഇവന്മാർ വെറുതെ ആ നോമിനേഷൻ വേസ്റ്റ് ആക്കുന്നത്? അത് വേറെ ആർക്കെങ്കിലും കൊടുത്ത് അവരെ പറഞ്ഞു വിട്ടൂടെ? ഐ ഡോണ്ട് നോ. ഈ ആഴ്ചയെങ്കിലും പോകുമെന്ന് ഓർത്തുകൊണ്ടായിരിക്കും. എന്താണേലും ആയിട്ടുള്ളവർ ജാക്കുടിയും പിന്നെ ആരാ ഉള്ളത്? പിന്നെ ഒരാളും കൂടെ ഉണ്ട്. ആരാണ്? മഞ്ചരിയാണെന്ന് തോന്നുന്നു. അപ്പം നോമിനേറ്റ് ആകാത്ത ആൾക്കാർ വിശാൽ ക്യാപ്റ്റൻ ആയതുകൊണ്ട് പറ്റില്ല. റയാൻ നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല, നോമിനേഷൻ ഫ്രീ പാസ് ഉണ്ട്. മുത്തുക്കുമരൻ നോമിനേറ്റ് ആയിട്ടില്ല. സൗന്ദര്യ നോമിനേറ്റ് ആയിട്ടില്ല. ദീപക്ക് നോമിനേറ്റ് ആയിട്ടില്ല. 6 പേരാണ് ഇത്തവണ നോമിനേഷനിലുള്ളത്. ജെഫ്രി, പവിത്ര, അൻഷിത,
നമ്മുടെ ജാക്വലിൻ, പിന്നെ മഞ്ചരി, പിന്നെ പിന്നെ ഒരാളും കൂടെ ഉണ്ടല്ലോ, അതാരാണ്? റാണവ്. ഇത്രയും പേരാണ്. ഇതിൽ ആരായിരിക്കും പോകുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മഞ്ചരിയുടെ വോട്ട് ഭയങ്കര കുറവായതുകൊണ്ട് മഞ്ചരി പോകാനുള്ളൊരു സാധ്യതകൾ ഉണ്ട് എന്ന് പറയുന്നു. പക്ഷെ അത് പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരുമാതിരി, എന്താ പറയുന്നത്, അൺഫെയർ ആയിട്ടുള്ളൊരു പരിപാടിയാണ്. ആൾക്കാർ വോട്ട് ചെയ്യണം എന്നുള്ളത് ഉണ്ടെങ്കിലും ബിഗ് ബോസ് അങ്ങനെ, ഇവർ പലപ്പോഴും വോട്ടിങ്ങിൽ എന്താ പറയുന്നത്, ചില ആൾക്കാരെ റീറ്റെയിൻ ചെയ്യാറുണ്ടല്ലോ. അങ്ങനെ റീറ്റെയിൻ ചെയ്യുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലെങ്കിൽ ആൾക്കാരിരുന്ന് വോട്ട് ചെയ്യണം. ഈവൻ മുത്തുക്കുമരൻ ഇത്തവണ ഇല്ലാത്തതുകൊണ്ട് മേ ബി മുത്തുവിൻ്റെ ഫാൻസ് മഞ്ചരിക്ക് വോട്ട് ചെയ്യുകയാണെങ്കിൽ മഞ്ചരി രക്ഷപ്പെടും. പവിത്രേനെ അങ്ങനെ രക്ഷപ്പെടുത്തിയതാണ് ഒരു തവണ. അപ്പം കാര്യം മഞ്ചരി പോകാൻ, ഒരു ഫിനാലെ വരെ പോകാനായിട്ട് ഡിസേർവിങ് ആയിട്ടുള്ള ആൾ തന്നെയാണ്. നമുക്ക് മഞ്ചരിനെ ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ടായിരിക്കാം ഇതിൻ്റെ അകത്ത്. പക്ഷെ എന്നാലും പുള്ളിക്കാരി വേണം അകത്ത്. മുത്തുക്കുമരൻ പോലും പലപ്പോഴും എന്താ പറയുന്നേ, മറ്റുള്ളവരുടെ പോയിന്റുകളെല്ലാം കേട്ടിട്ട് അതിൽ നിന്ന് കടമെടുത്തിട്ടായിരിക്കും പലപ്പോഴും ഒരു പോയിന്റ് വെക്കുന്നത്. പക്ഷെ മഞ്ചരി ഇൻഫാക്ട് മുത്തുവിനേക്കാളും, അല്ലെങ്കിൽ ഒരുപക്ഷെ മുത്തുവിനോടൊപ്പം തന്നെ നിർത്താവുന്ന രീതിയിലുള്ള ഒരു പ്ലെയർ തന്നെയാണ് മഞ്ചരി. ടാസ്ക് എന്നൊക്കെ വരുമ്പോൾ ഭയങ്കര സ്പോർട്സ്മാൻ സ്പിരിറ്റോടെയാണ് കളിക്കുന്നത്. ഇപ്പം പല ടാസ്കിലൊക്കെ ആണെങ്കിലും, ഇപ്പം മറ്റേ ബൊമ്മ ടാസ്കിലാണെങ്കിലും ഇതിൻ്റെ അകത്താണെങ്കിലും പലപ്പോഴും പുള്ളിക്കാരിനെ എന്താ പറയുന്നത്, മാൻ ഹാൻഡിൽ ചെയ്യുക എന്നുള്ള അവസ്ഥയിലൊക്കെ വന്നിട്ട് പോലും പുള്ളിക്കാരി ഒരു പരാതി പറയുമോ, അതൊരു പരാതിയായിട്ട് എടുത്തുകൊണ്ട് വന്ന് അങ്ങനത്തെ ഒരു ഒരു കാർഡ് വെച്ച് പറയുമോ, അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പിന്നെ എന്തെങ്കിലും ഒരു ആർഗ്യുമെന്റ് വരുമ്പോഴും ഒരു മോശമായിട്ടുള്ള രീതിയിൽ മറ്റുള്ളവരെ മോക്ക് ചെയ്തുകൊണ്ടുള്ള രീതിയിൽ സംസാരിക്കുകയോ അങ്ങനെയൊന്നുമില്ല. എപ്പോഴും ഒരു ആർഗ്യുമെന്റ് വെച്ച് അങ്ങനെ രീതിയിലേ പുള്ളിക്കാരി പോവാറുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ ഒരു നല്ലൊരു ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ്. അപ്പം മഞ്ചരി പോകാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ജാക്വലിൻ പോകത്തില്ല. പിന്നെ അപ്പോൾ പിന്നെ ചാൻസ് ഉള്ളത് ജെഫ്രി, റാണവ് പോകാൻ സാധ്യതയില്ല. കാര്യം റാണവിന് ഈ ആഴ്ച ഒരു മറ്റേ ഇവരൊക്കെ കൂടെ കാണിച്ച് വെച്ച പരിപാടിയുടെ അനന്തരഫലമായിട്ട് കുറച്ച് സിമ്പത്തി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടും റാണവിന് പോകാനുള്ള സാധ്യതകൾ കുറവാണ്. മേ ബി പവിത്ര, അൻഷിത, ജെഫ്രി, ഇവര് 3 പേരിൽ ആരെങ്കിലും ആയിരിക്കാം പോകാൻ സാധ്യതകൾ എന്ന് ഞാൻ വിചാരിക്കുന്നു. ജെഫ്രീനെ പിടിച്ച് കളയൂ. മഞ്ചരിക്കും ആ ഒരു ഈ വോട്ടിങ്ങിൻ്റെ ഇതിലൊരു ഒരു ചാൻസ് ഉണ്ട്. പക്ഷെ അറിഞ്ഞൂടാ. എൻ്റെ അഭിപ്രായത്തിൽ ഇവർ 3 പേരിൽ ആരെങ്കിലും ഒരാൾ, അൻഷിത പവിത്ര, ജെഫ്രി, അൻഷിതനെ ചിലപ്പോൾ ബേബി തന്നെ പിടിച്ചു നിർത്താനുള്ള സാധ്യതകൾ ഞാൻ കാണുന്നു. അതുകൊണ്ട് ഇത്രയും പെർഫോമൻസ് ഒക്കെ കാഴ്ചവെക്കുന്നതല്ലേ, പവിത്ര അല്ലെങ്കിൽ ജെഫ്രിയിൽ ആരെങ്കിലും പോകുമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താണേലും ഞാൻ പോളിടാം. അപ്പം നിങ്ങൾ വോട്ട് ചെയ്യുക, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം ആരൊക്കെയാണ് നിങ്ങളുടെ ഫൈനലിസ്റ്റുകൾ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് സെക്ഷൻ എന്ന് പറഞ്ഞൊരു സാധനം അവിടെ ഉണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഇടാൻ കേട്ടോ എന്ന് പറയുന്നത്. ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഐ ഡോണ്ട് മൈൻഡ്. അപ്പം നിങ്ങൾ പോൾ ചെയ്യുന്നുണ്ടല്ലോ, പോളിൽ വോട്ട് ചെയ്യുന്നുണ്ടല്ലോ, അത് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ചില ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് 48 വോട്ട് അല്ല അങ്ങനെയൊക്കെ കാണുമ്പോഴത്തേക്ക് ഓ കൊള്ളാമല്ലോ എന്നുള്ള രീതിയിൽ, നിങ്ങൾ കമൻ്റ് ഇടുന്നില്ല എന്നുള്ളതിൻ്റെ ആ ഒരു ഇതിനേക്കാളും കൂടുതൽ എനിക്ക് ആ പോളിൽ ഇത് കാണുമ്പോഴത്തേക്കാണ് ഐ എം ഹാപ്പി. എപ്പോഴും എന്തെങ്കിലും ഒരു പോൾ ഇട്ടാൽ നിങ്ങൾ അതിൽ വോട്ട് ചെയ്യും എന്നുള്ളൊരു ഭയങ്കര പ്രതീക്ഷ എനിക്ക് തരുന്നുണ്ട്. അപ്പം അത് എന്താണെങ്കിലും താങ്ക് യു. ഇപ്പം എല്ലാം ഒരുവിധം ഡിസ്കസ് ചെയ്തെന്ന് തോന്നുന്നില്ലേ. ജെഫ്രിയുടെ ഒരു ജെഫ്രീനെ ആണെങ്കിലും അധികം ഒന്നും അങ്ങനെ പറഞ്ഞില്ല ഈ ആഴ്ച. എന്താ പറയുന്നത്, പലരും അവൻ്റെ ആ ഒരു അവൻ പ്രിവിലേജ്ഡ് ആണ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അതായത് അവൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വെച്ചിട്ട് ആൾക്കാർ പലപ്പോഴും അവനോടൊരു സിമ്പതി ഉണ്ട്. അപ്പം അത് വീട്ടിലുള്ളവർ തന്നെയാണെങ്കിലും പല കാര്യങ്ങളും അവൻ അങ്ങനെ ചെയ്തു, അവനത് യൂസ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ. ജെഫ്രി ഉണ്ടല്ലോ, അവന് കിട്ടുന്ന ഒരു അനുതാപം അല്ലെങ്കിൽ അവർക്കെല്ലാവർക്കും അവനോടുള്ള ഒരു ഇഷ്ടം അവൻ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്.
പക്ഷെ അവൻ യൂസ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞില്ലല്ലോ സാർ അവരോട് എനിക്ക് തരാനായിട്ട്. നീ പറഞ്ഞില്ല. പക്ഷെ നീ അതിനെ അനുവദിക്കുന്നുണ്ട്. നിന്റെ മൗനം സമ്മതം എന്നുള്ള രീതിയിൽ. അപ്പൊ അത് പുള്ളിയുടെ സ്ട്രാറ്റജി. പലർക്കും പല സ്ട്രാറ്റജികളാണ്. അതിലൊന്നും നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. ഐ മീൻ പക്ഷെ ചില സമയത്തുള്ള ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് എനിക്കിഷ്ടമില്ലാത്തത്. ഇങ്ങനെ വന്നിട്ട് ഓരോന്ന് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചുകൊണ്ട് വരുമ്പോൾ ഉടനെ ഒരു ആറ്റിറ്റ്യൂഡ് ഇടുക, ഇങ്ങനെ ഒരു ഡിഫെൻസ് മോഡിൽ ഡിഫെൻസീവ് ഒഫെൻസീവ് മോഡിലോട്ട് പോകുന്ന ഒരു പരിപാടി ഐ ഡോണ്ട് ലൈക്ക്. ആൻഡ് വിശാലിന് എപ്പോഴും ഒരു എന്താ പറയുന്നേ, ആദ്യമൊക്കെ ബോയ്സ് വേഴ്സസ് ഗേൾസ് എന്ന് പറഞ്ഞിരുന്നപ്പോഴത്തേക്ക് ആ ആ ഒരു രീതിയിൽ എപ്പോഴും ഒരു ഒരു മറയിലാണ് പുള്ളിക്കാരി നിൽക്കുന്നത്. ജാക്ലിനെ പറ്റി പുള്ളി വെക്കുന്ന ഒരു പരാതി അതാണ്. പക്ഷെ പുള്ളിയാണ്, അതാണ് ഞാൻ പറഞ്ഞത്, ഇവർ ഈ വീട്ടിലെ ഓരോരുത്തരും പലപ്പോഴും അവർ വെക്കുന്ന പരാതികളൊക്കെ അവർ ചെയ്യുന്ന കാര്യമാണ് മറ്റുള്ളവരുടെ തലയിൽ വെച്ചുകൊണ്ടാണ് ഇവർ പറയുന്നത്. അതാണ് അതിൻ്റെ അകത്തൊരു കോമഡി. അപ്പം ഇപ്പം അൻഷിതയുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ അത് വെച്ചിട്ട് ഇപ്പം സൗന്ദര്യ ഈ ഗ്യാങ്ങിലോട്ട് വന്നിട്ടുണ്ട് എന്നൊന്ന് ആലോചിച്ച്. അതും ഒരു വലിയ ഇതാണല്ലേ. കാര്യം സൗന്ദര്യനെ പറ്റിയിട്ട് പുറകിൽ നടന്ന് മോശമായ രീതിയിൽ സംസാരിച്ച ആളാണ് വിശാൽ. പക്ഷെ വിശാലിൻ്റെ കൂടെയാണ് സൗന്ദര്യ കമ്പനി വെച്ചത്. പക്ഷെ കമ്പനി വെച്ചെങ്കിലും കമ്പനി വെച്ച ആൾക്കാർക്കിട്ട് തന്നെ നല്ല രീതിയിൽ വെച്ച് കൊടുത്തായിരുന്നു. സൗന്ദര്യയുടെ അത്തരം ചില പ്രവൃത്തികളൊക്കെ ചിലപ്പോഴൊക്കെ കാണാനായിട്ട് രസമാണ്. പക്ഷേ ചിലപ്പോഴൊക്കെ അൺസൈക്കബിളും കൂടെയാണ്. അപ്പം ഐ ഡോണ്ട് നോ. എന്താണേലും നോക്കാം ആരൊക്കെ ആയിരിക്കും. ഇപ്പം ഞാൻ ഫിനാലയിൽ പ്രതീക്ഷ വെക്കുന്ന ആളുകൾ നമ്മുടെ മുത്തുക്കുമരൻ ഗ്യാങ് എന്ന് തന്നെ പറയാം. ദീപക് ഒരു ഓണററി മെമ്പറായിട്ട് നിൽക്കുന്നുണ്ട്. ജാക്വലിൻ, മഞ്ചരിയും, മുത്തു, പിന്നെ ഓണററി മെമ്പറായിട്ടുള്ള ദീപക്. പിന്നെ അഞ്ചാമത്തെ ആളിലായിരുന്നു ഇപ്പോഴും ഞാൻ അരുണോ സൗന്ദര്യമോ ആയിരിക്കാം. വിശാലും വരാൻ സാധ്യതയുണ്ട്. പിന്നെ വിശാൽ വരണം നമുക്കില്ലെങ്കിലും, അല്ലെങ്കിൽ വിശാൽ അങ്ങനത്തെ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും വിജയ് ടി വി തന്നെ കൊണ്ട് വിശാലിൻ്റെ ക്യാപ്റ്റൻസിയിൽ പല നല്ല കാര്യങ്ങളും നടന്നായിരുന്നു കേട്ടോ. കാര്യം വിശാൽ ആ ഒരു രീതിയിലൊക്കെ പാവം വിചാരിച്ചു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ നല്ല രീതിയിൽ കളിക്കാൻ പറ്റും. പക്ഷേ അവർ വിചാരിക്കത്തില്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് എൻ്റെ ഒരു രീതി. അപ്പോൾ എനിവേസ് ഇതൊക്കെയാണ് ഈ ആഴ്ച നടന്നത്. ഇനിയിപ്പോൾ അടുത്ത ആഴ്ചയൊക്കെ എന്തെങ്കിലും കാര്യമായിട്ട് പറയാൻ തന്നെ ഉണ്ടാവുമെന്നറിയില്ല. ഫാമിലി വീക്കെൻഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം എന്താണേലും ഞാൻ എപ്പിസോഡുമായിട്ട് വരാം. എന്താണേലും ഇപ്പം ഇന്നത്തെ കാര്യങ്ങൾക്കൊക്കെ ഇവിടെ പര്യവസാനിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വിജയ് സേതുപതി വീക്കെൻഡ് എപ്പിസോഡുകളിൽ പലതും വിട്ടുപോകുന്നത് പോലെ, കുറുമ്പടം ഇടാത്തത് പോലെ വിട്ടുപോയതാണെന്ന് കരുതി ഉങ്ക വീട്ടു പിള്ളയെ நினச்சி மன்னிச்சுக்கோங்க. அடுத்த வாரம் இன்னும் சுவாரஸ்யமான ஒரு எபிசோடோட உங்களை வந்து பார்க்குறேன்னு சொல்லி நாக்கு குழையுதலோ சொல்லி உங்களிடமிருந்து விடை பெறுவது உங்கள் நான்.